ഐതിഹ്യമാല അധ്യായം 50. കൊച്ചി ശക്തൻ തമ്പുരാൻ. അമാനുഷ പ്രഭാവനായിരുന്ന ശക്തൻ തമ്പുരാൻ തിരുമനസിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ആ തിരുമേനി പ്രവർത്തിച്ചിട്ടുള്ള കടുംകൈയെക്കുറിച്ച് കേട്ടാൽ അവിടുന്നുള്ള നീതിയും മര്യാദയുമില്ലാത്ത ക്രൂരനും അക്രമിയുമായിരുന്നു എന്ന് ഇക്കാലത്തുള്ള ചില പരിഷ്കാരികൾക്ക് തോന്നിയേക്കാം. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. അവിടുന്ന് രാജ്യത്ത് നീതി നടക്കണമെന്നും അക്രമമൊന്നും ഉണ്ടാകരുതെന്നും ജനങ്ങൾ സദാ സമാധാനത്തോടുകൂടി സ്വൈര്യമായി വസിക്കണമെന്നും ആർക്കും ഒരു വിധത്തിലും യാതൊരു സങ്കടവും നേരിടരുതെന്നും വളരെ നിർബന്ധമുള്ള ഒരാളായിരുന്നു. ആ നിർബന്ധത്തെ പാലിക്കുവാനായി അവിടുന്ന് ചിലപ്പോൾ ചില കഠിന പ്രവൃത്തികൾ ചെയ്തിട്ടില്ലെന്നില്ല. എന്നാൽ അതെല്ലാം ദുഷ്ടന്മാരോട് മാത്രമാണ്. സാധുക്കളെ അവിടുന്ന് ഒരു വിധത്തിലും സങ്കടപ്പെടുത്തിയിട്ടില്ല. ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുകയും എന്നാണല്ലോ രാജധർമ്മം. അതിനുവേണ്ടി ചില കഠിന കൈകൾ പ്രയോഗിച്ചാലും അതൊരിക്കലും അനീതിയായി വരുന്നതല്ല. പിന്നെ അക്കാലത്ത് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ പോലെ വിദ്യാഭ്യാസമോ രാജഭക്തിയോ വിവേകമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം മൂഢന്മാരും അക്രമികളും അവിവേകികളുമായവരോട് ധർമ്മശാസ്ത്ര പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ രാജ്യത്തിന് നീതി നടത്തുവാനും സമാധാനമുണ്ടാക്കുവാനും സാധിക്കില്ലല്ലോ. അതിനാൽ അവിടുന്ന് കാലമറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രമേ വിചാരിക്കുവാനുള്ളൂ. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അവതാരം ചെയ്തരുളിയത് കൊല്ലം 926 കർക്കിടക മാസം 10-ാം തീയതി വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും അമാവാസി തീയതിയും കൂടിയ സമയത്തായിരുന്നു. അക്കാലത്ത് കൊച്ചി രാജകുടുംബത്തിലുള്ളവർ താമസിച്ചിരുന്നത് വെള്ളാരപ്പിള്ളിയിലുള്ള കോവിലകത്തായിരുന്നതിനാൽ അവിടെ വെച്ചായിരുന്നു തിരുമനസിന്റെ അവതാരം. ആ കോവിലകം ഇപ്പോഴുമുണ്ട്. തിരുമനസിലെ അവതാര സമയം ജ്യോതിഷ ശാസ്ത്രപ്രകാരം അത്ര ശുഭപ്രദമല്ലായിരുന്നു. അതിനാൽ അവിടെ എല്ലാവർക്കും, വിശേഷിച്ച് അമ്മ തമ്പുരാട്ടിക്കും വളരെ മനസ്താപവും ഉണ്ടായി. അക്കാലത്ത് അവിടെ സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദിവ്യനായ ഒരു സന്യാസി താമസിച്ചിരുന്നു. അമ്മ തമ്പുരാട്ടി തന്റെ പുത്രന് കഷ്ടാരിഷ്ടതകളെല്ലാം നീങ്ങി മേലിൽ ഗുണം സിദ്ധിക്കുന്നതിലേക്ക് ഏതെങ്കിലും മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഒരു പ്രതിപുരുഷൻ മുഖാന്തരം ആ സന്യാസിയോട് അപേക്ഷിച്ചു. ആ സന്യാസി കുറെ പൂവെടുത്ത് ജപിച്ച് ഈ പൂവ് കൊണ്ടുപോയി രാജകുമാരനെ കിടത്തിയിരിക്കുന്ന കിടക്കിയുടെ ചുവട്ടിലിട്ടാൽ മതി, സകല ദോഷങ്ങളും നീങ്ങി രാജകുമാരൻ മേലിൽ കെൻകേമനായി തീരുമെന്ന് പറഞ്ഞു. എന്നിട്ടത് കൊടുത്തയക്കുകയും ആ പ്രതിപുരുഷൻ ആ പൂവ് കൊണ്ടുപോയി രാജകുമാരന്റെ മെത്തയുടെ ചുവട്ടിൽ ഇടവെക്കുകയും ചെയ്തു. ശക്തൻ തിരുമനസിന്റെ തിരുവവതാരം പൂയം 2-ാം കാലിൽ, അതായത് അമ്മക്കാലിലായിരുന്നതുകൊണ്ടോ എന്തോ അവിടേക്ക് ഏകദേശം 3 വയസ്സായപ്പോഴേക്കും അമ്മ തമ്പുരാട്ടി തീ വിട്ടുപോകിയാൽ പിന്നീട് തിരുമേനിയെ വേണ്ടതുപോലെ പരിചയം വളർത്തിയത് അവിടുത്തെ ചിറ്റമ്മ തമ്പുരാട്ടിയായിരുന്നു. തിരുമനസ്സുകൊണ്ട് ആ ചിറ്റമ്മയെ ആജീവനാന്തം പെറ്റമ്മയെ പോലെ വിചാരിക്കുകയും ചെയ്തിരുന്നു. യഥാകാലം വേണ്ടതുപോലെ വിദ്യാഭ്യാസവും ആയുധ അഭ്യാസവും ചെയ്യുകയാൽ ബുദ്ധിശാലിയായിരുന്ന ശക്തൻ തിരുമനസ്സുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല വിദ്വാനും യുദ്ധവിദഗ്ധനുമായി തീർന്നു. ധീരതയും ശൂരതയും അവിടേക്ക് പ്രാകൃത തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്തു. 930 ശേഷം രാജകുടുംബത്തിലേക്കുള്ളവരെല്ലാം സ്ഥിരവാസം വെള്ളാരപ്പള്ളിയിൽ നിന്ന് മാറ്റി തൃപ്പൂണിത്തറയാക്കിയതിനാൽ ശക്തൻ തിരുമനസിലെ വിദ്യാഭ്യാസവും മറ്റും തൃപ്പൂണിത്തറയിൽ വെച്ച് തന്നെയായിരുന്നു. അവിടേക്ക് 10 തിരുവരസായപ്പോഴേക്കും 4-ാം കോറ എന്നുള്ള സ്ഥാനം സിദ്ധിച്ചു. അപ്പോൾ മുതൽക്ക് തന്നെ അവിടേക്ക് ധീരതയും ശൂരതയും കുറേശ്ശെ വെളിവാക്കപ്പെടുകയും ചെയ്തു. അവിടേക്ക് 16 തിരുവയസ്സായപ്പോഴേക്കും ശക്തൻ എന്നുള്ള തിരുനാമധേയം ചില കാരണങ്ങളാൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. ഒരിക്കലൊരു നമ്പൂരി കുറെ പണവും കൊണ്ട് തൃപ്പൂണിത്തറയിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ചില മാപ്പിളമാർ കൂടി പണം തട്ടിപ്പറിച്ചു കൊണ്ട് പോവുകയാൽ നമ്പൂരി വ്യസനക്രാന്തനായി തൃപ്പൂണിത്തറയ്ക്ക് തന്നെ പോവുകയും വലിയ തമ്പുരാൻ തിരുമനസിനെ തിരുമുമ്പാകെ ചെന്ന വിവരമെല്ലാം അറിയിക്കുകയും ചെയ്തു. വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വർത്തമാനമെല്ലാം കേട്ടതിന്റെ ശേഷം സൂക്ഷിച്ച് നടക്കേണ്ടതായിരുന്നു. അതിനെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ആട്ടെ, ഉണ്ണിയുടെ അടുക്കൽ വിവരം അറിയിക്കൂ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരാമെന്നാണ് അരുളി ചെയ്തത്. വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ശക്തൻ തിരുമേനിയെ ഉണ്ണി എന്നാണ് വിളിച്ചിരുന്നത്. കൽപ്പന കേട്ട് നമ്പൂതിരി ശക്തൻ തിരുമനസിന്റെ തിരുവൻപാകിയെത്തി വിവരമറിയിച്ചു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് കളിക്കോട്ടയുടെ, അതായത് ഇപ്പോൾ തമ്പുരാക്കന്മാരുടെ ഇംഗ്ലീഷ് സ്കൂളായി പ്രയോഗിച്ചു വരുന്ന കെട്ടിടത്തിന്റെ മുറ്റത്ത് പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്പൂരി വിവരമെല്ലാം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവന്റെ അടുക്കൽ അറിയിക്കാമായിരുന്നല്ലോ എന്ന് കൽപ്പിച്ചു. ഉടനെ നമ്പൂരി അവിടെ അറിയിച്ചിട്ട് ഇവിടെ അറിയിക്കുവാനാണ് കൽപ്പിച്ചത് എന്നറിയിച്ചു. എന്നാൽ നമ്പൂരി ഇവിടെ നിൽക്കൂ,
ഞാൻ അമ്മാവൻ്റെ തിരുവമ്പാലൊന്ന് പോയി വരാമെന്ന് അരുളി ചെയ്തിട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് അവിടെ നിന്ന് പോയി എഴുന്നള്ളി വലിയ തമ്പുരാൻ തിരുമനസിൻ്റെ തിരുമുൻപിലെത്തി. അപ്പോൾ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട്, എന്താ ഉണ്ണി, നമ്പൂരിയുടെ വർത്തമാനമെല്ലാം കേട്ടില്ലേ? വലിയ കഷ്ടമായി പോയി. ഇനി മേലാലെങ്കിലും വഴിക്ക് ഇപ്രകാരമുള്ള അക്രമങ്ങളും മറ്റും നടക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന മാർഗത്തിൽ ആലോചിക്കണം. ഉണ്ണി എന്താ ഒന്നും മിണ്ടാത്തത്? ശക്തൻ തമ്പുരാൻ മറുപടി പറഞ്ഞു, അമ്മാവിൻ്റെ തിരുവുള്ളമുണ്ടെങ്കിൽ എന്തെങ്കിലും നിവൃത്തിമാർഗം ഉണ്ടാകുവാൻ ശ്രമിച്ചു നോക്കാം. വലിയ തമ്പുരാൻ ചോദിച്ചു, ഉണ്ണി ചെയ്യുന്നതൊക്കെ എനിക്ക് സമ്മതമാണ്. എന്തെങ്കിലും ചെയ്തുകൊള്ളൂ, എല്ലാം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഉണ്ണി കുറച്ച് ദിവസം എറണാകുളത്ത് പോയി താമസിക്കണം, എന്നാൽ മതിയെന്നാണ് തോന്നുന്നത്. എന്താ അതിന് വിരോധമുണ്ടോ? ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഒരു വിരോധവുമില്ല, കൽപ്പന പോലെ ചെയ്യാം. വലിയ തമ്പുരാൻ, എന്നാൽ നാളെ തന്നെ പൊക്കോണം. അവിടെ താമസിക്കുന്നതിന് വേണ്ടതെല്ലാം ഇപ്പോൾ തന്നെ ചട്ടം കിട്ടിയേക്കാം. നമ്പൂരിക്ക് പോയ പണവും കൊടുത്തയച്ചേക്കാം. ശക്തൻ തമ്പുരാൻ, നമ്പൂരിക്ക് പണം കൊടുത്തയക്കുവാൻ ഞാൻ പോയി വന്നിട്ട് മതി. അതുവരെ ഇവിടെ താമസിക്കട്ടെ. വലിയ തമ്പുരാൻ മറുപടി പറഞ്ഞു, എന്നാൽ ഇഷ്ടം പോലെ ആവട്ടെ. ശക്തൻ തിരുമനസ്സുകൊണ്ട് വലിയ തമ്പുരാൻ തിരുമനസിലെ തിരുമുമ്പിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നമ്പൂരി കുറച്ചു ദിവസം തൃപ്പൂണിത്തറയിൽ താമസിക്കുന്നതിന് ചട്ടം കെട്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ എറണാകുളത്ത് എഴുന്നള്ളി താമസം തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ സമീപത്തുള്ള പള്ളികളിലേക്കെല്ലാം കൽപ്പന അയച്ചു. സമീപസ്ഥന്മാരായ മാപ്പിളമാരെല്ലാം അടുത്ത ദിവസം രാവിലെ ഓരോ വലിയ കുടവും ഒരു മാറുനീറമുള്ള ഓരോ കയറും എടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് കായൽ വക്കത്തെത്തിക്കൊള്ളണം എന്നായിരുന്നു കൽപ്പനയുടെ സാരം. കൽപ്പന പോലെ അടുത്ത ദിവസം രാവിലെ ഏകദേശം 500ഓളം മാപ്പിളമാർ കുടവും കയറും കൊണ്ട് നിശ്ചിത സ്ഥലത്തെത്തി. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും അവിടെ എഴുന്നള്ളി. 3-4 ദിവസം മുമ്പ് ഒരു നമ്പൂരിയുടെ ഏതാനും പണം തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് നിങ്ങളിൽ ആരെല്ലാം കൂടിയാണ്? സത്യം പറയണം. ആ കൃത്യം പ്രവർത്തിച്ചവർ കുറ്റം ഏറ്റുപറയുന്ന പക്ഷം വലിയ ശിക്ഷ കൂടാതെ കഴിക്കാം. ശേഷമുള്ളവർക്ക് സുഖമായി തിരികെ പോവുകയും ചെയ്യാം. സത്യം വെളിപ്പെടാത്ത പക്ഷം നിങ്ങളെല്ലാവർക്കും വലിയ കഷ്ടത അനുഭവിക്കേണ്ടതായി വരും. ഇത്രയും അരുളി ചെയ്തിട്ട് മാപ്പിളമാരെല്ലാവരും മറുപടി പറയായിയാൽ ഇവരെല്ലാം ഉടനെ മനക്കൽ കൊണ്ടുപോയി ആക്കട്ടെ എന്ന് കൽപ്പിച്ച് ആ ക്ഷണത്തിൽ രാജഭടന്മാർ മാപ്പിളമാരെ എല്ലാം വലിയ വഞ്ചികളിൽ കയറ്റി അവരെ കൊണ്ടുപോയി കഴുത്തിൽ കുടുക്കൽ കെട്ടി കഴിവിനാച്ചാൽ താഴ്ത്തി, അതായത് കൊച്ചിക്കായലിലുള്ള കപ്പൽ ചാലിനെ കഴിവിനാച്ചാൽ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. ആ സ്ഥലത്ത് കിഴവന എന്ന പേരായിട്ട് ഒരു നമ്പൂരിയുടെ ഇല്ലമുണ്ടായിരുന്നു എന്നും അതിനാലാണ് ഈ പേരുണ്ടായിരുന്നതെന്നുമാണ് ഐതിഹ്യം. നമ്പൂരിയുടെ ഇല്ലമുണ്ടായിരുന്ന സ്ഥലമാകിയാൽ അതിനെ മനക്കൽ എന്നും പറയാറുണ്ട്. ശേഷമുള്ള മാപ്പിളമാരെല്ലാം അതിനടുത്ത ദിവസം കുടവും കയറും കൊണ്ട് ഹാജരാകുന്നതിന് വീണ്ടും ഒന്ന് കൽപ്പിച്ചയച്ചു. തലേ ദിവസം നടന്ന സംഗതികളെല്ലാം അറിഞ്ഞിരുന്നതിനാൽ വീണ്ടും കൽപ്പന കണ്ടപ്പോൾ മാപ്പിളമാരെല്ലാവരും ഭയവും വ്യസനവും കൊണ്ട് ഏറ്റവും പരവശന്മാരായി തീർന്നു. എല്ലാ പള്ളികളിൽ നിന്നും പ്രമാണികളായിട്ടുള്ള മാപ്പിളമാരെല്ലാം കുറേശ്ശെ പണവും കൊണ്ട് തിരുമുമ്പാകെ എത്തി. തിരുമുൽ കാഴ്ചവെച്ച് വന്നിച്ചുകൊണ്ട് അടിയങ്ങളെ കൽപ്പിച്ച് രക്ഷിക്കണം. അടിയങ്ങളിൽ ആരും അടിയങ്ങളുടെ അറിവോടുകൂടിയോ യാതൊരു ദുഷ്കൃത്യവും പ്രവർത്തിച്ചിട്ടില്ല. കഥയില്ലാത്ത വികൃതികളിൽ ആരോ ആണ് ഈ അകൃത്യം പ്രവർത്തിച്ചിട്ടുള്ളത്. അവർ ഇന്നലത്തെ ശിക്ഷയിൽ ഏർപ്പെട്ടുമുണ്ടായിരിക്കണം. ഇനിമേലാൽ അടിയങ്ങളുടെ ജാതിക്കാരിൽ ആരും ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ യാതൊന്നും ചെയ്യുന്നതല്ല. അഥവാ അടിയങ്ങളുടെ ജാതിയിലുള്ളവരാരെങ്കിലും ഇങ്ങനെ വല്ലതും പ്രവർത്തിച്ചിട്ടുള്ളതായി തിരുമനസ് അറിയുവാനിടയായാൽ അന്ന് അടിയങ്ങളെയെല്ലാം കായലിൽ കെട്ടി താഴ്ത്തുന്നതിന് അടിയങ്ങൾക്കെല്ലാം പരിപൂർണ സമ്മതമാണ്. ഇത്രയും പറഞ്ഞു. ഇനിമേലാൽ നിങ്ങളുടെ ജാതിക്കാരിൽ നിന്ന് യാതൊരു ശല്യവും ഉണ്ടാകിയില്ലെന്ന് നല്ല നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ പോകാം. ഇനി ആളയക്കുമ്പോൾ വന്നാം നദി എന്ന് അരുളി ചെയ്തു. മാപ്പിളമാരെ മടക്കിയിച്ചിട്ട് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അപ്പോൾ തന്നെ തൃപ്പൂണിത്തറത്തേക്ക് എഴുന്നള്ളുകയും വലിയ തമ്പുരാൻ തിരുമനസ്സിനെ തിരുമുമ്പാകെ എത്തി തിരുമുൽക്കാഴ്ചയായി ലഭിച്ച പണം തിരുമുമ്പിൽ വെച്ചിട്ട് കള്ളന്മാരുടെ ശല്യം മേലാൽ ഉണ്ടാകാതെ ഇരിക്കാത്തക്കവണ്ണം വേണ്ടതുപോലെ ശട്ടം കെട്ടിയിട്ടുണ്ട്. ഈ പണം ചില മാപ്പിളമാർ കാഴ്ചവെച്ചതാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷമായി. ഈ പണം ഉണ്ണി തന്നെ എടുത്തുകൊള്ളൂ എന്ന് അരുളി ചെയ്തു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊള്ളാം, ഇപ്പോൾ ഈ പണം ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നള്ളി. വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട നമ്പൂരിയെ തിരുമുമ്പാകെ വരുത്തി ആ പണമെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. അത് കള്ളന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയതിൽ വളരെയധികം ഉണ്ടായിരുന്നതിനാൽ നമ്പൂരി ഏറ്റവും സന്തോഷിച്ചു. യാത്ര അറിയിച്ചു കൊണ്ടുപോയി. ശക്തൻ തിരുമനസിന്റെ കടുങ്കൈ പ്രയോഗങ്ങളിൽ ഇത് ഒന്നാമത്തേതാണ്. 951 ആണ്ട് കന്നിമാസം 9-ാം തീയതി ശക്തൻ തിരുമനസിലേക്ക് വീരകേരള, അതായത് മൂന്നാംകൂർ തമ്പുരാൻ എന്ന സ്ഥാനം ലഭിച്ചു. അവിടേക്ക് 30 തിരുവയസ്സ് തികഞ്ഞതിൻ്റെ ശേഷം 957 ആണ്ടിടയ്ക്ക് ഒരു നൈത്യരാമയെ ഉണ്ടാക്കണമെന്ന് തോന്നുകയും വലിയ തമ്പുരാൻ തിരുമനസിനെ അനുവാദത്തോടുകൂടി തൃശ്ശൂർ പേരിൽ നിന്നൊരു യുവതിയെ വരുത്തി
നൈത്യാരാമയാക്കുകയും നൈത്യാരാമയ്ക്ക് വേണ്ടതെല്ലാം അന്വേഷിച്ചും ചട്ടം കെട്ടിയും കൊടുക്കുന്നതിന് ചെറുമ്പുറപ്പത്ത് കുഞ്ഞിട്ട മേനോൻ എന്ന ആളെ കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തു. ഈ മേനോന് ചെറുപ്പം മുതൽ തിരുമനസിലാകെ കൂടെ താമസിച്ച് ഏറ്റവും പരിചയവും വിശ്വസ്തതയും സ്വാമി ഭക്തിയും സിദ്ധിച്ചിട്ടുള്ളതിനാൽ തിരുമനസിലേക്കും നൈത്യാരാമയ്ക്കും തൃപ്തിയാക്കവണ്ണം വേണ്ടതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അധികം കാലതാമസം കൂടാതെ തിരുമനസിലേക്ക് നൈത്യാരാമയിൽ നിന്നൊരു സ്ത്രീ സന്താനം ജനിക്കുകയും ചെയ്തു. അനന്തരം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞിട്ടി മേനോന്റെ നടപടികളെപ്പറ്റി തിരുമനസിലേക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങുകയും സൂക്ഷ്മ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ സംഗതി വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക. തിരുമനസ്സുകൊണ്ട് ഒരു ദിവസം കുഞ്ഞിട്ടി മേനോനെ തിരുമുമ്പാകെ വരുത്തി നിർത്തിക്കൊണ്ട്, കുഞ്ഞിട്ടിക്ക് ഈയിടെ എന്നെ കാണാതിരുന്നാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ എൻ്റെ വിചാരം എപ്പോഴും കുഞ്ഞിട്ടിയെ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ്. അതിനാൽ കുഞ്ഞിട്ടിക്ക് എന്നെ ഒരിക്കലും കാണുവാൻ വയ്യതും എനിക്ക് കുഞ്ഞിട്ടിയെ എല്ലായ്പ്പോഴും കാണുന്നതിനും വിരോധമില്ലാതെയും ഇരിക്കത്തക്കവണ്ണമുള്ള ഒരു കൗശലം ചെയ്യുന്നതിന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. എന്നിട്ട് കുറച്ചുറക്കെ ആരവിടെ എന്ന് കൽപ്പിച്ച് ചോദിക്കുകയും ഉടനെ 2 രാജഭടന്മാർ തിരുമുമ്പാകിൽ എത്തുകയും ചെയ്തു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് അവരോട്, നിങ്ങൾ കുഞ്ഞിട്ടിയുടെ കണ്ണ് രണ്ടും തുരന്നെടുത്ത് എൻ്റെ മുമ്പിൽ വെക്കണം, ക്ഷണത്തിലാവട്ടെ, ഒട്ടും താമസിക്കരുത് എന്നരുളി ചെയ്തു. അത് കേട്ട് കുഞ്ഞിട്ടി മേനോൻ വ്യസനസമേതം പലവിധത്തിൽ സങ്കടമറിയുകയും ക്ഷമായാചനം ചെയ്യുകയും ഉണ്ടായി. എങ്കിലും തിരുമനസ്സുകൊണ്ട് അതൊന്നും കൈക്കൊള്ളാകിയാൽ രാജഭൃത്യന്മാർ ഉടൻ തന്നെ കൽപ്പന നടത്തി. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് മേനോനോട്, കുഞ്ഞിട്ടിയോട് എനിക്ക് ഒട്ടും വിരോധമില്ല, ഇനിയും സുഖമായി ഇവിടെ തന്നെ താമസിച്ചുള്ളൂ, വേണ്ടതെല്ലാം ഞാൻ തന്നുകൊള്ളാം എന്നരുളി ചെയ്തു. വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഈ സംഗതികളെല്ലാം അറിഞ്ഞ് കുഞ്ഞിട്ടി മേനോനെ തിരുമുമ്പാകെ വരുത്തി, എന്താ കുഞ്ഞിട്ടി, ഉണ്ണി സാഹസം പ്രവർത്തിച്ചു അല്ലേ? ആട്ടെ, ഒട്ടും വ്യസനിക്കേണ്ട. കുഞ്ഞിട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യുന്നതിന് ഞാൻ ചട്ടം കെട്ടിക്കാം എന്നരുളി ചെയ്തു. ഇതിന് മറുപടിയായിട്ട് മേനോൻ, തിരുമേനികളെ കാണാതെ ജീവിച്ചിരിക്കുന്ന കാര്യം അടിയന് പരമസങ്കടമാണ്. അതിനാൽ അടിയന്റെ പേരിൽ തിരുവുള്ളമുണ്ടെങ്കിൽ ക്ഷണത്തിൽ അടിയന്റെ പ്രാണനെ കൽപ്പിച്ച് കളയിക്കണം. ഇതിലധികമായി അടിയന് മറ്റൊരാഗ്രഹവുമില്ല എന്ന് തിരുമനസ് അറിയിക്കുകയും വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് മേനോന്റെ ആഗ്രഹം പോലെ തന്നെ ഉടനെ അദ്ദേഹത്തെ വെടിവെപ്പിച്ച് കൊല്ലിക്കുകയും ചെയ്തു. ചില കാരണങ്ങളാൽ ശക്തൻ തമ്പുരാൻ തിരുമനസിലേക്ക് നൈത്യാരമ്മയുടെ പേരിൽ വിരസത ഭാവിക്കുകയാൽ കൽപ്പിച്ച് വേറൊരു സ്ഥലമുണ്ടാക്കി നൈത്യാരമ്മയെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. 965 ആണ്ട് കർക്കിടക മാസം 23-ാം തീയതി വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും അതിനു മുമ്പേ തന്നെ ഇളയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും തീവിട്ടു പോവുകയാൽ ശക്തൻ തമ്പുരാൻ തിരുമനസിലേക്ക് തിരുമുപ്പ് സിദ്ധിക്കുകയും അവിടെ നിന്ന് തൻ്റെ മാതുലന്മാരുടെ സംസ്കാരാദികളും തിരുവന്തളി അടിയന്തരവും യഥായോഗം ഭംഗിയായും കേമമായി നടത്തുകയും പള്ളിദീക്ഷ ആരംഭിക്കുകയും ചെയ്തു. രാജകാരങ്ങളിൽ സംബന്ധിച്ച് ചില പരിഷ്കാരങ്ങൾ ചെയ്യണമെന്നുള്ള വിചാരം ശക്തൻ തമ്പുരാൻ തിരുമനസിലേക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും തിരുമുപ്പ് സിദ്ധിക്കുന്നവരെ അതിനൊന്നും അവിടേക്കിടയില്ല. സിംഹാസനോഹരണാന്തരം അവിടുന്ന് കൽപ്പിച്ച ചില ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി. ആദ്യം തന്നെ രാജ്യാർഷാർത്ഥം തൃപ്പൂണിത്തറയും തൃശ്ശൂർ പേരൂറും ഓരോ കോട്ടയും കിടങ്ങും ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടുന്ന് ചെയ്തത്. തൃശ്ശൂർ പേരിൽ ഉണ്ടാക്കി അയച്ച വലിയ കോട്ടയുടെ മധ്യത്തിങ്കിലായി ഒരു കോവിലകം പണിയിപ്പിക്കുകയും അതിൻ്റെ ചുറ്റും ഒരു ചെറിയ കോട്ടോടുകൂടി കെട്ടിക്കുകയും ആ കോട്ടയുടെ ഉപരിഭാഗത്ത് ഒരു വലിയ കൊടിമരം നാട്ടിവെച്ച് കൊടി തൂക്കുകയും ചെയ്തു. വലിയ കോട്ടയുടെ ചുറ്റും കാവൽ നിൽക്കുന്നതിനായി ഏതാനും ഈഴവരെയും അവരുടെ തലവനായ ഒരു താണ്ഡവനെയും കൽപ്പിച്ചു നിയമിച്ചു. നായന്മാരുടെ സകല ഗ്രഹങ്ങളിൽ നിന്നും യൗവനയുക്തന്മാരായുള്ളവരിൽ നിന്ന് ഓരോരുത്തർ പട്ടാളത്തിൽ ചേർന്ന് കൊള്ളണമെന്ന് ഒരു കൽപ്പന പ്രസിദ്ധിപ്പിടിക്കുകയും അതനുസരിച്ച് ഏകദേശം 10,000-ഓളം നായന്മാർ പട്ടാളത്തിൽ ചേരുകയും അവരുടെ മേലാധികാരികളായി 4 കുമന്താധികളെയും അവരുടെ മേലാവിയായി പണിക്കര് വലിയ കപ്പിത്താൻ എന്നൊരു ഉദ്യോഗസ്ഥനെയും കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തു. ആ പണിക്കർ വലിയ കപ്പിത്താൻ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നുള്ളതുപോലെ ശക്തൻ തിരുമനസിലേക്ക് ചേർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ മനുഷ്യനെ പോലെ ശൂരതയും ധീരതയും പരാക്രമവും ഗാംഭീര്യമുള്ളവർ അക്കാലത്തില്ലെന്നല്ല, ഇക്കാലത്തും എങ്കുമുണ്ടെന്ന് തോന്നുന്നില്ല. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഗതാഗത സൗകര്യം, ശുചീകരണം മുതലായ വിഷയങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു. അവിടുന്ന് സ്വരാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചാര സൗകര്യത്തിനും വിസ്താരത്തിൽ വെട്ടുവഴികളും ഉണ്ടാക്കുകയും വഴികളുടെ ഇരുവശങ്ങളിലും ഛായാവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് ഏർപ്പാട് ചെയ്യുകയും വഴികളുടെ ഇരുവശങ്ങളിലുമുള്ള വസ്തുക്കളുടെ ഉടമസ്ഥർ അവരുടെ അതിർത്തി വരെയുള്ള വഴികൾ ദിവസവും അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് കൊള്ളണമെന്ന് കൽപ്പനയും കൊടുക്കുകയും അപ്രകാരമെല്ലാം ശരിയായി നടത്തിക്കുകയും ചെയ്തു. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട മുതൽ കിഴക്കേ കോട്ടവാതിൽക്ക വരെയുള്ള മാർഗത്തിലും 5 അരയാൽ വൃക്ഷങ്ങൾ അവിടുന്ന് നട്ടുപിടിപ്പിക്കുകയും അവയിൽ നിന്ന് ഒരില പോലും യാതൊരു വശാലും പൊട്ടിച്ചു പോകരുതെന്നും പ്രത്യേകം കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് തൻ്റെ മാതുലന്മാരുടെ പള്ളി ദീക്ഷ 1 വർഷം യഥാവധി ആചരിക്കുകയും തിരുമാസം അടിയന്തരം ഭംഗിയായും കേമമായും നിർവഹിക്കുകയും ചെയ്തതിനു ശേഷം സ്വകീയ പ്രിയ പുത്രിയുടെ താലികെട്ട് വെക്കുകയാൽ അത് ആഘോഷപൂർവ്വം നടത്തിക്കുകയും ചെയ്തു.
ആ കല്യാണം വകയായി ഏകദേശം 1,00,000 രൂപ കൽപ്പിച്ച് ചെലവ് ചെയ്തു. ഏറ്റവും കേമമായി നടപ്പപ്പെട്ട ആ അടിയന്തരത്തിൽ തൃശ്ശൂർപേരൂരുള്ള പ്രധാനപ്പെട്ട സകല നായക കുടുംബാംഗങ്ങളും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കരുമ്പേറ്റ ചുമ്മക്കുട്ടിയമ്മയും സന്നിഹിതയായിരുന്നു. സൗന്ദര്യം, സൗശീലത മുതലായ സകല സദ്ഗുണങ്ങളും പരിപൂർണമായിട്ടുള്ളവളായിരുന്നു ആ തരുണീമണി. അവളെ തിരുമനസ്സുകൊണ്ട് നൈത്യാരമ്മയ്ക്കായി സ്വീകരിക്കുകയും ചെയ്തു. അന്നത്തെ ഇളയ തമ്പുരാൻ തിരുമനസ്സിലെ വകയായി 4-5 ആടുകളുണ്ടായിരുന്നു. അവയ്ക്ക് തിന്നുവാൻ കൊടുക്കുന്നതിനായി ഇളയ തമ്പുരാൻ തിരുമനസ്സിലൂടെ താമസിച്ചിരുന്ന ചെറുമ്പറത്ത് കുഞ്ഞികൃഷ്ണമേനോൻ കിഴക്കനടയിൽ ശക്തൻ തമ്പുരാൻ തിരുമനസിന്റെ കൽപ്പന പ്രകാരം വെച്ചുപിടിച്ചിരുന്ന അരയാൽ വൃക്ഷങ്ങളിൽ നിന്ന് കുറേ ഇല പറിച്ചെടുത്തു. ഈ കുഞ്ഞികൃഷ്ണമേനോൻ ഇളയ തമ്പുരാൻ തിരുമനസിലെ സേവകനും ഇഷ്ടനും വിശ്വസ്തനും കുഞ്ഞിട്ട മേനവന്റെ അനന്തരവുമായിരുന്നു. എങ്കിലും അരയാൽ വൃക്ഷങ്ങളിൽ നിന്ന് ഇല പറിച്ചെന്നെടുത്തെന്നുള്ള വർത്തമാനം കേട്ട ക്ഷണത്തിൽ ശക്തൻ തമ്പുരാൻ തിരുമനസ് കൊണ്ട് അയാളെ പിടിപ്പിച്ചു വരുത്തി. കുടമയ്ക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് വാളെടുത്ത് അയാളുടെ കഴുത്തു വെട്ടുവാൻ ഭാവിച്ചു. ആ സമയം ഇളയ തമ്പുരാൻ തിരുമനസ് കൊണ്ട് അവിടെ ഓടിയെത്തുകയും എന്നെ കൊന്നിട്ട് കുഞ്ഞികൃഷ്ണനെ കൊന്നുകൊള്ളൂ എന്നരുളി ചെയ്തതുകൊണ്ട് ശക്തൻ തിരുമനസിന്റെ അരയ്ക്ക് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഉടനെ ശക്തൻ തിരുമനസ് ഇവന്റെ കാലത്താണ് ഈ രാജ്യം അന്യാധീനപ്പെട്ടു പോകുന്നത് എന്നരുളി ചെയ്തിട്ട് വാൾ നിലത്ത് വലിച്ചെറിയുകയും നീ എന്റെ മുമ്പിൽ കാണരുത് എന്ന് കൽപ്പിച്ച് കുഞ്ഞികൃഷ്ണ മേനവനെ വിട്ടയക്കുകയും ഇളയ തമ്പുരാൻ തിരുമനസിനെ കൊണ്ട് അയാളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. തൃശ്ശൂർ പേരുള്ള സകല നായ സ്ത്രീകളും പ്രതിദിനം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം കഴിച്ചു പോകുക എന്നുള്ളത് പണ്ടേയുള്ള ഒരു പതിവാണ്. വലിയ കോട്ടയ്ക്ക് പുറത്ത് താമസിച്ചിരുന്ന ഒരു നായർ സ്ത്രീയും ആ പതിവനുസരിച്ച് ദിവസം പ്രതി വടക്കുന്നാഥ ദർശനം നടത്തി പോന്നിരുന്നു. കൽപ്പന പ്രകാരം കോട്ടയ്ക്ക് കാവലായി നിർത്തപ്പെട്ടിരുന്ന ഈഴവരുടെ തലവനായ താണ്ടാൻ സർവാംഗ സുന്ദരിയും യൗവനയുക്തയുമായ ഈ സ്ത്രീയെ ഒരു ദിവസം കാണുന്നതിനിടയായി. ആ സ്ത്രീരത്നത്തിന്റെ ദർശന മാത്രയിൽ തന്നെ താണ്ടാർ പരവശനായി തീരുകയും ആ വിധത്തിൽ കുറച്ചു ദിവസം വളരെ പണിപ്പെട്ട് കഴിച്ചുകൂട്ടിയതിന് ശേഷം അവൻ തന്റെ അഭിലാഷത്തെ ആ തരുണീമണിയെ ധരിപ്പിക്കുകയും ചെയ്തു. വ്യാജ വിജ്ജ മാർഗമുഖേ ലോകേയേഷു കാമീജനം എന്നുണ്ടല്ലോ. താണ്ടാൻ ശക്തൻ വലിയ തമ്പുരാന്റെ തിരുമനസിന്റെ ഇഷ്ടനും പ്രബലനുമായിരുന്നതിനാൽ അവന്റെ ഇഷ്ടത്തെ അനുസരിക്കാതെയിരുന്നാൽ അവൻ ആപത്തുവെല്ലാം വരാതിരിക്കുകയില്ലോ എന്നോർത്ത് ആ ഉള്ള ഭയവും സ്വവിചാര വിരുദ്ധമായ ആകൃത്യം പ്രവർത്തിക്കുന്നതിനുള്ള സങ്കടവും നിമിത്തം ആ അബല അത്യന്തം പരവശയായി തീർന്നു. എങ്കിലും ബുദ്ധിശാലിനിയായ യുവതി തന്റെ പാരാവശ്യം പുറത്തു കാണിക്കാതെയും അവനെ വെറുപ്പിക്കാതെയും തൽക്കാലം ചില ഒഴിവുകഴിവുകൾ പറഞ്ഞു പിരിഞ്ഞുപോയി. താണ്ടാന്റെ നിർബന്ധം പിന്നെയും ക്രമേണ വർദ്ധിച്ചു തുടങ്ങി. അതിൽ നിന്ന് ആ മാനസ്വിനി ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞ് കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം താണ്ടാൻ ഈ സ്ത്രീ കോട്ടയ്ക്കകത്തേക്ക് പോകുന്ന സമയമറിഞ്ഞ് കോട്ടവാതിക്കലെത്തി കാത്തുനിന്നു. സ്ത്രീ അടുത്ത് ചെന്നപ്പോൾ താണ്ടാൻ, എന്താ ഇങ്ങനെ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു തന്നെ കഴിച്ചു കൂട്ടാമെന്നാണോ വിചാരിക്കുന്നത്? ഇത് നല്ല പന്തിയാകുമെന്ന് തോന്നുന്നില്ല. വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്റെ കയ്യിലാണെന്ന് നല്ലവണ്ണം ഓർമ്മ വേണം. ആളറിയാതെയാണ് കളിക്കുന്നത്. ഇന്ന് തിരികെ വരുമ്പോൾ തീർച്ചയായും പറയണം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ഫലം അനുഭവം കണ്ടറിയാം. ഇത്രയും പറഞ്ഞു. ആ സ്ത്രീ ഇത് കേട്ടിട്ട് ഒന്നും ഉത്തരം പറയാതെ അകത്തേക്ക് കടന്നുപോയി. എന്റെ വടക്കുനാഥ, ഈ ആപത്തിൽ നിന്നൊഴിയുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരണേ. ഞാൻ പതിവായി ഭഗവത് ദർശനം നടത്തുന്നതിന്റെ ഫലം എനിക്കിങ്ങനെയാണല്ലോ വന്നു ചേർന്നത് എന്നിങ്ങനെ ഓരോന്ന് വിചാരിക്കുകയും പതുക്കെ പറയുകയും ചെയ്തുകൊണ്ട് ആ സ്വാധി വ്യസനത്തോടുകൂടി പോവുകയും കുളിയും ദേവദർശനവും കഴിക്കുകയും വീണ്ടും വിചാരമഗ്നയായി തീരുകയും ചെയ്തു. ഈശ്വര, എന്താണ് ചെയ്യേണ്ടത്? കോട്ടവാതുക്കൽ ചെല്ലുമ്പോൾ ആ ദുഷ്ടനോട് എന്താണ് പറയേണ്ടത്? ഈ ഒഴിവുകഴിവുകൾ പറഞ്ഞാൽ അവൻ സമ്മതിക്കുകയെന്ന് തോന്നുന്നില്ല. ഒരു നിവൃത്തിയും ഇല്ലാതായല്ലോ. ഏതെങ്കിലും ഈ ധർമ്മസങ്കടം വലിയ തമ്പുരാൻ തിരുമനസിനെ തിരുമുമ്പാകെ എന്ന് അറിയിച്ചു നോക്കാം. താണ്ടാൻ അടുത്ത ഇഷ്ടനായിരുന്ന സ്ഥിതിക്ക് കൽപ്പനയുണ്ടാകുന്നത് ഏത് പ്രകാരമായിരിക്കുമോ എന്തോ. എന്തെങ്കിലും ആവട്ടെ. നിവേദ്യ രക്ഷ ജനനാ ദുഃഖം തരപ്പസ്പത്ത പ്രഭം പ്രമാണം എന്നുണ്ടല്ലോ. അതിനാൽ പറയാനുള്ളത് പറയേണ്ടുന്ന സ്ഥലത്ത് പറയുക, പിന്നെ വിധി പോലെ അനുഭവിക്കുക. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണല്ലോ രാജധർമ്മം. തിരുമനസ്സുകൊണ്ട് നീതിമാനാണെന്നതിനുള്ളതിൽ സംശയമില്ല. അവിടേക്കും സ്വരാജ്യത്ത് ഈ അനീതി നടക്കുന്നതിന് സമ്മതമാണെങ്കിൽ ഇതിൻ്റെ കർമ്മഫലമാണെന്ന് തീർച്ചയാക്കാം. അവിടുന്ന് ഇപ്പോൾ ഇവിടെ എഴുന്നള്ളി താമസിക്കുന്ന സ്ഥിതിക്ക് ഇതറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. ഏതായാലും ഒന്ന് അറിയിച്ചു നോക്കുക തന്നെ എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് ആ സ്ത്രീ കോവിലകത്ത് മുറ്റത്ത് ചെന്ന വിഷാദത്തോടുകൂടി അങ്ങനെ നിന്നു. ആകസ്മാൽ ആ സ്ത്രീ അവിടെ ചെന്ന് നിന്നത് കണ്ടിട്ട് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചൊരാളെ അയച്ച് ചോദിപ്പിക്കുകയും ഒരു സങ്കട തിരുമനസ്സിനെ അറിയിക്കുവാനാണ് എന്ന് ആ സ്ത്രീ മറുപടി പറയുകയും ചെയ്തു. ഉടനെ തിരുമനസ്സുകൊണ്ട് ആ അബലയെ തിരുമുമ്പാകെ വരുത്തി സങ്കടം എന്താണ് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. സ്ത്രീ സംഗതികളെല്ലാം വിവരമായി തിരുമനസ്സെ അറിയിച്ചു.
തിരുമനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ടതാണ്, അതിലെന്താ വിരോധം? സ്ത്രീ മറുപടി പറഞ്ഞു. ഇങ്ങനെ കൽപ്പനയാകുന്നത് സങ്കടമാണ്. തിരുമനസ്സു പറഞ്ഞു. ഇതിൽ സങ്കടപ്പെടുവാൻ എന്താണുള്ളത്? ഒന്നുമില്ല. കാര്യം ഇന്ന് തന്നെ നടക്കട്ടെ. ജനസഞ്ചാരം നിന്നിട്ട് അവൻ അവിടെ വന്നാൽ മതി. 10 നാഴിക രാച്ചെന്നതിന് ശേഷം അവൻ അവിടെ എത്തിക്കൊള്ളുന്നതിന് പറഞ്ഞേക്കണം. ആട്ടെ, പൊയ്ക്കോ. ഇനി ഇവിടെ നിന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നാം കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഈ കൽപ്പന കേട്ട ആ സ്ത്രീ അത്യന്തം വ്യസനാക്രാന്തയായി കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും സിംഹത്തിന്റെ അടുക്കൽ മാൻപേട കണ്ടെന്ന പോലെ വിറച്ചുകൊണ്ട് താണ്ടാന്റെ അടുക്കൽ എത്തുകയും ചെയ്തു. അപ്പോൾ താണ്ടാൻ എന്താ നിശ്ചയിച്ചത്? തീർച്ച പറയണമെന്ന് പറയുകയും ആ സ്ത്രീ തിരുമനസിന്റെ കൽപ്പന പ്രകാരമെല്ലാം സമ്മതിച്ച് പറഞ്ഞിട്ട് സ്വഗൃഹത്തിലേക്ക് പോവുകയും അവിടെ എത്തിയതിന്റെ ശേഷവും വ്യസനം നിമിത്തം ജലപാലനം പോലും കഴിയാതെ ആപന്നി വരാനാർത്ഥം ഭക്തിപൂർവ്വം ഈശ്വരനെ തന്നെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ സുന്ദരി സമ്മതിച്ച് പറഞ്ഞതുകൊണ്ട് തണ്ടാൻ സന്തോഷസാഗര വീചികളിൽ മുഴുകി നീന്തി തുടിച്ചുകൊണ്ട് തന്റെ വാസസ്ഥലത്തെത്തി പകലിന്റെ ദുസ്സഹമായ ദൈർഘ്യത്തെ ശപിച്ചുകൊണ്ടേയിരുന്നു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് യഥാകാലം നിത്യകർമാനുഷ്ഠാനിതകളും ആത്താഴം അമൃതവും കഴിച്ചതിന് ശേഷം വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വഴുത്തി ഇന്ന് ചില നേരം പോക്കുകളും ഒരു ദീപക്കാഴ്ചകളും ഒക്കെ വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറെ എണ്ണയും തിരിച്ചെണ്ണയും 4-5 പന്തവും കൊണ്ട് ചില പട്ടാളക്കാരോടും കൂടി 10 മണി കഴിയുമ്പോഴേക്ക് എത്തണമെന്നും പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ പോകുന്നതെന്ന് അരുളി ചെയ്ത് കപ്പിത്താനെ അയച്ചിട്ട് 2-3 ഭൃത്യന്മാരോടും കൂടി പുറത്തേക്ക് എഴുന്നള്ളു. ആ സ്ത്രീയുടെ വീടിനരികത്തി ഒരു ഗൂഢസ്ഥലത്ത് ഭീമസേനൻ കീചകന്റെ വരവിനെ കാത്തു നിർത്താകാരതി എന്ന പോലെ താണ്ടാന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തണ്ടാൻ അത്തർ, പുഴു, കളഭം, കസ്തൂരി, പനിനീർ മുതലായ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം സുരവില സുഗമങ്ങളാലും വിശേഷിപ്പിക്കേണ്ട വസ്ത്രങ്ങളാലും മറ്റും അലങ്കൃതരായശരായി. തന്നാൽ ആഗ്രഹിക്കപ്പെട്ട യുവതിയാലും ചേതോവഞ്ചകനായ പഞ്ചബാണനാലും അധർമ്മിഷ്ട ധർമ്മഭേദിയായ ധർമ്മരാജാവിനാലും നിർദ്ദിഷ്ടമായ സങ്കേത സ്ഥലത്തേക്ക് ഈശ്വരവിധിയാൽ എത്തപ്പെട്ടു. തണ്ടാൻ ആ സ്ത്രീയുടെ വീടിന്റെ പടിക്കകത്തേക്ക് കടന്നപ്പോൾ ആസന്ന മരണത്തിന്റെ പിന്നാലെ അന്ധകൻ എന്ന പോലെ തിരുമനസ്സുകൊണ്ട് ഗൂഢമായിട്ട് കടന്നു. തണ്ടാൻ വീടിനകത്തേക്ക് കടക്കുവാനായി ഭാവിച്ചപ്പോൾ തിരുമനസ്സ് കൊണ്ടുകിടന്ന് അവന്റെ കുടമ്പയ്ക്ക് ചുറ്റിപ്പിടിക്കുകയും അങ്ങോട്ടല്ല ഇങ്ങോട്ട് എന്ന് അരുളി ചെയ്തുകൊണ്ട് പിന്നാക്കം ഒരു വലിവലിക്കുകയും അതോടുകൂടി തണ്ടാൻ നിലത്ത് പതിക്കുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് തണ്ടാനെ അവിടെയിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ആരവിടെ സാമാനങ്ങളൊക്കെ കൊണ്ടുവരട്ടെ, പന്തം കൊളുത്തട്ടെ, ഇവന്റെ ദേഹം മുഴുവനും തിരുത്തണി ചുറ്റട്ടെ, എന്ന് എണ്ണ ഒഴിച്ച് നനയ്ക്കട്ടെ, തീ കൊളുത്തട്ടെ, ഇവന്റെ ആർത്തനാദം പുറത്ത് കേൾക്കാതിരിക്കത്തക്കവണ്ണം ഭേരി കൊട്ടി ആഘോഷിക്കട്ടെ എന്നിങ്ങനെ അരുളി ചെയ്തു. അതിന്റെ ക്ഷണത്തിൽ സകല സാധനങ്ങളും കൊണ്ട് നടത്തുകയും തണ്ടാന്റെ ശരീരം മാത്ര നേരം കൊണ്ട് ഭസ്മാവിശേഷമായി തീരുകയും തിരുമനസ്സുകൊണ്ട് അപ്പോൾ തന്നെ കോവിലകത്തേക്ക് എഴുന്നള്ളുകയും കപ്പിത്താൻ മുതലായവരെയും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒരിക്കൽ എറണാകുളത്ത് എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് 2-3 നമ്പൂരിമാർ തൃശ്ശൂർ ബേറൂർക്കായി പുറപ്പെട്ടു. അവർ എറണാകുളത്തേക്ക് വഞ്ചി കയറി കരുപ്പടനെ ഇറങ്ങി. അവർ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 2 നാഴിക പകലുണ്ടായിരുന്നു. അതിനാൽ അത്താഴത്തിന് വെള്ളങ്കാരലോ മറ്റോ വലിയെടുത്താമെന്ന് വെച്ച് അവർ അത് വിചാരിച്ച് അവിടെ നിന്ന് കാൽനടയായി പുറപ്പെട്ടു. കുറച്ച് നടന്നതിന് ശേഷം അവർ മാർഗമെത്തിയ ഒരു സ്ഥലത്ത് മുറുകുവാനായിട്ടിരുന്നു. അപ്പോഴേക്കും നേരം ഏകദേശം സന്ധ്യയായി തുടങ്ങിയിരുന്നു. അവർ വെറ്റില മുറുക്ക് കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ 2 ജോനക മാപ്പിളമാർ അവിടെ എത്തി. അവർ ആ നമ്പൂരിമാരോട്, നമ്പൂരീശന്മാർ എങ്ങോട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്? ആ സമയത്ത് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് സ്വയമില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്പൂരിമാർ, ഇപ്പോൾ ശക്തൻ തിരുമനസിന്റെ കാലമല്ലേ, ഇക്കാലത്ത് ആരെ ഭയപ്പെടണം? ഇപ്പോൾ ആർക്കും എവിടെയും ഏതു സമയത്തും നിർഭയമായി സഞ്ചരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് മാപ്പിളമാർ, ശക്തൻ രാജാവിന്റെ ശക്തി കരുപ്പടനയ്ക്ക് വടക്കോട്ട് ഭരിക്കുകയില്ല. ഇവിടെ ഞങ്ങളുടെ ശക്തിയെ നടക്കുകയുള്ളൂ. സംശയമുണ്ടെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇങ്ങോട്ട് തന്നേക്കുക. തന്നില്ലെങ്കിൽ കുത്തി കമിഴ്ത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് അരയിൽ തിരികെയിരുന്ന ഉറയിൽ കൂടി കത്തി ഊരിയെടുത്തു. അത് കണ്ട് നമ്പൂരിമാർ ഭയപ്പെട്ട് അവിടെ കയ്യിലുണ്ടായിരുന്ന മോതിരങ്ങളും പണമടിശീലകളും മാപ്പിളമാരുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് മാപ്പിളമാർ അവിടെ എത്തിയതുകൊണ്ട് അവരുടെ വഴിക്ക് പോയി. നമ്പൂരിമാർ തിരികെ കരിപ്പൂടി ചെന്ന് വെജ്ജ് കയറി എറണാകുളത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്പൂരിമാർ എറണാകുളത്തെത്തി. ശക്തൻ തിരുമനസ്സാഗരം മുമ്പായി ചെന്ന് തലേ ദിവസം വഴിക്ക് വെച്ചുണ്ടായ സംഗതികളെല്ലാം വിവരമായി അറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് വലിയ കപ്പിത്താനെ വിളിച്ച് മുമ്പാകെ വരുത്തി. ഈ നമ്പൂരിമാരുടെ പണവും പണ്ടങ്ങളും തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോയ കള്ളന്മാരെ പിടിച്ച് കളവ് മുതലോടുകൂടി നാളെ രാവിലെ ഇവിടെ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ കരുപ്പടനയ്ക്ക് പുറപ്പെട്ടുകൊള്ളൂ എന്ന് അരുളി ചെയ്തു. കൽപ്പന കേട്ട മാത്രയിൽ തന്നെ വലിയ കപ്പിത്താൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അന്ന് തന്നെ കരുപ്പടനെത്തി. കൗശലത്തിൽ അന്വേഷിച്ചറിഞ്ഞ ആ കള്ളന്മാരെ പിടിച്ചുകൂടി അവരുടെ കൈക്ക് വിലങ്ങി വെക്കുകയും കളവ് മുതലൊക്കെ കടുപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അവരെ തിരുമനസ്സാകെ കൊണ്ടുചെല്ലുകയും ചെയ്തു.
ഉടനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആ നമ്പൂരിമാരെ തിരുവുമ്പാകെ വരുത്തി ആ മാപ്പിളമാരെയും കളവുമുതലുകളും കാണിച്ചിട്ട് ഇവർ തന്നെയാണോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അത് കണ്ട് നമ്പൂരിമാർ സൂക്ഷിച്ചു നോക്കിയിട്ട് ആ മാപ്പിളമാർ ഇവർ തന്നെയാണെന്ന് മനസ്സിലായി. മോതിരങ്ങളും മടിശീലകളും ഇവർ തന്നെ, സംശയമില്ല എന്ന് പറയുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് ആ മോതിരങ്ങളും പണമടിശീലകളും നമ്പൂരിമാർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും ഇനി എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ലേശം പോലും ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത് അയക്കുകയും ആ കള്ളന്മാരെ മനക്കൽ തന്നെ കൊണ്ടുപോകുന്നതിന് വലിയ കപ്പിത്താന് കലപ്പ് കൊടുക്കുകയും ചെയ്തു. വലിയ കപ്പിത്താൻ ഉടനെ തന്നെ ആ മാപ്പിളമാരെ വഞ്ചികളിൽ കയറ്റിക്കൊണ്ടുപോയി കപ്പൽച്ചാലിൽ കെട്ടിത്താഴ്ത്തുകയും ചെയ്തു. ശക്തൻ വലിയ തമ്പുരാൻ തിരുമനസിലെ കൂടെ താമസിച്ചു വന്നവരിൽ അവിടുത്തെ പ്രീതിക്ക് പ്രത്യേകം പാത്രീഭവിച്ചിരുന്നത് കോട്ടപ്പുറത്ത് കുഞ്ഞൻ തിരുമൽപ്പാടെന്നും മാളികയ്ക്കൽ വലിയ യജമാനൻ എന്നും 2 പേരായിരുന്നു. വലിയ യജമാനന് ആഭിജാത്യം സ്വല്പം കുറവായതിനാൽ കിരയം ഇല്ലം മുതലായ ഉയർന്നതരം നായന്മാർ അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ പോയി ഭക്ഷണം കഴിക്കുകയും മറ്റും പതിവില്ലായിരുന്നു. അതിനിമിത്തം യജമാനന്മാർ വളരെ കുണ്ഠിതനായിരുന്നു. ആ വിവരം തിരുമനസ്സുകൊണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കുന്ന കാലത്ത് യജമാനന്റെ വീട്ടിൽ ഒരു താലികെട്ട് കല്യാണമുണ്ടായി. ആ അടിയന്തരത്തിന് ആ ദേശത്തുള്ള സകല നായന്മാരും അവരുടെ സ്ത്രീകളും യജമാനന്റെ വീട്ടിൽ ചെന്ന് അടിയന്തരം വേണ്ടതുപോലെ നടത്തുകയാണെന്നുമെന്നു കൽപ്പന കൊടുക്കുകയും കൽപ്പന പ്രകാരം എല്ലാവരും പോവുകയും മുഹൂർത്ത സമയമായപ്പോൾ തിരുമനസ്സുകൊണ്ട് അവിടെ എഴുന്നള്ളുകയും ചെയ്തു. താലുകെട്ട് കഴിഞ്ഞ ഉടനെ സദ്യയ്ക്ക് ഇലവയ്ക്കുവാൻ കൽപ്പനയായി. ഇലവെച്ച സകല വിഭവങ്ങളും വിളങ്ങിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഭക്ഷണത്തിനിരിക്കുവാൻ കൽപ്പിച്ചു. എല്ലാവരും ഇരുന്നയുടനെ തിരുമനസ്സുകൊണ്ട് തന്നെ 2-3 ഇലയ്ക്ക് ചോറ് വിളമ്പുകയും ശേഷമിലകളിലെല്ലാം യജമാനെ കൊണ്ട് ചോറ് വിളമ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഉണ്ടു തുടങ്ങാതെ എല്ലാവരും സംശയിച്ചിരുന്നു. അത് കണ്ടിട്ട് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, എല്ലാവർക്കും ഊണ് കഴിക്കാം, മാളിയേക്കാൻ ഇന്നു മുതൽ നല്ല നായരായിരിക്കും. ഇത്രയും അരുളി ചെയ്തിട്ട് വാളും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ എഴുന്നള്ളി നിന്നു. തിരുമനസിനെ കുറിച്ചുള്ള ഭയം നിമിത്തം സ്ത്രീകളും പുരുഷന്മാരും ആബലാവൃദ്ധം എല്ലാവരും ഭക്ഷണം കഴിച്ചു. അനന്തരം നല്ല നായന്മാരായിട്ടുള്ള 4 വീട്ടുകാരെ മാളിയേക്കൽ യജമാനന്റെ ഇണങ്ങക്കാരായി കൽപ്പിക്കുകയും ഇന്നു മുതൽ നായന്മാരെല്ലാവരും മാളിയേക്കനെ നല്ല നായരായി ഗണിച്ചുകൊള്ളണമെന്ന് അരുളി ചെയ്യുകയും അത് ചെയ്തിട്ട് തിരുമനസ്സുകൊണ്ട് കോവിലകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ആ കൽപ്പന പോലെ തന്നെ ഇന്നും നടന്നു വരുന്നു. വലിയ യജമാനൻ ആ യജമാന സ്ഥാനം ശക്തൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നതില്ലല്ലോ. അതുകൂടാതെ അദ്ദേഹത്തിന് നേടിയകൂട, ചങ്ങല, വട്ടക മുതലായ പദവികളും തറവാട്ടേക്ക് മേനവസ്ഥാനവും കൂടി കൽപ്പിച്ചു കൊടുത്തു. മാളിയേക്കൽ വലിയ യജമാനന്റെ വീട് തൃപ്പൂണിത്തറയ്ക്ക് സമീപം ഏറവൂർ എന്ന ദേശത്താണ്. മാളിയേക്കൽ വലിയ യജമാനന്റെ പേരിൽ ശക്തൻ തിരുമനസിലേക്ക് വളരെ കരുണയും വാത്സല്യവും ഉണ്ടായിരുന്നുവെങ്കിലും അവിടുന്ന് യജമാനന് അധീനനായിരുന്നുവെന്ന് ആരും വിചാരിച്ചു പോകരുത്. തിരുമനസിലെ ഇഷ്ടം പോലെ തന്നെ യജമാനന്റെ ഇഷ്ടം പോലെ അവിടത്തേക്ക് ഒരു കാര്യവും കൽപ്പിച്ച് ചെയ്തിരുന്നില്ല. ഒരിക്കൽ ധനവാനായ ഒരു ഈഴവൻ നിസാരമായൊരു കുറ്റം, അതായത് ഒരു നമ്പൂരിയെ തീണ്ടുകയോ മറ്റോ ചെയ്തതിന് അവനെ പിടിച്ച് തടവിൽ വെക്കുകയും തിരുമനസ്സുകൊണ്ട് കൽപ്പന കൊടുത്തു. ഈഴവനെ കൽപ്പന പ്രകാരം പിടിച്ച് തടവിൽ വെച്ചയുടനെ അവന്റെ ബന്ധുക്കൾ ചെന്ന് കുറെ പണം കാഴ്ചവെച്ചു. വലിയ യജമാനെ കണ്ട് സങ്കടം പറയുകയും ഏതു വിധവും അവനെ തടവിൽ നിന്ന് വിടുവിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്തു. ആകട്ടെ വല്ലതും കൗശലം ഉണ്ടാക്കാനുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് യജമാനൻ ആ കാഴ്ചദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് അവരെ അയച്ചു. ഈ സംഗതി തിരുമനസ്സുകൊണ്ട് എങ്ങനെയോ അറിയുവാനിടയാകുകയും വലിയ കപ്പിത്താനെ തിരുവൻപാകെ വരുത്തുകയും ചെയ്തു. തടവിലാക്കിയിരിക്കുന്ന ഈ ഈഴവനെ നാളെ മാളിയേക്കൻ എന്റെ അടുക്കൽ വരുന്ന സമയം വെടിവെച്ച് കൊന്നേക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ വലിയ യജമാനൻ പിറ്റേ ദിവസം രാവിലെ തിരുവൻപോയബിലെത്തി. ആ ഈഴവനെ തടവിൽ നിന്ന് വിടുവിക്കേണ്ടുന്ന കാര്യത്തെപ്പറ്റി തിരുമനസ്സനെ കൊണ്ട് അറിയിക്കുവാൻ ചെന്നപ്പോൾ ഒരു വെടിയുടെ ശബ്ദം കേട്ടിട്ട് തിരുമനസ്സുകൊണ്ട് അവിടെ പാറാവ് നിന്നിരുന്ന ശിപ്പായിയോട് എന്താണ് ആ കേട്ടത് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഉടനെ ശിപ്പായി ഇന്നലെ കൽപ്പന പ്രകാരം തടവിലായിരിക്കുന്ന ഈഴവനെ വലിയ കപ്പിത്താൻ യജമാനൻ വെടിവെച്ചു കൊന്നു. ആ വെടിയുടെ ശബ്ദമാണ് എന്ന് തിരുമനസ് അറിയിച്ചു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് ഓ ശരി തന്നെ, അവനെ ഇന്ന് രാവിലെ വെടിവെച്ച് കൊല്ലുന്നതിന് നാം ഇന്നലെ തന്നെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ വിട്ടയക്കണമെന്ന് മാളിയേക്കൽ അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ എന്നോട് പറയാമായിരുന്നില്ലേ, എന്നാൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇനി അത് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അത് കേട്ട് വലിയ യജമാനൻ ഏറ്റവും കുണ്ഠിതത്തോടുകൂടി തിരുമുമ്പിൽ നിന്ന് പോവുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് സേവകന്മാരുടെ ഇഷ്ടപ്രകാരം യാതൊന്നും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതിലേക്ക് ദൃഷ്ടാന്തമായി ഇങ്ങനെ പല സംഗതികളും പറയാനുണ്ട്. വിസ്തര ഭയത്താൽ അവയൊന്നും ഇവിടെ വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തൻ തമ്പുരാൻ തിരുമനസിലേക്ക് ചിറ്റമ്മയുടെ പുത്രിമാരായിട്ടുണ്ടായിരുന്ന സഹോദരന്മാർ
രണ്ടുപേരും, അതായത് ഇളയ തമ്പുരാനും വീരകേരള മൂന്നാം കേർ തമ്പുരാനും ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർക്ക് വേദാന്ത ശാസ്ത്രം കൂടി ഗ്രഹിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം ജനിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നതിന് വേദാന്തികളായ പല മലയാള ബ്രാഹ്മണരെയും ആവശ്യപ്പെട്ടതിൽ വേദാന്തം ക്ഷത്രിയർക്ക് അർഹമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞതല്ലാതെ ആരും പഠിപ്പിച്ചില്ല. അതിനാൽ ആ തമ്പുരാക്കർ തൃശ്ശൂർ പേരൂർ എഴുന്നള്ളി താമസിച്ച് കണ്ട് തുളു എംബ്രാന്മാരുടെ സ്വാമിമാരായ ഒരു ദേവാന്തിയെ അവിടെ വരുത്തി താമസിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ വേദാന്ത ശാസ്ത്രം പഠിച്ചു തുടങ്ങുകയും അതോടുകൂടി വിഷ്ണുമുദ്ര ധരിക്കുകയും വിഗ്രഹാരാധന മുതലായവ ചില കർമ്മങ്ങൾ ആചരിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതുമാത്രമല്ല, ആ തമ്പുരാക്കന്മാർക്ക് ക്രമേണ വിഷ്ണുമതത്തിൽ പ്രതിപത്തി വർദ്ധിച്ചു വരികയാൽ തുളു എംബ്രാന്മാരുടെ ആചാര നടപടികളെ അവർ മിക്കവാറും സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ ആയതിനു ശേഷം ആ തമ്പുരാക്കന്മാരെ പഠിപ്പിക്കുന്നതിന് തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ തൃശ്ശൂർ പേരൂരിൽ താമസിച്ചിട്ട് ആ സ്വാമിയാർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി താമസിച്ചിരുന്ന തൃപ്പൂണിത്തറയിലായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരന്മാർ വേദാന്ത ശാസ്ത്രം പഠിച്ചു തുടങ്ങുകയും വിഷ്ണുമുദ്ര ധരിക്കുകയും വിഗ്രഹാരാധന മുതലായ ചില കർമ്മങ്ങൾ ആചരിച്ചു തുടങ്ങുകയും തുളു എംബ്രാന്മാരുടെ ആചാര നടപടികളെ മിക്കവാറും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നതായി അവിടേക്ക് അറിവ് കിട്ടി. ആ സഹോദരന്മാരുടെ പ്രവൃത്തികളിൽ തിരുമനസ്സിലേക്ക് ഒട്ടും രസിച്ചില്ല. എങ്കിലും താൻ അവർക്ക് വിരോധമായി വല്ലതും പ്രവർത്തിച്ചാൽ ചിറ്റമ്മയ്ക്ക് മനസ്താപം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് തൽക്കാലം അവിടെ നിന്നൊന്നും ചെയ്തില്ല. അങ്ങനെയിരിക്കുന്ന കാലത്ത് ഇളയ തമ്പുരാനും വീരകേള തമ്പിളാനും കൂടി തങ്ങൾക്ക് ചെലവിനനുവദിച്ചിരിക്കുന്ന സംഖ്യ ഒട്ടും മതിയാകുന്നില്ലെന്നും അതിനാൽ കുറച്ച് കൂട്ടിക്കൊടുക്കണമെന്നും ശക്തൻ വലിയ തമ്പുരാൻ തിരുമനസ്സിലെ അടുക്കിലേക്ക് ഉപേക്ഷ അയച്ചു. അതിന് ശക്തൻ തിരുമനസ്സുകൊണ്ട് ക്രമപ്രകാരമുള്ള ചെലവിനിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ കൊണ്ട് മതിയാകും, സ്വകീയചാര വിരുദ്ധങ്ങളായ നടപടികൾക്കായി കൂടുതൽ സംഖ്യ അനുവദിക്കുന്നതല്ല എന്ന് മറുപടി കൊടുത്തു. ഈ മറുപടി ആ അനുജന്മാർ തമ്പുരാന്മാർക്ക് ഒട്ടും രസിച്ചില്ലെന്ന് മാത്രമല്ല, അന്നു മുതൽ അവർക്ക് ശക്തൻ തിരുമനസ്സിലെ പേരിൽ വൈരുദ്ധ്യം വർദ്ധിച്ചു വരികയും ചെയ്തു. അതിനാൽ ആ തമ്പുരാക്കന്മാർ ശക്തൻ തിരുമനസിന്റെ നടപടി ദോഷങ്ങളെ സവിസ്തരം വിവരിച്ച് ഒരെഴുത്തെഴുതി അക്കാലത്ത് ഇംഗ്ലീഷുകാരുടെ പ്രതിനിധിയായ റെസിഡന്റായി വന്ന് താമസിച്ചിരുന്ന മെക്ലാസ് സാഹിബിന് പേർക്കയച്ചു. സാഹിബ് ആ എഴുത്ത് ശക്തൻ തിരുമനസ്സെ കൊണ്ട് കാണുന്നതിനായി അവിടത്തേക്ക് അയച്ചു. ആ എഴുത്ത് കണ്ടപ്പോൾ ശക്തൻ തിരുമനസ്സിലേക്കുണ്ടായ കോപം അതിദുസ്സഹമായിരുന്നു. എഴുത്ത് കണ്ട ക്ഷണത്തിൽ തിരുമനസ്സുകൊണ്ട് ആ എഴുത്തുകൊണ്ട് ചിറ്റത്തമ്പുരാട്ടിയുടെ തിരുമുമ്പാകെ എഴുന്നള്ളി. അപ്പോൾ തമ്പുരാട്ടി കുഞ്ഞിപ്പിള്ള ഈ മധ്യാഹ്ന സമയത്ത് ഇത്ര ബന്ധപ്പെട്ട് വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അന്ന് വലിയ തമ്പുരാട്ടിമാർ തൻ്റെ തിരുമേനിയെ ഓമന പേരായി കുഞ്ഞിപ്പിള്ള എന്നാണ് വിളിക്കുന്നത്. ഉടനെ ശക്തൻ തിരുമനസ്സുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല, ചിറ്റമ്മയുടെ പുത്രന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് സ്വല്പം തിരുമനസ് അറിയിക്കുവാനുണ്ട് എന്ന് പറഞ്ഞു. അതിനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അത് അവരെ കൂടി ഇവിടെ വരുത്തിയിട്ടാണ് നല്ലതെന്ന് തോന്നുന്നുവെന്ന് തിരുമനസ് അറിയിച്ചു. ആ തമ്പുരാക്കന്മാർ അപ്പോൾ തൃപ്പൂണിത്തറയിൽ ഉണ്ടായിരുന്നതിനാൽ തമ്പുരാട്ടി ഉടനെ ആളയച്ച് അവരെ അവിടെ വരുത്തി. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് ആ എഴുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇത് ചിറ്റമ്മയുടെ പ്രിയപുത്രന്മാരായ ഇവർ മൈക്ലാ സാഹിബിന് പേർക്ക് അയച്ചതായി ഞാൻ കാണുവാനിടയായി എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് തമ്പുരാട്ടി ഇവരുടെ കാര്യമൊന്നും എന്നോട് പറയേണ്ട, കുഞ്ഞിപ്പിള്ളയുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തുകൊള്ളൂ, എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് ഇതിനൊക്കെ പകരം ചെയ്യുവാനും ഇവരെ നല്ല ശീലം പഠിപ്പിച്ച് മര്യാദയ്ക്ക് നടത്തുവാനും എനിക്ക് വയ്യായികയില്ല. ഞാൻ വല്ലതും പ്രവർത്തിച്ചാൽ അത് ചിറ്റമ്മയ്ക്ക് വ്യസനകരമായി തീരുമല്ലോ എന്ന് മാത്രം വിചാരിച്ച് ഞാൻ ഇതുവരെ ക്ഷമിച്ചു പോന്നതാണ്. ചിറ്റമ്മയെ വിചാരിച്ച് ഞാൻ ഈ പ്രാവശ്യം കൂടി ക്ഷമിക്കുന്നു. ഇവർ ഇനിയും ഇപ്രകാരം വല്ലതും പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം അപ്പോൾ അറിയാമെന്ന് അരുളി ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നള്ളി. ഉടനെ അനുജൻ തമ്പുരാക്കന്മാരും പേടിച്ച് വിറച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃശ്ശൂർ പേരൂരിൽ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ 4 വശത്തും തെക്കങ്കാട് നിറഞ്ഞിരിക്കുന്നതായും തന്നിമിത്തം അവിടെ കൂടി ഗതാഗതം ചെയ്യുന്നതിന് ജനങ്ങൾക്ക് വളരെ ഭയവും അസൗകര്യവും ഉള്ളതായും കാണുകയാണ്. ആ കാടെല്ലാം വെട്ടിമാറ്റിച്ച് ക്ഷേത്രത്തിന് ചുറ്റും വിസ്താരത്തിൽ പ്രദക്ഷിണ വഴി ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു. ഒരു ദിവസം തിരുമനസ്സുകൊണ്ടുകൂടി എഴുന്നള്ളി നിന്ന് കാട് വെട്ടിത്തെളിച്ചു തുടങ്ങിയപ്പോൾ പാറമേൽക്കാവ് എന്ന് പ്രസിദ്ധമായ അവിടെയുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ വെളിച്ചപ്പാടും വാളും ചിലമ്പും ധരിച്ച് തുള്ളിക്കൊണ്ട് തിരുമുമ്പാകെ ചെന്ന് ഇതെന്റെ അച്ഛൻ്റെ ജടയാണ്, ഇതിങ്ങനെ വെട്ടിക്കളയ്ക്കുവാൻ പാടില്ല എന്ന് കോപഭാവത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് ഞാനിതൊക്കെ വെട്ടിക്കിളച്ച് അവിടെ വെടുപ്പും വൃത്തിയും വരുത്തി ഇടിവിക്കുവാനാണ് നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു. അനാവശ്യമായി ഒന്നും പറയാതെ പൊയ്ക്കോ, അതാണ് നല്ലത്. ടിപ്പു സുൽത്താൻ വന്ന് ക്ഷേത്രത്തിൽ കടന്ന് വടക്കുനാഥന്റെ ബിംബം ഇളക്കിപ്പറിച്ച് പുറത്തു കളഞ്ഞപ്പോൾ നീയും നിന്റെ അച്ഛനും എവിടെ പോയിരുന്നു എന്ന് അരുളി ചെയ്തു. ഇത് കേട്ടപ്പോൾ വെളിച്ചപ്പാടിന് കോപം കുറച്ചുകൂടി വർദ്ധിച്ചു. തുള്ളൽ ഒന്നുകൂടി കടുത്തു. ആഹാ, ഉണ്ണി എന്നോട് കളിക്കുന്നുവല്ലേ, അനുഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തല വെട്ടിപ്പൊളിക്കുവാൻ തുടങ്ങി. വെളിച്ചപ്പാടിന് വാൾ മൂർച്ചയില്ലാതിരുന്നതിനാൽ തല നല്ലതുപോലെ മുറിഞ്ഞില്ല.
അപ്പോൾ തിരുമനസ്സുകൊണ്ട് നീ വിചാരിച്ചാൽ നമ്മോട് എന്ത് ചെയ്യുവാൻ കഴിയും? ആ വാളിന് മൂർച്ചയില്ലെങ്കിൽ മൂർച്ചയുള്ള വാൾ എൻ്റെ കയ്യിലുണ്ട്, ഇതായിരിക്കും നല്ലത് എന്ന് അരുളി ചെയ്തിട്ട് തിരുമനസ്സിലെ തൃക്കൈയിലിരുന്ന പള്ളിവാൾ തിരുമനസ്സുകൊണ്ട് വെളിച്ചപ്പാടിൻ്റെ ശിരസിൽ വെച്ച് ചിലമ്പുകൊണ്ട് മുട്ടിയിറക്കി. ആ വാൾ നല്ലപോലെ മൂർച്ചയുള്ളതായിരുന്നതിനാൽ വെളിച്ചപ്പാടിൻ്റെ ശരീരം ക്ഷണത്തിൽ രണ്ടായി പിളർന്ന് നിലത്തു പതിച്ചു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് അവിടെയുണ്ടായിരുന്ന കാടുകളെല്ലാം വെട്ടിക്കിളച്ച് വെടിപ്പാപ്പി ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണ വഴി ഉണ്ടാക്കിച്ചു. അതിനാൽ അവിടെ ജനങ്ങൾക്ക് ഗതാഗത സൗകര്യവും നിർഭയതയും സിദ്ധിച്ചു. ചുമ്മുകുട്ടിയമ്മ നൈത്യാരമ്മയ്ക്ക് അക്കാലം വരെ അവർ പ്രസവിച്ച സന്തതി ഉണ്ടാകാതെ ഇരുന്നതിനാൽ അത്യന്തം മനസ്താപത്തോടുകൂടി സത്യാന്തരമായ വല്ല ചില സത്കർമ്മങ്ങൾ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നവർ പറഞ്ഞു. അത് കേട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് അതിനെന്താ വിരോധം, ചുമ്മുവിൻ്റെ ഇഷ്ടം പോലെയല്ലോ ചെയ്യാമല്ലോ എന്ന് അരുളി ചെയ്യുകയും അവരുടെ ഇഷ്ടപ്രകാരം പലവിധത്തിലുള്ള ദാനഹോമാദി സൽക്കർമ്മങ്ങളും ബ്രാഹ്മണർക്ക് പരക്കെ സദ്യവും പ്രതിഗ്രഹ്യവും എല്ലാം തൃശ്ശൂർപേരൂർ വെച്ച് തന്നെ നടത്തിക്കുകയും ചെയ്തു. ഇവയെല്ലാം നടത്തിയതിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളി. ഒരു ദിവസം അവിടെ നിന്ന് ചിറ്റമ്മ തമ്പുരാട്ടിയുടെ തിരുമുമ്പാകെ എഴുന്നള്ളിയ സമയം തമ്പുരാട്ടി കുഞ്ഞിപ്പിള്ള പാറമേൽക്കാവിലെ വെളിച്ചപ്പാടിനെ കൊന്നു എന്ന് കേട്ടു. ഭഗവതിയോട് ഇങ്ങനെ ചെയ്യാമോ? ഇനി ഇത് നിമിത്തം എന്തെല്ലാം അനർത്ഥങ്ങളാണാവോ ഉണ്ടാവുന്നത്? ഈശ്വരന്മാരോടും മറ്റും കളിക്കുന്നതൊട്ടും നല്ലതല്ല എന്ന് അരുളി ചെയ്തു. അതിന് മറുപടിയായി ശക്തൻ തിരുമനസ്സുകൊണ്ട് ഞാൻ ഭഗവതിയോട് യാതൊന്നും ചെയ്തില്ല, ഞാൻ കൊന്നത് കോമരത്തെയാണ്, അവൻ അനാവശ്യമായി തുള്ളിക്കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അസംബന്ധങ്ങൾ പറയുകയും ചില ധാർഷ്ട്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് നിമിത്തം ഭഗവതിക്ക് എന്നോട് ഒരു വിരോധവും തോന്നുകയുമില്ല, ഇവിടെ ഒരനർത്ഥവും സംഭവിക്കുകയുമില്ല. തമ്പുരാട്ടി മറുപടി പറഞ്ഞു, ആട്ടെ, ഇനി മേലാൽ ഇങ്ങനെയുള്ള സാഹസമൊന്നും പ്രവർത്തിക്കരുത്. ഇതിൻ്റെയൊക്കെ ഫലം എന്നെങ്കിലും ഒരിക്കൽ അനുഭവിക്കേണ്ടതായി വരും. ശക്തൻ തിരുമനസ്സുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈശ്വര വിരോധം വരത്തക്കവണ്ണം ഞാൻ ഒരിക്കലും യാതൊന്നും പ്രവർത്തിക്കുകയില്ല, ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. ക്ഷേത്രത്തിൽ ചുറ്റുമുണ്ടായിരുന്ന കാട് കളയിച്ച് പ്രദക്ഷിണാവഴി ഉണ്ടാക്കിച്ചതുകൊണ്ട് ഈശ്വര പ്രസാദമല്ലാതെ ഈശ്വര വിരോധം ഒരിക്കലും ഉണ്ടാകുകയില്ല. തമ്പുരാട്ടി മറുപടി പറഞ്ഞു, ചുമ്മുവിന് സന്തതി ഉണ്ടാകാനായിട്ട് കുഞ്ഞിപ്പിള്ള വളരെ സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു എന്ന് കേട്ടുവല്ലോ. ഇവിടെ നമുക്ക് സന്തതി ചുരുക്കമായിട്ടല്ലേ ഇരിക്കുന്നത്, അതിനായിട്ടൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ. ഇതിനൊന്നും ചെയ്യിക്കാതെ മറ്റേത് നടച്ചിട്ട് നന്നായില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടല്ലേ മറ്റെല്ലാം വേണ്ടത്. ശക്തൻ തിരുമനസ്സുകൊണ്ട് മറുപടി പറഞ്ഞു, ചിറ്റമ്മ ഇങ്ങനെ അന്യതാ ശങ്കിക്കരുത്. ആ സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യിപ്പിച്ച് കൂടിയതായിരുന്നു. പക്ഷെ ചുമ്മുവിന് സന്തതി ഉണ്ടാകുവാനായിട്ട് എന്ത് ചുമ്മുവും ജനങ്ങളും വിചാരിക്കണം. അതുകൊണ്ട് നമുക്കെന്താണ്? നമ്മുടെ മുതൽ ചെലവ് ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം അന്യന്മാർക്ക് അനുഭവിക്കുവാൻ കഴിയുമോ? പൊരുൾ പോകുന്നിടത്ത് പുണ്യം എന്നല്ലേ അഭിവചനം. വൃക്ഷത്തിന്റെ ചുവട്ടിൽ നനച്ചാൽ ഫലമുണ്ടാകുന്നത് മുകളിലല്ലേ? അതുപോലെ ചുമ്മിനു വേണ്ടി ചെയ്തെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച സൽക്കർമ്മങ്ങളുടെ ഫലമുണ്ടാകുന്നത് ഇവിടെയായിരിക്കും. ഇങ്ങനെ അരുളി ചെയ്ത് ചിറ്റമ്മ തമ്പുരാട്ടിയെ സമ്മതിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് അവിടുന്ന് തിരുമുമ്പിൽ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നായാട്ടിനായി ഒരിക്കൽ ഒരു വനത്തിൽ എഴുന്നള്ളിയ സമയം ഒരു പുലി തിരുമനസ്സിന് നേരെ ചാടിയെടുത്തു. തിരുമനസ്സുകൊണ്ട് തൽക്കാലം അല്പം ഒന്ന് പരിഭ്രമിച്ചു. എങ്കിലും ഉടൻ ധൈര്യത്തെ അവലംബിക്കുകയും തൃക്കൈയിലുണ്ടായിരുന്ന ഇരട്ടക്കുഴൽ തോക്കിൽ നിന്ന് ഒരു നിറ ഒഴിക്കുകയും ആ വെടിയേറ്റ് പുലി തൽക്ഷണം നിലത്ത് വീഴുകയും ചെയ്തു. തിരുമനസ്സിലെ സഹായത്തിനായി വേറൊരു വെടിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. പുലിയെ കണ്ട മാത്രമേ തന്നെ അവിടെ കാണുവാനായി. പുലിയെ കൊന്നതിന് ശേഷം തിരുമനസ്സിനെ കൊണ്ട് അവൻ എവിടേക്ക് ഓടിപ്പോയി ഒളിച്ചുവെന്ന് അറിയുവാനായിട്ട് 4 വശത്തേക്ക് നോക്കി. അപ്പോൾ അവനൊരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടു. തൻ്റെ ദേഹരക്ഷയ്ക്കായി താൻ കൊണ്ടുവന്നവൻ അത് നോക്കാതെ സ്വദേഹരക്ഷയെ മാത്രം കരുതി പ്രവർത്തിച്ചതിനാൽ തിരുമനസ്സിലേക്ക് അവൻ്റെ പേരിൽ വളരെ അപ്രീതിയും കോപവും ഉണ്ടായി. അതിനാൽ തിരുമനസ്സുകൊണ്ട് തൻ്റെ തോക്കിൻ്റെ മറ്റേ കുഴലിലുണ്ടായിരുന്ന നിറ അവൻ്റെ നേരെ ഒഴിക്കുകയും അവൻ ചത്ത് നിലത്ത് വീഴുകയും ഉടനെ തിരുമനസ്സുകൊണ്ട് നായാട്ടുമതിയാക്കി കോവിലകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്തു. 973 നാട് നീങ്ങിയ തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഒരിക്കൽ ആലുവ കൊട്ടാരത്തിൽ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് കയ്യിലൊരു പീലിക്കുന്തവും ചുമലിലൊരു വലിയ ഭാണ്ഡവും വഹിക്കുകയും ധാരാളമായി വളർന്നിരുന്ന തലമുടി കെട്ടിവെക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അവിടെ സമീപത്തുള്ള ഒരു മലയിൽ നിന്നിറങ്ങി പുഴയിലേക്ക് വരികയും കൊട്ടാരത്തിന് വടക്കുവശത്തിലുള്ള മണൽപ്പുറത്ത് പീലിക്കുന്തവും ഭാണ്ഡവും വെച്ചിട്ടുള്ള കുളിയും നിത്യാദി കർമാനുഷ്ഠാനാദികളും കഴിഞ്ഞതിന് ശേഷം ആ മണൽപ്പുറത്ത് തന്നെ ഒരു അടുപ്പ് കൂട്ടി പാട്ടത്തിൽ നിന്ന് അരിയും വിറകവും പാത്രവും എടുത്ത് സ്വയം പാകവും ഉപ്പും മുളകും മാത്രം കൂട്ടി ഭക്ഷണവും കഴിച്ചിട്ട് തേച്ചു മുക്കി ഭാണ്ഡത്തിൽ വെച്ച് കിട്ടിയ ഭാണ്ഡവും പീലിക്കന്തവും എടുത്തുകൊണ്ട് വന്ന് വഴിയെന്നെ പോവുകയും ചെയ്തു. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിനെ കൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കൊട്ടാരത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്.
ആ മനുഷ്യൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അടുക്കൽ നിന്നിരുന്ന കേശവപിള്ള ദിവാൻജിയോട് ആ മണൽപ്പുറത്ത് അരിവെച്ച് ഊണ് കഴിച്ചു പോയ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അടിയന് മനസ്സിലായില്ല എന്ന് ദിവാൻജി തിരുമനസിനെ അറിയിച്ചപ്പോൾ തിരുമനസ് പറഞ്ഞു, അത് നമ്മുടെ പെരുമ്പടിയിൽ മുപ്പീനാണ്. അവിടത്തേക്ക് വയ്യാത്ത കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു നേരം കഴിച്ചു കൂട്ടുവാൻ എന്നാൽ അസാധ്യമല്ല. ഇനിയൊരു ദിവസം ഇങ്ങോട്ട് വരവുണ്ടായേക്കാം. അതിനിനി എന്നാണാവൂ? എല്ലാവരും കരുതിയിരുന്നു കൊള്ളണം. ആളറിയാതെ അബദ്ധമൊന്നും പറ്റിക്കുവാൻ ഇടയാകരുത് എന്ന് അരുളി ചെയ്തു. പിന്നെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആലുവ കൊട്ടാരത്തിൽ എഴുന്നള്ളി. രാമവർമ്മ മഹാരാജാവ് തിരുമനസിനെ കാണുകയും കുറച്ചു നേരം പരസ്പരം സംഭാഷണം ചെയ്യുന്നതിന് ശേഷം തിരികെ എഴുന്നള്ളുകയും ചെയ്തു. ഒരാണ്ടിൽ ഇടവപ്പാതിയല്ലാതെ മിഥുനപ്പാതി കഴിഞ്ഞിട്ടും മഴ പെയ്യാതിരുന്നതിനാൽ തൃശ്ശൂർപേരൂർ മുതലായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ കൂടി ശക്തൻ തിരുമനസിനെ അടുക്കൽ സങ്കടം അറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് തൃശ്ശൂർപേരൂരിലേക്ക് എഴുന്നള്ളി വാദ്യാൻ നമ്പൂരി മുതലായ മഹാബ്രാഹ്മണരെ തിരുമുമ്പാകെ വരുത്തി മഴ പെയ്യിക്കുവാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ജലജപം തുടങ്ങിയതിൽ 12 ദിവസത്തിനകം മഴ പെയ്യുമെന്നവർ തിരുമനസിനെ അറിയിച്ചു. വരുന്ന ബ്രാഹ്മണർക്കൊക്കെ അധികം കേമമായിട്ട് സദ്യയും ദക്ഷിണയുമൊക്കെ പിറ്റേ ദിവസം തന്നെ ജലജപം കഴിച്ചു തുടങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ 11 ദിവസം കഴിഞ്ഞിട്ടും മഴ പെയ്തില്ല. 12-ാം ദിവസം ജലജപത്തിനുള്ള സമയമായപ്പോൾ തിരുമനസ്സുകൊണ്ട് വാളുമൂരി പിടിപ്പിച്ച് ജലജപ സ്ഥലത്തേക്ക് എഴുന്നള്ളുകയും നമ്പൂരിമാരെ കൽപ്പിച്ച് വിളിച്ച് ജലജപം തുടങ്ങിയിട്ട് ഇന്ന് 12-ാം ദിവസമായിരിക്കുന്നു. ഇതുവരെ മഴ പെയ്തില്ല. ഇന്നും മഴ പെയ്യാത്ത പക്ഷം നിങ്ങളെ ആരെയും വെറുതെ വിട്ടയക്കുകയില്ല. എല്ലാവരും നല്ലതുപോലെ കരുതിക്കൊള്ളണമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. കൽപ്പന കേട്ടപ്പോഴേക്കും നമ്പൂരിമാർക്ക് ഭയവും വ്യസനവും പരിഭ്രമവും കലശായി. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കോപം വന്നാൽ കഴുത്തും വെട്ടിക്കളയൊന്നും മടിക്കില്ലെന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്പൂരിമാരെല്ലാം ഭയത്തോടുകൂടി ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മനസ്സിരുത്തി ജലജപം തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാർമേഘം കൊണ്ട് ആകാശമണ്ഡലം നിറയുകയും അതിഖേമമായ മഴ പെയ്തു തുടങ്ങുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് അന്ന് നമ്പൂരിമാർക്കെല്ലാവർക്കും പതിവിലിരട്ടി ദക്ഷിണ കഴിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും അന്നു മുതൽ മുടക്കം കൂടാതെ ധാരാളമായി മഴ പെയ്തു തുടങ്ങുകയും ചെയ്തു. ഒരു ആട്ടത്തിരുന്നാൾ ദിവസം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പതിവ് സമയത്ത് അമൃതേതത്തിന് എഴുന്നള്ളാതെ ഇരുന്നതിനാൽ വലിയ തമ്പുരാട്ടിയും മറ്റുള്ള തമ്പുരാക്കന്മാരും കാത്തിരുന്നു. അങ്ങനെ വളരെ നേരം കഴിഞ്ഞപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുകയും അവിടുന്നുള്ള മറ്റുള്ള തമ്പുരാക്കന്മാരും അമൃതത്തിന് ഇരിക്കുകയും ചെയ്യും. ഉടനെ പതിവ് പോലെ ശക്തൻ തിരുമനസിലേക്ക് വിളമ്പിക്കൊടുത്തിട്ട് വലിയ തമ്പുരാട്ടിയും അമൃതത്തിനിരുന്നു. പിന്നെ വലിയ തമ്പുരാട്ടി കുഞ്ഞിപ്പിള്ള ഇന്നിത്ര താമസിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു. ശക്തൻ തമ്പുരാൻ, ഇന്ന് രാവിലെ ഞാൻ കുളിക്കുവാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഒരു മാപ്പിള ഒരു പശുവിനെ അറുത്തുന്നത് കേട്ടു. എന്നാൽ അവൻ്റെ കഥ കഴിച്ചിട്ടാവാൻ കുളി എന്ന് വിചാരിച്ച് ഉടനെ പോയി അന്വേഷിച്ച് അവനെ പിടികൂടി കൊന്നതിൻ്റെ ശേഷമാണ് കുളിച്ചത്. അതുകൊണ്ട് സ്വല്പം താമസം പറ്റിപ്പോയി. തമ്പുരാട്ടി കേട്ടിട്ട് പറഞ്ഞു, കഷ്ടം, ഇന്ന് ആട്ടപ്പിറന്നാളായിട്ട് ഇങ്ങനെ ചെയ്തത് ഒട്ടും നന്നായില്ല. സൽക്കർമ്മം ചെയ്യേണ്ടുന്ന ദിവസം ദുഷ്കർമ്മം ചെയ്യാമോ? നരഹത്യ തന്നെ കഷ്ടം. വിശേഷിച്ച് ജന്മ നക്ഷത്രം ദിവസം അത് മഹാകഷ്ടം തന്നെ. ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ജന്മനക്ഷത്രവും ഗോഹത്യ ചെയ്യുന്നതും നല്ലതാണ്. അത് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെ. തമ്പുരാട്ടി പറഞ്ഞു, അവൻ ചെയ്തത് നന്നായില്ല, എങ്കിലും അതിൻ്റെ പാപം അവനല്ലേ അനുഭവിക്കുന്നത്. ശക്തൻ തമ്പുരാൻ മറുപടി പറഞ്ഞു, ചിറ്റമ്മേ, അതിനെക്കുറിച്ച് ഭേദമുണ്ട്. അവൻ ചെയ്ത പാപം അവൻ അനുഭവിക്കുമായിരിക്കാം. എങ്കിലും അത് കേട്ടിട്ട് ഞാനൊന്നും ചെയ്യാതിരുന്നാൽ അതും പാപമല്ലേ? അത് ഞാൻ അനുഭവിക്കേണ്ടതായി വരുമല്ലോ. യഥാക്രമം ശിക്ഷാരക്ഷകൾ ചെയ്ത് ഈ രാജ്യത്തിന് നീതി നടത്തുവാനുള്ള ചുമതല എനിക്കാണ്. അത് ഞാൻ ചെയ്യാതിരുന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുവാൻ ആളുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കാലത്ത് ഇപ്രകാരമുള്ള ദുഷ്കൃത്യം ഈ രാജ്യത്ത് ആരും ചെയ്യുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് അമൃതത്വം കഴിച്ച് അവിടെ നിന്ന് എഴുന്നള്ളി. പ്രസിദ്ധമായ തൃശ്ശൂർപേരൂർ പൂരം ശക്തൻ തിരുമനസിന്റെ കാലത്ത് അവിടുത്തെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയതാണ്. അതിനു മുമ്പ് അവിടെ അങ്ങനെ ഒരു ആഘോഷമേ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും തിരുമനസ്സുകൊണ്ട് തൃശ്ശൂർ പേരൂരിൽ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ ആ ദേശക്കാരെയെല്ലാം തിരുവമ്പാകെ വരുത്തി ഇവിടെ ആണ്ടുതോറും മേടമാസത്തിൽ പൂരം ഒരു ആഘോഷ ദിവസമായി കൊണ്ടാടണം. അതിന് നാട്ടുകാർ തിരുവമ്പാടി പാറമേക്കാവ് ഇങ്ങനെ 2 ഭാഗമായി പിരിഞ്ഞ് സംഘം ചേർന്ന് അത് നടത്തണം. അന്ന് സമീപത്തുള്ള ഭഗവതിമാരെയും ശാസ്താവ് മുതലായ ദേവന്മാരെയും എഴുന്നള്ളി വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുവരുത്താം. അവയിൽ തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നുമുള്ള എഴുന്നള്ളത്തുകൾ പ്രധാനങ്ങളായിരിക്കണം. ഈ വഴിക്ക് വേണ്ടുന്ന പണം ജനങ്ങൾ വീതിച്ചെടുത്ത് ചെലവ് ചെയ്യണം. പിന്നെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം നാം ചെയ്തു തരികയും ചെയ്യാം.
എന്ന് അരുളി ചെയ്യുകയും എഴുന്നള്ളത്ത് സംബന്ധിച്ചും മറ്റും വേണ്ടുന്ന മുറകളും ചടങ്ങുകളുമെല്ലാം പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. ജനങ്ങളെല്ലാവരും ആ കൽപ്പനയെ സമ്മതിക്കുകയും ആ ആണ്ടിൽ തന്നെ പൂരമഹോത്സവം തുടങ്ങുകയും ചെയ്തു. തൃശൂർ പേരൂർ പൂരത്തിനിപ്പോഴും തുടർന്നു വരുന്ന ചട്ടവട്ടങ്ങളെല്ലാം ശക്തൻ തിരുമനസ്സുകൊണ്ടെന്ന് കൽപ്പിച്ച് നിശ്ചയിച്ചിട്ടുള്ളവയാണ്. പൂരം തുടങ്ങിയ കാലം മുതൽ ആജീവനാന്തം അവിടുന്ന് കൂടി എഴുന്നള്ളിയിരുന്നാലാണ് ആ മഹോത്സവം നടത്തിയിരുന്നത്. തിരുമനസ്സുകൊണ്ട് പൂരം സംബന്ധിച്ചുള്ള ശ്രമങ്ങളും ചട്ടം കെട്ടുകളും ചെയ്തുകൊണ്ട് 2-3 മാസത്തോളം തൃശൂർ പേരൂർ തന്നെ എഴുന്നള്ളി താമസിച്ച് പോയതുകൊണ്ട് അക്കാലത്ത് അമ്മത്തമ്പുരാൻ കോവിലകത്തേക്ക് ചെലവിനുള്ള പണം അയച്ചു കൊടുക്കുന്നതിന് അവിടേക്ക് സാധിച്ചില്ല. അതിനാൽ വലിയ തമ്പുരാട്ടി എൻ്റെ പുത്രിമാരോട്, കുഞ്ഞിപ്പിള്ള നമ്മുടെ കാര്യം മറന്നുപോയിരിക്കുമോ, ചെലവിനുള്ള പണം ഇതുവരെ അയച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങുക തന്നെ, അല്ലാതെ നിവൃത്തിയില്ല. ഇത്രയും അരുളി ചെയ്തു. അപ്പോൾ കൊച്ചു തമ്പുരാട്ടിമാർ, അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ പറ്റണം. അമ്മ ഓപ്പയെ ക്രമത്തിലധികം വാത്സല്യച്ചെടുത്ത് തലയിൽ വെക്കുന്നതിൻ്റെ ഫലമാണിത്. അത് കേട്ട് വലിയ തമ്പുരാട്ടി, അത് ശരിയാണ്, ആട്ടെ, ഇനി കുഞ്ഞിപ്പിള്ള ഇവിടെ വന്നാൽ ഞാൻ മിണ്ടുക പോലുമില്ല, നിശ്ചയം തന്നെ. ഇത്രയും അരുളി ചെയ്തു. പൂരം കഴിഞ്ഞതിന് ശേഷം ശക്തൻ തിരുമനസിലേക്ക് ഈ സംഗതി, അതായത് പണം അയച്ചു കൊടുത്തില്ല എന്നുള്ളത് ഓർമ്മ വരികയും ഉടൻ തന്നെ തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളുകയും തൽക്ഷണം വലിയ തമ്പുരാട്ടിയെ തിരുമുമ്പാകെ എത്തി ഒരു കുടന്ന സ്വർണ്ണ പുഷ്പം, അതായത് സ്വർണം കൊണ്ടുണ്ടാക്കിയ പൂവ് തൃപ്പാദത്തെങ്കിൽ ചൊരിഞ്ഞ് സാഷ്ടാംഗമായി നമസ്കരിച്ചിട്ട്, ചിറ്റമ്മേ, എനിക്ക് കുറച്ചിലൊരു അന്ധാളിത്തം പറ്റിപ്പോയി, അതവിടുന്ന് സദയം ക്ഷമിക്കണം, ചെലവിനുള്ള പണം പലിശയോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അപ്പോൾ വലിയ തമ്പുരാട്ടി, എനിക്ക് കുഞ്ഞപ്പിള്ളയോട് യാതൊരു രസക്കേടുമില്ല. പണത്തിന് താൽക്കാലികമുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടും എൻ്റെ ശുദ്ധഗതി കൊണ്ടും സ്വല്പമായി വല്ലതും മനസ്സിൽ തോന്നിയിരുന്നുവെങ്കിലും കുഞ്ഞിപ്പിള്ളയെ കണ്ടപ്പോൾ തന്നെ അതെല്ലാം തീർന്നുപോയി. ഇത്രയും അരുളി ചെയ്തു. ശക്തൻ തിരുമനസ്സുകൊണ്ട് അത് കേട്ട് സന്തോഷിക്കുകയും ഉടൻ തിരുമുമ്പാകെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസിലെ കാലത്ത് തിരുവിതാംകൂർ രാജ്യം വാണിരുന്നത് 973 ആണ്ട് നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടായിരുന്നു എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ദിവാനായിരുന്ന കേശവപിള്ള ഒരിക്കൽ ആ മഹാരാജ തിരുമനസിന്റെ അടുക്കൽ വല്ല പ്രകാരവും കൊച്ചി രാജ്യം കൂടി പിടിച്ചെടുക്കിയാൽ കൊള്ളാമെന്ന് അടിയൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്, ഇപ്പോഴത്തെ പെരുമ്പടപ്പിൽ മൂപ്പിലെ കാലത്ത് അത് അസാധ്യം തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ കേശവൻ കൊച്ചിയിലോളം പോയി അവിടുത്തെ സ്വഭാവം ആകപ്പാടെ ഒന്ന് അറിഞ്ഞു പോരൂ എന്ന് അരുളി ചെയ്തു. അന്ന് തന്നെ കേശവപിള്ള ദിവാൻജി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. തൃപ്പൂണിത്തറയിലെത്തി. ശക്തൻ തിരുമനസിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവിടുത്തെ സേവകന്മാരിൽ ഒരാൾ മുഖാന്തരം തിരുമനസിനെ അറിയിക്കുകയും തിരുമുൻപാകെ ചെല്ലുവാൻ കൽപ്പനയാവുകയും ചെയ്തു. കേശവപിള്ള ദിവാൻജി കാണുവാനായി ചെന്ന സമയം ശക്തൻ തിരുമനസ്സുകൊണ്ട് തൃക്കൈയിൽ വാളുമൂരി പിടിച്ച് കളിക്കോട്ടയിൽ ലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരുമനസിനെ കണ്ടപ്പോൾ തന്നെ ദിവാൻജിയുടെ ദേഹം വിയർക്കുകയും കുറച്ചു തുടങ്ങുകയും ചെയ്തു. അടുത്ത് ചെല്ലുവാൻ ഭയം തോന്നുകയാൽ അകലെ നിന്ന് വന്നിച്ചു. അപ്പോൾ തിരുമനസ്സുകൊണ്ട്, എന്താ ദൂരെ നിൽക്കുന്നത്, അടുത്തു വരൂ എന്ന് അരുളി ചെയ്യുക. കേശവപിള്ള വളരെ ഭയത്തോടുകൂടി അടുത്ത് ചെല്ലുകയും തിരുമനസ്സുകൊണ്ട് കുശലപ്രശ്നാന്തരം കേശവനെ കണ്ടാൽ കൊള്ളാമെന്നും നാം വളരെ നാളായി വിചാരിക്കുന്നുവെന്ന് പറഞ്ഞു. ഇപ്പോൾ കാണാൻ സംഗതിയായത് സന്തോഷമായി. കേശവനെ നാം നമ്മുടെ ഒരു സ്വന്തം ആളായിട്ടാണ് വിചാരിക്കുന്നത് എന്നറിളി ചെയ്യുകയും തൃക്കയിലിരുന്ന വാളും 2 കൈകളും വീരശൃംഖലയും ഒരു കുത്തുപാവയും ഉണ്ടാക്കിയും കൽപ്പിച്ചു കൊടുത്ത് യാത്രയക്കുകയും ചെയ്തു. കേശവപിള്ള സന്തോഷത്തോടും ഭയത്തോടും കൂടിയാണ് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് തിരുമുൻപിൽ നിന്ന് പോയത്. അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മഹാരാജാവ് തിരുമനസിനെ തിരുമുൻപാകെ ചെന്നപ്പോൾ എന്തെല്ലാമാണ് കേശവൻ പോയിട്ടുള്ള വർത്തമാനങ്ങൾ, കേശവന്റെ ആഗ്രഹം ഫലിക്കുമോ എന്ന് തോന്നുന്നു. ഇത്രയും ചോദിച്ചു. ആ തിരുമനസിന്റെ കാലത്ത് അസാധ്യം തന്നെയാണ് എന്ന് കേശവപിള്ള തിരുമനസിനെ അറിയിക്കുകയും, അത് ഞാൻ മുൻപേ തന്നെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ അടുക്കൽ കേശവന്റെ വിദ്യയൊന്നും പറ്റുകയില്ല, അദ്ദേഹം ഒരു രാജസിംഹമാണ് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അനന്തരം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വലിയ തമ്പുരാൻ തീപ്പെട്ടു. ആ വലിയ തമ്പുരാട്ടി ചിറ്റമ്മ ആയിരുന്നുവെങ്കിലും പെറ്റമ്മയെ പോലെ തന്നെയാണ് ശക്തൻ തിരുമനസ്സുകൊണ്ട് വിചാരിച്ചു പോകുന്നത്. അതിനാൽ ശവസംസ്കാരം മുതലായതിന് അവിടുന്ന് കൂടി കൂടുകയും തിരുവന്തള്ളി അടിയന്തരം കേമമായി നടത്തുകയും ചെയ്തു. ഒരു കൊല്ലത്തെ പള്ളിദീശ ശക്തൻ തിരുമനസ്സുകൊണ്ടും യഥാവധി ആചരിച്ചു. തിരുമാസം അടിയന്തരം എറണാകുളത്ത് വെച്ച് വളരെ ഭംഗിയായും കെങ്കേമയുമായാണ് കൽപ്പിച്ച് നടത്തിയത്. ഇങ്ങനെ കേമമായിട്ടൊരു തിരുമാസം ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. എങ്കിലും ആ തിരുമനസ്സിന് സ്വല്പമായിട്ട് ഒരു ആക്ഷേപം വന്നുകൂടി. സദ്യവഹിക്ക് വേണ്ടുന്ന പഞ്ചസാര കേൾപ്പിച്ചിരുന്നത് കൊച്ചിയിൽ ഒരു വലിയ കച്ചവടക്കാരനെ ആയിരുന്നു.
ദേവരേശക്കിണി എന്നൊരു കൊങ്ങിണിയായിരുന്നു അത്. അയാൾ പഞ്ചസാര യഥാകാലം എത്തിച്ചു കൊടുക്കാതെ ഇരുന്നതിനാൽ സദ്യയ്ക്ക് പഞ്ചസാരയെ വിളമ്പുവാൻ അത് വേണ്ടുന്ന സമയത്ത് കൊണ്ടുവരുവാനും സാധിച്ചില്ല. ബ്രാഹ്മണർ ആക്ഷേപം പറഞ്ഞു തുടങ്ങി. ആ ആക്ഷേപം തീർക്കുന്നതിനായി ശക്തൻ തിരുമനസ്സുകൊണ്ട് നമ്പൂരിപ്പാടന്മാർക്കും 4 നമ്പൂരിമാർക്കും 3 ഏമ്പ്രാമാർ തിരുമുൽപ്പാടന്മാർ മുതലായവർക്കും 2 പരദേശ ബ്രാഹ്മണർക്കും 1 അമ്പലവാസികൾക്കും അരയും രൂപ വീതം പ്രതിഗ്രഹം കൊടുത്തു. പ്രതിഗ്രഹം പതിവിൽ കൂടുതൽ കിട്ടിയപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. മുമ്പേ ആക്ഷേപിച്ചിരുന്നവർ തന്നെയും പിന്നെ സ്തുതിച്ചു തുടങ്ങി. തൃശ്ശൂർ പേരൂർ വാദ്യൻ, ആ നമ്പൂതിരി, വൈദികന്മാർ, പ്രഭുക്കന്മാർ മുതലായ തിരുമനസ് അടിയന്തരത്തിന് കൂടിയിരുന്നവരെല്ലാവരും പിറ്റേ ദിവസം വൻമുറി സദ്യ കഴിഞ്ഞതിന് ശേഷം തിരുമുമ്പാകെ കണ്ട് യഥാക്രമം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെയും യാത്ര അയച്ചു. അന്ന് അത്താഴം അമൃതത്ത് കഴിഞ്ഞ് പള്ളിക്കുറുപ്പിന് എഴുന്നള്ളാറായപ്പോൾ പണിക്കര് വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി ദേവരേശൻ പഞ്ചസാര സമയത്തിന് എത്തിച്ചിരിക്കുന്നില്ലെന്നുള്ള വിവരം പണിക്കരും അറിഞ്ഞിരിക്കുമല്ലോ. അവന്റെ പാർപ്പ് കൊച്ചിയിൽ കോട്ടയ്ക്കകത്തായാൽ നമ്മെ കൂട്ടാക്കിയിട്ട് എന്ത് വേണമെന്ന് വിചാരിച്ചായിരിക്കണം അവൻ അങ്ങനെ ചെയ്തത്. അതിനാൽ നാളെ രാവിലെ ഞാൻ ഉണരുമ്പോൾ കണി കാണുവാൻ തക്കവണ്ണം അവന്റെ തല എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. കൊച്ചിയിൽ കോട്ടവാതയിൽ അടയ്ക്കുന്നതിന് മുമ്പ് അത് അകത്ത് കിടക്കണം. അതിനാൽ ഇപ്പോൾ തന്നെ പോയിക്കോളൂ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഇത്രയും അരളി ചെയ്തിട്ട് പള്ളിക്കുറുപ്പിന് എഴുന്നള്ളി. ഇവിടെ കൊച്ചി കോട്ടയുടെയും ദേവരേശക്കിണിയുടെയും സ്ഥിതിയെപ്പറ്റി സ്വല്പം വിവരിക്കേണ്ടിയിരിക്കും. ഇപ്പോൾ ബ്രിട്ടീഷ് കൊച്ചി എന്ന് പറയപ്പെടുന്ന സ്ഥലം പണ്ട് കൊച്ചി രാജാവിൻ്റെ വകയായിരുന്നു. പോർച്ചുഗീസുകാർ ആദ്യം കൊച്ചിയിൽ വന്ന സമയം അവരുടെ അപേക്ഷ പ്രകാരം ആ സ്ഥലം രാജാവ് അവർക്ക് കൊടുക്കുകയും രാജാവിൻ്റെ അനുമതിയോടുകൂടി അവരവിടെ ഒരു കോട്ട കെട്ടുകയും ചെയ്തു. കോട്ടയുടെ പടിഞ്ഞാറ് വശം ഒരു സമുദ്രവും വടക്കുവശം ആഴിയും കിടങ്ങുമുണ്ടാക്കുകയും 2-3 കോട്ടവാതിൽ ഉണ്ടാക്കിക്കൊണ്ട് കോട്ടവാതിൽക്കലെല്ലാം പട്ടാളക്കന്മാരുടെയും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. രാത്രി 10 മണി മുതൽ 4 മണി വരെ കോട്ടവാതിൽക്കൽ അടച്ചിടുക പതിവായിരുന്നു. ആ സമയത്ത് ആർക്കും കോട്ടയ്ക്കകത്തു നിന്നോ പുറത്തേക്കും പുറത്തു നിന്നോ പോകുവാൻ സാധിക്കുകയില്ല. കോട്ടവാതിലുകൾ അടച്ചിരിക്കുന്ന സമയങ്ങളിൽ കോട്ടയ്ക്കകത്തും പട്ടാളക്കന്മാരുടെ കാവലുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ അവിടം വിട്ടുപോയതിനു ശേഷം ആ സ്ഥലം ലന്തക്കൾ കൈവശപ്പെടുത്തി. അവരും ഏകദേശം 6 കൊല്ലത്തോളം അവിടം ഭരിച്ചു. ലന്തക്കാർ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ആ സ്ഥലം ഇംഗ്ലീഷുകാരുടെ കൈവശമായി തീർന്നത്. ആ അവസാന്തരം കോട്ട നശിപ്പിച്ചു പോവുകയും ആ സ്ഥലത്തിന് ബ്രിട്ടീഷ് കൊച്ചി എന്ന നാമസിദ്ധിക്കുകയും ചെയ്തു. ഇപ്രകാരമായിരുന്നു ബ്രിട്ടീഷ് കൊച്ചിയുടെ ചരിത്രം. ഇനി ദേവരേശക്കിണിയുടെ കാര്യം പറയാം. ദേവരേശക്കിണി വലിയ ധനവാനും പല സ്ഥലങ്ങളിൽ കച്ചവടം നടത്തി വന്നിരുന്ന ആളും കൊങ്ങിണികളുടെ പ്രധാനപ്പെട്ട ദേവസ്ഥലമായ തിരുമല ദേവസ്വത്തിൻ്റെ അധികാരിയുമായിരുന്നു. എന്നുമാത്രമല്ല സകല കൊങ്ങിണികളും അയാളുടെ പരിധിയിലുമായിരുന്നു. അയാളുടെ ശമ്പളത്തിൽ കാര്യസ്ഥന്മാരും കണക്കെഴുത്തന്മാരും ഗുമസ്തന്മാരും ശേവക്കരും മറ്റുമായി അനേകം പേരുണ്ടായിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട കച്ചവട സ്ഥലം ഭവാനും കൊച്ചിയിൽ കോട്ടയ്ക്കകത്തുമായിരുന്നതിനാൽ അയാൾക്ക് കൊച്ചി രാജാവിനെ പോലും ഭയവും ബഹുമാനവും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് കോട്ടരന്തക്കാരുടെ കൈവശമായിരുന്നതിനാൽ അവരെക്കുറിച്ച് മാത്രമേ അയാൾക്ക് സ്വല്പ ബഹുമാനമുണ്ടായിരുന്നു. ഇപ്രകാരമായിരുന്നു ദേവരേശന്റെ സ്ഥിതി. ഇനി പ്രകൃതിയിൽ പ്രവേശിക്കാം. കൽപ്പന കേട്ട മാത്രയിൽ വലിയ കപ്പിത്താൻ തൻ്റെ അരവാളും കുറച്ച് പണവും എടുത്തുകൊണ്ട് ഒരു വഞ്ചിയിൽ കയറി കൊച്ചിയിൽ ഇറങ്ങുകയും കോട്ടവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് കോട്ടയ്ക്കകത്ത് കിടക്കുകയും ചെയ്തു. കപ്പിത്താൻ പാണ്ഡിക്കശാലയിൽ ചെന്ന് കയറിയപ്പോൾ ദേവരേശൻ അന്നത്തെ പിരിവിൻ്റെയും വരവ് ചെലവുകളുടെയും കണക്കുകൾ പരിശോധിച്ചിരിക്കുകയായിരുന്നു. ദേവരേശൻ കപ്പിത്താനെ കണ്ട ഉടനെ ഒരു കസേര ചൂണ്ടിക്കാണിച്ചിട്ട്, യജമാനൻ ഇവിടെ ഇരിക്കാമല്ലോ, എന്താ ഈ രാത്രിയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടത്, വിശേഷിച്ച് വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചു. കപ്പിത്താൻ മറുപടി പറഞ്ഞു, കുറച്ച് പട്ടിന് അത്യാവശ്യമായിട്ടാണ് ഞാൻ വന്നത്. ദേവരേശൻ മറുപടി പറഞ്ഞു, ഇതിന് യജമാനൻ തന്നെ ബുദ്ധിമുട്ടി വരണമെന്നില്ലായിരുന്നു. ഒരാളെ അയച്ചാൽ വേണ്ടുന്ന സാമാനങ്ങൾ കൊണ്ടും ഞാൻ അങ്ങോട്ട് വരുമായിരുന്നുവല്ലോ. കപ്പിത്താൻ പറഞ്ഞു, ഞാൻ തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്നാണ് കൽപ്പന. വല്ലവരെയും അയച്ചാൽ ശരിയാവുകയില്ലെന്ന് വെച്ചാണ് തിരുമനസിൻ്റെ വിചാരം. ഉടനെ വേണമെന്നും ഞാൻ തന്നെ വേണമെന്നുമാണ് കൽപ്പിച്ചത്. കൽപ്പനയായതും ഇപ്പോഴാണ്. അതിനാലാണ് ബന്ധപ്പെട്ട് ഞാൻ തന്നെ പോന്നത്. ആട്ടെ, പട്ടെടുക്കൂ, നോക്കട്ടെ. ദേവരേശൻ പറഞ്ഞു, താഴ്ന്ന തരം പട്ടുകൾ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. മേൽത്തരം പട്ടുകളെല്ലാം മാളികയുടെ മുകളിലാണ് ഇരിക്കുന്നത്. കപ്പിത്താൻ ചോദിച്ചു, അധികം വേണ്ടത് മേൽത്തരത്തിലാണ്, താഴ്ന്ന തരത്തിലും കുറച്ച് വേണം. ഉടൻ ദേവരേശൻ താഴ്ന്ന തരം പട്ട് കപ്പിത്താനെ പറഞ്ഞെടുത്തോളം മുറിച്ചു കൊടുത്തിട്ട് മേൽത്തരം പട്ടെടുക്കുന്നതിനായി കപ്പിത്താനോടുകൂടി മാളികയുടെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ചെന്നയുടനെ ദേവരേശൻ വിശേഷപ്പെട്ട ചില പട്ടുതരങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെക്കുകയും 2 പേരും ഓരോ കസാലായിരുന്നതുകൊണ്ടും സംഭാഷണമായിരിക്കുകയും ചെയ്തു.
ദേവരേശൻ പറഞ്ഞു. പഞ്ചസാര എത്തിക്കുവാൻ സ്വല്പം താമസം വന്നു പോയതുകൊണ്ട് എൻ്റെ പേരിൽ ഇപ്പോഴും തിരുവുള്ളക്കേടായിരിക്കും അല്ലേ? എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടും ഞാൻ അക്കാര്യം അന്താളിച്ചു പോയതാണ്. ഓർമ്മ വന്നയുടനെ കൊടുത്തയക്കുകയും ചെയ്തു. കപ്പിത്താൻ മറുപടി പറഞ്ഞു. തിരുവള്ളക്കേടൊന്നും സാരമില്ല. നിങ്ങളൊന്ന് തിരുമുമ്പാകെ ചെന്നാൽ അതൊക്കെ തീരും. ദേവരേശൻ പറഞ്ഞു. എൻ്റെ താമസം ആ തമ്പുരാൻ്റെ രാജ്യത്തായിരുന്നുവെങ്കിൽ എൻ്റെ കഥ ഇപ്പോൾ കഴിയുമായിരുന്നു. ഈ കോട്ടയത്തകത്തായതുകൊണ്ട് ഒട്ടും ഭയം തോന്നുന്നില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കപ്പിത്താൻ ഉപായത്തിൽ അരവാളെടുത്ത് ദേവരേശൻ്റെ കഴുത്തിലൊരു വെട്ടുകൊടുത്തു. തൽക്ഷണം തലമുറിഞ്ഞ് താഴെ വീണു. കപ്പിത്താൻ ആ തല ഒരു പട്ടിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് താഴത്തേക്ക് പോന്നു. ദേവരേശൻ താഴത്തേക്ക് ഇറങ്ങി വരാതിരുന്നതിനാലും രാത്രി വളരെ അധികമായിരുന്നതുകൊണ്ടും അയാൾ മാളികയുടെ മുകളിൽ കിടന്നുറങ്ങുകയായിരിക്കുമെന്ന് വിചാരിച്ച് അയാളോട് ഭൃത്യന്മാരും മറ്റും താഴത്തെ കിടന്നുറങ്ങി. കപ്പിത്താൻ ദേവരേശന്റെ തലയും കൊണ്ട് എപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി. കോട്ടവാതിലിന് സമീപം ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. 4 മണിക്ക് കോട്ടവാതിൽ തുറന്ന് ഉടനെ പുറത്തിറങ്ങി. അങ്ങോട്ട് പോയ വഞ്ചിയിൽ തന്നെ കയറി കപ്പിത്താൻ എറണാകുളത്തെത്തുകയും കോവിലകത്ത് ചെന്നപ്പോൾ തിരുമനസ്സുകൊണ്ട് പള്ളിക്കറുപ്പ ഉണർന്നിട്ടില്ലായിരുന്നതിനാൽ ദേവരേശന്റെ തല പട്ടിൽ നിന്നെടുത്ത് പള്ളി അറവാതിക്കൽ കെട്ടിത്തൂക്കിയിട്ട് പള്ളിക്കുറുപ്പ് ഉണരാനായി കാത്തു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പള്ളിക്കുറുപ്പ് ഉണർന്നു. പള്ളി അറവാതിൽ തുറന്നു. ആ സമയം തിരുമനസ്സുകൊണ്ട് ആദ്യം ദേവരേശന്റെ തലയും രണ്ടാമത് വലിയ കപ്പിത്താനെയുമാണ് കണി കണ്ടത്. തിരുമനസ്സുകൊണ്ട് ഏറ്റവും സന്തോഷിച്ചു. കപ്പിത്താനോട് പറഞ്ഞു, പണിക്കർ കുറച്ച് ബുദ്ധിമുട്ടിയിരിക്കും, എങ്കിലും വിചാരിച്ച കാര്യം സാധിച്ചുവല്ലോ. വളരെ സന്തോഷം. പണിക്കർ വലിയ ധീരനും നല്ല ശൂരനും തന്നെ, സംശയമില്ല എന്ന് അരുളി ചെയ്തു. കപ്പിത്താൻ മറുപടി പറഞ്ഞു, ഇതൊന്നും അടിയന്റെ ധീരത്വവും ശൂരത്വവും സാമർഥ്യവും മറ്റും കൊണ്ടൊന്നും സാധിക്കുന്നതല്ല. തിരുമനസിന്റെ കൽപ്പനയുടെ ശക്തി കൊണ്ട് മാത്രം. കൽപ്പനയുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് ആർക്കും കഴിയും. തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആട്ടെ, പണിക്കർ ഇന്നലെ ഒട്ടും ഉറങ്ങിയിരിക്കുകയില്ലല്ലോ. പോയി കിടന്ന് കുറച്ച് ഉറങ്ങും. എൻ്റെ കുളിയും ഊണും കഴിയുമ്പോൾ പണിക്കരെ ഇവിടെ കാണണം. ഇപ്പോൾ പോയിക്കോളൂ. കൽപ്പന കേട്ട ഉടനെ കപ്പിത്താൻ തിരുമുമ്പാകെ നിന്ന് പോവുകയും തിരുമനസ്സുകൊണ്ട് ദേവരേശന്റെ തല ഉടനെ കായലിൽ കെട്ടിത്താഴ്ത്തിച്ചിട്ട് നീരാട്ടുകുളി, അമൃതത്വം മുതലായവ എഴുന്നള്ളിക്കുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് അമൃതം നെയ്ത് കഴിഞ്ഞപ്പോൾ എഴുന്നള്ളിപ്പോഴേക്കും വലിയ കപ്പിത്താൻ തിരുമുമ്പാകെ എത്തി. കപ്പിത്താനെ കേട്ട ഉടനെ തിരുമനസ്സാകൊണ്ട് പണിക്കൂർ കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. ദേവരേശന്റെ പ്രഭാവവും പ്രതാപവും നിമിത്തം കൊച്ചിയിലുള്ള കൊങ്ങിണികളെയെല്ലാം തന്നെ ഏറ്റവും ഗർഭിഷ്ഠന്മാരായി തീർന്നിട്ടുണ്ട്. അതിനാൽ കൊച്ചിയിൽ പോയി സകല കുങ്ങിണികളുടെയും അവരുടെ ദേവസ്വത്വത്തിൻ്റെയും സകല ജന്മസ്വത്തുക്കളും കൊള്ളയിട്ട് കുത്തിവാരി ഇവിടെ കൊണ്ടുവരണം. ഇതിലേക്ക് ആവശ്യമുള്ള സൈന്യങ്ങളെ കൂടെ കൊണ്ടുപോയിക്കൊള്ളുക. ഇത്രയും അരുളി ചെയ്തു. വലിയ കപ്പിത്താൻ ഉടനെ സൈന്യസമേതം കൊച്ചിയിലെത്തി കൊങ്ങിണികളുടെ സ്വന്തവും ദേവസ്വവും വകയുമായുള്ള സകല സ്വത്തുക്കളും കൊള്ളയിട്ട് കുത്തിവാരി എടുത്തു തുടങ്ങിയപ്പോൾ കൊങ്ങിണികളെല്ലാം പരവശരായി തീരുകയും അവരുടെ വിഗ്രഹം കൂടി കപ്പിത്താൻ ഇളക്കിയെടുത്ത് കൊണ്ടുപോയപ്പോൾ നിന്ന് ശങ്കിച്ച് അവരിൽ ചിലർ ആ വിഗ്രഹം ഇളക്കിയെടുത്തുകൊണ്ട് തിരുവിതാംകൂറിലേക്ക് എത്തി അഭയം പ്രാപിക്കുകയും ചെയ്തു. കപ്പിത്താൻ അവരുടെ ഭരണിപാത്രങ്ങളും പൊൻവെള്ളി പണ്ടങ്ങളും പണവും രത്നങ്ങളും എല്ലാം കൊണ്ടുപോയി തിരുമുമ്പാകെ വെച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ യൂട്ടുവെപ്പിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക. ഇത്രയും കൽപ്പിക്കുകയും കപ്പിത്താൻ അവയെല്ലാം ഈടുവെപ്പിൽ ഏൽപ്പിക്കുകയും ചെയ്യും. തിരുമല ദേവസ്വം വക എന്ന പേര് വിട്ടുള്ള പാത്രങ്ങളും മറ്റും ഇപ്പോഴും തൃപ്പൂണിത്തറയിലെ ഈടുവെപ്പിൽ കാണുന്നുണ്ട്. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തിരുവനന്തപുരം പട്ടണവും രാമവർമ്മ മഹാരാജാവ് തിരുമനസിലെയും ഒന്ന് കാണണമെന്ന് നിശ്ചയിച്ച് 5-8 ഭൃത്യന്മാരോടും കൂടി അങ്ങോട്ട് എഴുന്നള്ളി. അവിടുന്ന് തിരുവനന്തപുരത്തെത്തിയത് ഒരു ദിവസം വെളുപ്പാൻകാലത്തായിരുന്നു. ആദ്യം തന്നെ മഹാരാജാവിനെ കണ്ടുകളയാമെന്ന് നിശ്ചയിച്ച് വലിയ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി. അപ്പോൾ തിരുമനസ് ഉറങ്ങി എണീച്ചിട്ടില്ലെന്നും അതിലേക്ക് ഏകദേശം 2 നാഴിക കൂടി താമസം ഉണ്ടായേക്കുമെന്നും തവണക്കാരൻ പറയുകയാൽ മഹാരാജാവ് പള്ളിക്കുറം ഉണരുമ്പോഴേക്കും ചില സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് നിശ്ചയിച്ച് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടുന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ട് ക്രമേണ കുതിരാലയത്തിൽ ചെന്നെത്തി. അപ്പോൾ ലക്ഷണയുക്തങ്ങളായ ചില ഒന്നാന്തര കുതിരകൾ വളരെ ചടച്ചും ക്ഷീണിച്ചും ഇരിക്കുന്നതായി കണ്ടു. ലായം വിചാരിപ്പുകാരൻ എവിടെ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഉടനെ ചില കുതിരക്കാർ വിചാരിപ്പുകാരിൽ നിന്ന് ഇതാ വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വിചാരിപ്പുകാരൻ അടുത്തു ചെന്നപ്പോൾ തിരുമനസ്സുകൊണ്ട് ഈ കുതിരകൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു. വിചാരിപ്പുകാരൻ പറഞ്ഞു, ചിലത് അങ്ങനെ ഇരിക്കും, അതവയുടെ സ്വഭാവമാണ്. ശക്തൻ തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് സ്വാഭാവികമായിട്ടുള്ള ക്ഷീണമാണെന്ന് തോന്നുന്നില്ല. ശരിയായി പുല്ലും മുതിരയും മറ്റും കൊടുത്താൽ ഇവയിങ്ങനെ ക്ഷീണിക്കുന്നവയല്ല. വിചാരിപ്പുകാരൻ മറുപടി പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ശക്തൻ തിരുമനസ് തിരിച്ചു ചോദിച്ചു, എടാ സാമദ്രോഹി,
എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുതിരകളെ വേണ്ടതുപോലെ നോക്കി രക്ഷിക്കുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നീയല്ലേ? ആ വയ്യയ്ക്ക് ശമ്പളം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് നിന്റെ ജോലി നീ ശരിയായി ചെയ്യാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വിചാരിപ്പുകാരൻ പറഞ്ഞു, ഇത് ചോദിക്കുവാൻ തനിക്ക് എന്ത് അധികാരമാണ്? താൻ എൻ്റെ മേലാധാവാണോ? ശക്തൻ തമ്പുരാൻ മറുപടി പറഞ്ഞു, മേലാവല്ലെങ്കിലും അന്യായമായ പ്രവൃത്തി കണ്ടാൽ ആർക്കും ചോദിക്കാം. കുതിരകളുടെ തീറ്റ സമാനങ്ങൾക്ക് പതിവുള്ള പണം വാങ്ങി അപഹരിക്കുകയും ഈ മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുകയുമല്ലേ നീ ചെയ്യുന്നത്? സ്വാമി ദ്രോഹി, നിന്നോട് ചോദിച്ചാൽ മതിയോ? നിന്റെ ദുഷ്ടപ്രവൃത്തിക്കുള്ള സമ്മാനം ഇതാ പിടിച്ചു. ഇത്രയും അരളി ചെയ്തിട്ട് വിചാരിപ്പുകാരൻ്റെ ചെകിടത്ത് തൃക്കൈ കൊണ്ട് തന്നെ ഒരു അടി വെച്ചു കൊടുത്തു. അടികൊണ്ട ക്ഷണത്തിൽ വിചാരിപ്പുകാരൻ നിലത്ത് പതിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് വൃത്യസമേതം അവിടെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. ഒരു നാഴിക കഴിഞ്ഞപ്പോൾ വിചാരിപ്പുകാരന് ബോധം വീണു. ഉടനെ അയാൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് എണീറ്റ് സങ്കടം അറിയിക്കുവാനായി കരഞ്ഞുകൊണ്ട് വലിയ കൊട്ടാരത്തിൻ്റെ അവിടെ എണീറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളി ഉറക്കത്തിൽ നിന്ന് പുറത്തെഴുന്നള്ളിയതിനാൽ വിചാരിപ്പുകാരൻ തിരുമുമ്പിൽ ചെന്ന് രാജുവിലെ ഉണ്ടായ സംഗതികളെല്ലാം തിരുമനസ്സിനെ അറിയിച്ചു. വിചാരിപ്പുകാരൻ മറുപടി പറഞ്ഞു, ഇവിടെ അടിയങ്ങളൊക്കെ ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും അധികാരമുണ്ട്. കൽപ്പിച്ചെന്ത് ചെയ്താലും അതൊക്കെ അടിയങ്ങൾ സഹിക്കണം. അതിന് സങ്കടമില്ല. വല്ലവരുമൊക്കെ ഇവിടെ വന്ന അടിയങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ സങ്കടമാണ്. ഇതിനെക്കുറിച്ച് കൽപ്പിച്ചന്വേഷിച്ച് വേണ്ടതുപോലെ കൽപ്പിച്ച് ചെയ്യണം. മഹാരാജാവ് തിരിച്ചു ചോദിച്ചു, ആ മനുഷ്യൻ ആരായിരിക്കും? അയാളുടെ വേഷം എങ്ങനെയിരിക്കുന്നു? വിചാരിപ്പുകാരൻ പറഞ്ഞു, ഒരു നമ്പൂരിയാണെന്നാണ് തോന്നുന്നത്. പൂണൂലുണ്ട്, തലമുടി വളർത്തിയിട്ടുണ്ട്, കയ്യിലൊരു വാളുണ്ട്. അയാളുടെ കൂടെ 5-8 ഭൃത്യന്മാരുമുണ്ട്. മഹാരാജാവ് മനസ്സിൽ പറഞ്ഞു, എന്നാൽ പെരുമ്പട മൂപ്പീനായിരിക്കും. അല്ലാതെ ആർക്കും ഇവിടെ വന്ന് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ ധൈര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആട്ടെ, നീ പോയിക്കോ, ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഇങ്ങനെ അരളി ചെയ്ത് വിചാരിപ്പുകാരനെ അറിയിച്ചു. അപ്പോഴേക്കും ശക്തൻ തിരുമനസ്സുകൊണ്ട് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി. തിരുമനസ്സിനെ കണ്ട ക്ഷണത്തിൽ മഹാരാജാവ് തിരുമനസ്സിനെ കൊണ്ട് അഭ്യുത്ഥാനം ചെയ്ത് തൃക്കൈയും പിടിച്ചു കൊണ്ടുപോയി. ആസന സൽക്കാരം ചെയ്തിരുത്തിയിട്ട് തിരുമനസ്സുകൊണ്ടും ഇരുന്ന് കുശലപ്രശ്നാദികൾ ചെയ്തു. പരസ്പരം കുറഞ്ഞെന്ന സൈരസല്ലാപം ചെയ്തതിനു ശേഷം ശക്തൻ തിരുമനസ്സുകൊണ്ട്, ഇന്ന് ഞാനിവിടെ ഒരു സാഹസം പ്രവർത്തിച്ചു. അതവിടെ അറിഞ്ഞിരിക്കുമല്ലോ. ലക്ഷണയുക്തങ്ങളായ ഒരു 1-ാം തരം കുതിരകളുടെ കഷ്ടസ്ഥിതി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കോപം വന്നുപോയി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മഹാരാജാവ് മറുപടി പറഞ്ഞു, അവിടുത്തെ പ്രവൃത്തി വളരെ ഉചിതമായി. ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ജോലി തിരക്കുകളും ഔദാസന്യവും നിമിത്തം ഈ വക കാര്യങ്ങളിൽ ദൃഷ്ടി വയ്ക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിനാൽ ഈ കള്ളന്മാരെയൊക്കെ വല്ലാതെ മൂത്തുപോയി. ഇവരുടെ കള്ളത്തരത്തിന് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് ക്രമത്തിലധികം വർദ്ധിച്ചു പോകുമല്ലോ. ആട്ടെ, അവിടെ നിങ്ങോട്ട് പുറപ്പെടുന്ന വിവരം മുൻകൂട്ടി എന്നെ അറിയിക്കാഞ്ഞത് എന്താണ്? ഇവിടെ എപ്പോൾ എത്തി? വന്നയുടനെ ലാത്തിയിലാക്കിയാണോ പോയത്? ശക്തൻ തിരുമൻ പറഞ്ഞു, ഞാൻ അരുണോദയമായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഉറക്കമുണർന്നിട്ടില്ലായിരുന്നതിനാൽ ഉണർന്ന് പുറത്തു വരുമ്പോഴേക്കും ചില സ്ഥലങ്ങളൊക്കെ നോക്കിക്കണ്ടു വരാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടതാണ്. ആ വഴിയിൽ ആയത്തിലും കയറുവാനിടയായി. ആ കുതിരകളിലെ പരാവശ്യം കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിച്ചില്ല. അതുകൊണ്ടാണ് വിചാരിപ്പുകാരനെ പ്രഹരിക്കുവാനിടയായത്. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടണമെന്ന് മുൻകൂട്ടി വിചാരിച്ചിരുന്നതേയല്ല. ഒരു ദിവസം അങ്ങനെ തോന്നിയതാണ്. ഉടനെ പുറപ്പെടുകയും ചെയ്തു. അതാണ് മുൻകൂട്ടി അറിയിക്കാതിരുന്നത്. മഹാരാജാവ് മറുപടി പറഞ്ഞു, ഇവിടെ വന്നിട്ടെങ്കിലും കാണണമെന്ന് തോന്നിയല്ലോ. അതും കൂടാതെ കഴിച്ചു കളയണമെന്ന് വിചാരിക്കാഞ്ഞത് തന്നെ ഭാഗ്യം. ആട്ടെ, ഇനി നമുക്ക് കുളി മുതലായത് കഴിക്കുവാൻ പോകാം. നേരം അധികമായിരിക്കുന്നു. ഇങ്ങനെ കുറച്ചു നേരം പരസ്പര സംഭാഷണം കഴിഞ്ഞതിന് ശേഷം നീരാട്ടുകുളി, അമൃതയത്ത് മുതലായവനായി 2 തിരുമേനിമാരും എഴുന്നള്ളി. ശക്തൻ തിരുമനസ്സിലേക്ക് എഴുന്നള്ള താമസിക്കുന്നതിന് പ്രത്യേകം ഒരു കൊട്ടാരം ഒഴിച്ചു കൊടുത്തിരുന്നു. എങ്കിലും അമൃതയത്ത് 2 തിരുമേനിമാർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് സുഖമായി 4 ദിവസം തിരുവനന്തപുരത്ത് എഴുന്നള്ളി താമസിച്ചു. അതിനിടയ്ക്ക് 2 തിരുമേനിമാരും ഒരുമിച്ച് എഴുന്നള്ളി തിരുവനന്തപുരത്തുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയം 2 തിരുമേനികളും കൂടി കരുവേലപ്പുര മാളികയുടെ മുകളിൽ ഓരോ സംഗതികളെക്കുറിച്ച് സംഭാഷണം ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഈ മാളികയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുവാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഓഹോ, ഉണ്ടാവുമെന്ന് ശക്തൻ തിരുമനസ്സുകൊണ്ട് അരുളി ചെയ്തു. അത് കേട്ട മഹാരാജാവ് തിരുമനസ്സിനെ കൊണ്ട് തൻ്റെ അടുക്കൽ നിന്നിരുന്ന ഭൃത്യന്മാരോട്, എന്താ, ചാടാമോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അവർ ഓരോരുത്തരും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് പ്രയാസമാണെന്നുള്ള ഭാവത്തോടുകൂടി പിന്മാറി നിന്നു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് തൻ്റെ ഭൃത്യന്മാരെ നേരെ ഒന്ന് കൽപ്പിച്ച് നോക്കി. അവരെല്ലാവരും ഉടൻ തന്നെ താഴത്തേക്ക് ചാടി. എല്ലാവർക്കും ഓരോ തരത്തിൽ പരിക്കുകൾ പറ്റി. ചിലർ ബോധരഹിതരാകുകയും ചെയ്തു. ഉടനെ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവരെ എടുത്തുകൊണ്ടുപോയി ചികിത്സിക്കട്ടെ, കഴിയുന്നതും വേഗത്തിൽ അവരെ സുഖപ്പെടുത്തണമെന്ന് അരുളി ചെയ്തു.
കൽപ്പന കേട്ട മാത്രയിൽ ചിലർ വന്നവരെ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ശക്തൻ തിരുമനസ്സുകൊണ്ട് 4 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞെന്നാറായപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും കാരണമെല്ലാം രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പ്രത്യേകം കൽപ്പിച്ച് ചട്ടം കിട്ടിയതിനാൽ വഴിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇടയാകാതെ ശക്തൻ തിരുമനസ്സുകൊണ്ട് സസുഖം തിരികെ തൃപ്പൂണിത്തറ എഴുന്നള്ളുകയും ചെയ്തു. ആ എഴുന്നള്ളത്തിലേക്ക് വേണ്ടി വന്ന ചെലവ് മുഴുവനും മഹാരാജാവ് തന്നെ വഹിക്കുകയാണ് ചെയ്തത്. മാളികയുടെ മുകളിൽ നിന്ന് ചാടി പരിക്കുകൾ പറ്റി ചികിത്സയിൽ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നവർ 1 മാസം കൊണ്ട് സുഖക്കേടെല്ലാം മാറി പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. അനന്തരം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവരെ തിരുവൻപാക വരുത്തി, നിങ്ങൾ എന്തു വിചാരിച്ചാണ് മാളികയുടെ മുകളിൽ നിന്ന് ചാടിയത് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അപ്പോൾ അവർ, അടിയങ്ങളപ്പോൾ ചാടിയില്ലെങ്കിൽ അടിയങ്ങളുടെ കഥ അപ്പോൾ തന്നെ കഴിയും, ചാടിയാൽ ഒരു സമയം ജീവിച്ചുവെന്നും വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാടിയത് എന്ന് തിരുമനസ്സിനെ അറിയിച്ചു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുകയും അവരുടെ സ്വാമി ഭക്തിയെക്കുറിച്ച് ഏറ്റവും പ്രശംസിക്കുകയും ചെയ്തു. പല വിധത്തിലുള്ള സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിച്ചയപ്പിക്കുകയും ചെയ്തു. ശക്തൻ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറ എഴുന്നള്ളിയതിനു ശേഷം അധികം താമസിയാതെ തൃശ്ശൂർപേരൂർക്ക് എഴുന്നള്ളുകയും 2 മാസത്തോളം അവിടെ താമസിക്കുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു. ആ കാലത്ത് അനുജൻ തമ്പുരാക്കന്മാർ തങ്ങളുടെ ഉപദേഷ്ടാവായ തുളുനാടൻ സ്വാമിയാരെ തൃപ്പൂണിത്തറ വരുത്തുകയും കുറച്ചു ദിവസം സൽക്കാരപൂർവ്വം താമസിച്ചതിന് ശേഷം ഗുരുദക്ഷിണയും മറ്റും കഴിച്ച് സന്തോഷിപ്പിച്ചയക്കുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു. ഈ സംഗതി എങ്ങനെയോ ശക്തൻ തിരുമനസ്സുകൊണ്ട് അറിയുകയും ഞാൻ കൂടി തൃപ്പൂണിത്തറ വന്നിച്ച് അനുഗ്രഹം വാങ്ങിയല്ലാതെ സ്വാമിയാരെ യാത്രയയക്കരുത് എന്നൊരു തിരുവെഴുത്ത് ഇളയ തമ്പുരാൻ്റെ പേർക്ക് തൃപ്പൂണിത്തറയ്ക്ക് അയക്കുകയും ചെയ്തു. തിരുവെഴുത്ത് കണ്ട് ഇളയ തമ്പുരാൻ വളരെ സന്തോഷിക്കുകയും, ജ്യേഷ്ഠൻ ഈ കാര്യത്തിൽ തൃപ്തിയില്ലാനായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, തിരുവെഴുത്ത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അവിടേക്കും സ്വാമിയെക്കുറിച്ച് വളരെ ഭക്തിയും ബഹുമാനവും ഉണ്ടെന്ന് തിരുവെഴുത്ത് കൊണ്ട് സ്പഷ്ടമാകുന്നുണ്ട് എന്നും അവിടുത്തെ അനുജനായ വീരകേള തമ്പുരാനോട് അരുളി ചെയ്യുകയും സ്വാമിയാരെ അയക്കാതെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അനന്തരം 10 ദിവസം കഴിഞ്ഞപ്പോൾ ശക്തൻ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറ എഴുന്നള്ളുകയും ഉടനെ സ്വാമിയെ ചെന്ന് കാണുകയും കാഴ്ചകൾ വെച്ച് വന്നിച്ച് കുശല പ്രശ്നാദികൾ ചെയ്ത് യാത്രയയക്കുകയും ചെയ്തു. സ്വാമിയാരെ ഢോലിയിൽ, അതായത് മേനാവിൽ കയറ്റി വാദ്യാഘോഷങ്ങളോടുകൂടിയാണ് അയച്ചത്. കോട്ടവാതിക്കൽ വരെ ശക്തൻ തിരുമനസ്സുകൊണ്ടും അനുയാത്രയായി എഴുന്നള്ളുകയും അവിടെ എത്തിയപ്പോൾ സ്വാമിയാരെ ഇറക്കി എഴുന്നള്ളിച്ച് താഴെയിരുത്തുകയും, ഏമ്പ്രാന്മാർക്ക് ഭസ്മം കുടിയിറങ്ങുക വളരെ നിന്ദ്യമാണല്ലോ, അതുകൊണ്ട് ധാരയാവട്ടെ എന്ന് അരുളി ചെയ്യുകയും ശക്തൻ തിരുമനസ്സിൽ കൽപ്പന പ്രകാരം ഒരു വഞ്ചി നിറച്ച് ചാരം കൊഴുക്കെ കലക്കി അവിടെ വെച്ചിരുന്നത് മുഴുവൻ സ്വാമിയാരുടെ ശിരസിൽ അഭിഷേകം കഴിച്ച് അവിടെ നിന്ന് അയക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ട് അനുജൻ തമ്പുരാക്കന്മാർക്ക് സഹിക്കുവാൻ വയ്യാതെയായി. ആ ഒരു വ്യസനവും കോപവും ഉണ്ടാകുകയും ചെയ്തു. എങ്കിലും ശക്തൻ തിരുമനസ്സിനെക്കുറിച്ചുള്ള ഭയനിമിത്തം അവരെല്ലാം സഹിച്ച് മൗനത്തെ അവലംബിച്ചുകൊണ്ട് തന്നെ നിന്നു. ആ സ്വാമിയാർ അന്ന് പോയിട്ട് പിന്നെ ശക്തൻ തിരുമനസ്സിന്റെ കാലം കഴിയുന്നതുവരെ കൊച്ചി രാജ്യത്ത് കടന്നിട്ടില്ല. ഒരിക്കൽ ശക്തൻ തിരുമനസ്സുകൊണ്ട് എറണാകുളത്ത് തൃശ്ശൂർപേരൂർക്ക് ഓടി വഞ്ചിയിൽ കയറി എഴുന്നള്ളിയപ്പോൾ ഇടയ്ക്ക് വെച്ച് വടക്ക് നിന്ന് വേറെ ഒരു വഞ്ചി വരുന്നത് കണ്ടു. ആ വഞ്ചി അടുത്തു വന്നപ്പോൾ അതിലിരുന്നിരുന്ന ഒരു സോമയാജി, ഇന്നിടത്ത് ഇന്ന ചോമാതിരി ഇന്ന് രാവിലെ മരിച്ചു പോയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പട്ടത്താനം എനിക്കായിരിക്കണം എന്ന് തീരുമാനിച്ചറിയിച്ചു. ഒരു ചോമാതിരി മരിച്ചാൽ ആ വർത്തമാനം ആദ്യം ചെന്ന് തിരുമനസ്സിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യം ചെന്ന് അറിയിക്കുന്നവൻ്റെ പേര് വീഴില്ലം പറയുക എന്നാണ്. ചോമതരി വീഴില്ലം പറഞ്ഞ ഉടനെ തിരുമനസ്സുകൊണ്ട്, ആട്ടെ, അതങ്ങനെ ചെയ്യാം. ചോമാതിരി ഈ വഴി ഇനി തിരുവനന്തപുരത്തേക്കാണെങ്കിൽ എൻ്റെ ഈ ഓടുവഞ്ചിയിൽ കയറി പൊയ്ക്കോളൂ, എന്നാൽ വേഗത്തിലെത്താം, ഞാൻ ചോമാതിരിയുടെ വഞ്ചിയിലും പൊയ്ക്കോളാം എന്ന് അരുളി ചെയ്യുകയും അപ്രകാരം പരസ്പരം വഞ്ചി മാറുകയും ചെയ്തിട്ട് വഞ്ചിക്കാരോട്, നാളെ ഉദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചോമാതിരിയെ കുലശേഖര പെരുമാളുടെ മുമ്പിലെത്തിക്കണം എന്നും കൂടി അരുളി ചെയ്തയക്കുകയും തിരുമനസ്സുകൊണ്ട് ചോമാതിരിയുടെ വഞ്ചിയിൽ തന്നെ എഴുന്നള്ളുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രി ആയപ്പോൾ ഓടുവഞ്ചി ഇടവ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വഞ്ചിക്ക് പോകുവാൻ അക്കാലത്ത് മാർഗമില്ലാതിരുന്നതിനാൽ വഞ്ചിക്കാർ ചോമാതിരിയെ കേട്ടെടുത്തതും കൊണ്ട് ഓടി. ഒരു വിധത്തിൽ നേരം വെളുത്തപ്പോഴേക്കും അവർ ചോമാതിരിയെ തിരുവനന്തപുരത്ത് വലിയ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പുണർന്ന് പുറത്തെഴുന്നള്ളിയ ഉടനെ ചോമാതിരി, ഇന്നിടത്ത് ഇന്ന ചോമാതിരി ഇന്നലെ രാവിലെ മരിച്ചുവെന്നും അതിനാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പട്ടത്താനങ്ങൾ എൻ്റെ പേരിൽ പതിച്ചു നൽകുന്നതിനും കൽപ്പനയുണ്ടാകണം എന്ന് തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ 6 ദിവസത്തെ വഴിക്കപ്പുറത്തുണ്ടായ ഒരു വർത്തമാനം 60 നാഴികെ കഴിയുന്നതിന് മുമ്പ് ഇയാൾ ഇവിടെ വന്ന് പറയണമെങ്കിൽ ശക്തൻ തിരുമനസ്സിൻ്റെ സഹായം കൂടാതെ സാധിക്കുകയില്ലെന്ന് തിരുമനസ്സിൽ തോന്നുകയാൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ചോമാതിരിയോട്, പോരുന്ന വഴിക്ക് പെരുമ്പടപ്പിൽ മൂപ്പിലെ കാണുകയുണ്ടായോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഉടനെ ചോമാതിരി, കണ്ടു എന്ന് മാത്രമല്ല, അവിടുന്ന് അവിടുത്തെ ഓട്ടുവഞ്ചി കയറ്റി എന്നെ ഈ ഉദിക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിയത്. എങ്കിലും മൂത്രവിസർജനത്തിന് കരയ്ക്ക് കയറിയാതെ വഞ്ചിക്കാർ എന്നെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചു.
അപ്പോൾ തിരുമനസ്സുകൊണ്ട് ആട്ടെ, ചോമാതിരി ഇവിടെ താമസിക്കൂ, ആ ബുദ്ധിമുട്ടിനിടയാകാതെ ഞാൻ അയച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. ചോമാതിരി പോകുമ്പോൾ പറഞ്ഞേ പോകാവൂ എന്നും പറഞ്ഞു. ഇപ്പോൾ വന്നിട്ടുള്ള വഞ്ചിക്കാർ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് കൽപ്പിക്കുകയാൽ ആ വഞ്ചിക്കാർ മടങ്ങിപ്പോവുകയും ചോമാതിരി തിരുവനന്തപുരത്ത് താമസിക്കുകയും ചെയ്തു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ചോമാതിരി യാത്രയറിയിച്ചു. ഉടനെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് ചോമാതിരിയെ ഒരു വഞ്ചിയിൽ കയറ്റി. പിറ്റേ ദിവസം അദ്ദേഹത്തെ തൃശ്ശൂർപേരൂർ എത്തിക്കണമെന്നും വഴിക്ക് കാണുന്ന കടവുകളിലെല്ലാം ഇറങ്ങി മൂത്രവിസർജനം കഴിപ്പിക്കണമെന്നും പ്രത്യേകം കൽപ്പിച്ചറിയിച്ചു. കൽപ്പന പ്രകാരം വഞ്ചിക്കാർ ചോമാതിരിയെയും കൊണ്ട് പുറപ്പെട്ടു. വഴിക്ക് കടവ് കണ്ട സ്ഥലങ്ങളിലെല്ലാം അവർ ചോമാതിരിയെ കരയ്ക്ക് കയറി മൂത്രം പൊടിപ്പിച്ചു. ചോമാതിരിക്ക് മൂത്രവിസർജനം വേണ്ടെന്ന് പറഞ്ഞാലും വഞ്ചിക്കാർ സമ്മതിക്കുകയില്ല. കൽപ്പന ലംഘിക്കുവാൻ പാടില്ലെന്ന് പറഞ്ഞവർ ചോമാതിരിയെ പിടിച്ച് കരയ്ക്ക് കയറി മൂത്രം പൊടിപ്പിക്കാതെ ഒരു കടവും കടന്നുപോയിട്ടില്ല. ഒട്ടും വേണ്ടെന്ന് ചോമാതിരി പറഞ്ഞാലും വഞ്ചിക്കാർ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് കുറച്ചെങ്കിലും മൂത്രം ഒഴിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി അവർ അദ്ദേഹത്തെ പിറ്റേ ദിവസം തന്നെ തൃശ്ശൂർപേരൂരിലെത്തിച്ചു. ചോമാതിരി ശക്തൻ തിരുമനസിനെ തിരുമുമ്പാകെ ചെന്നപ്പോൾ എന്താ ചോമാതിരി, സുഖമായി പോന്നു ഇല്ലേ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അപ്പോൾ ചോമാതിരി, അങ്ങോട്ട് പോയപ്പോൾ മൂത്രവിസർജനത്തിന് കരക്കിറങ്ങാതെയും ഇങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് വേണ്ടെങ്കിലും കണ്ട സ്ഥലത്തൊക്കെ കരയ്ക്ക് കയറി മൂത്രവിസർജനത്തിന് നിർബന്ധിച്ചും വഞ്ചിക്കാർ എന്നെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചു. അതല്ലാതെ വിശേഷിച്ചൊന്നും ഉണ്ടായില്ല എന്ന് തിരുമനസിനെ അറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് ചോമാതിരിക്ക് ഒരു പ്രാവശ്യം കൂടി തിരുവനന്തപുരത്തോളം പോയി വരാമോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അതിന് മറുപടിയായി ചോമാതിരി, നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുവാൻ ഞാൻ വേണമോ? അതുകൂടാതെ കഴിച്ചാൽ കൊള്ളാമെന്ന് ഉണർത്തിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെന്നില്ല എന്ന് അരുളി ചെയ്ത് ചോമാതിരിയെ അയച്ചു. ശക്തൻ തിരുമനസ്സുകൊണ്ട് അവിടുത്തെ നൈത്യാരമ്മയ്ക്കൊരു വീട് പണിയിച്ചു കൊടുത്തു. പൂരപ്പണി കൂടെ തീർന്നു പാലുകാച്ചു അടുത്തപ്പോൾ നൈത്യാരമ്മ പാലുകാച്ചി അടിയന്തരം ഒരുവിധം കേമമായും ഭംഗിയായി നടത്തിയാൽ കൊള്ളാമെന്ന് അടിയൻ ആഗ്രഹമുണ്ട്. ദേശക്കാരെയെല്ലാം ക്ഷണിച്ചൊരു സദ്യ നടത്തിയാൽ കൊള്ളാമെന്നാണ് അടിയൻ്റെ ആഗ്രഹം എന്ന് തിരുമനസിനെ അറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് അതിനെന്താ വിരോധം? ചുമ്മുവിൻ്റെ ഇഷ്ടം പോലെ ആകാമല്ലോ. സദ്യയ്ക്ക് വേണ്ടുന്ന വട്ടങ്ങൾ ചുമ്മു തന്നെ ഒരു വാരിയോല എഴുതി നോക്കൂ. അപ്രകാരമെല്ലാം ചട്ടം കിട്ടിയേക്കാമെന്ന് അരുളി ചെയ്തു. നൈത്യാരമ്മ വേണ്ടുന്ന സാമാനങ്ങളെല്ലാം ഒരു വാരിയോല എഴുതി കൊടുക്കുകയും ആ വാരിയോല പ്രകാരമെല്ലാം കൽപ്പിച്ച് ചട്ടം കിട്ടി വട്ടം കൂട്ടുകയും ചെയ്തു. സദ്യയുടെ വട്ടമൊക്കെ വളരെ കേമമായിരുന്നു. അരി മാത്രം വാരിയോലയിൽ എഴുതുവാൻ നൈത്യാരമ്മ മറന്നുപോയിരുന്നതിനാൽ അതുമാത്രം ഇല്ലായിരുന്നു. അടിയന്തര ദിവസം കറിക്കൂട്ടവും ദേഹഖണ്ഡവും എല്ലാം കഴിഞ്ഞു. സദ്യയ്ക്ക് കൽപ്പന പ്രകാരം ദേശക്കാരെയൊക്കെ ക്ഷണിച്ചിരുന്നതിനാൽ അവരെല്ലാവരും വന്നു. സദ്യയ്ക്ക് ഇലവയ്ക്കുകയും എല്ലാവരും ഉണ്ണാനിരിക്കുകയും സകല വിഭവങ്ങളും വിളമ്പുകയും ചെയ്തു. ചോറ് മാത്രമില്ല. അപ്പോഴാണ് ചോറുണ്ടാക്കിയിട്ടില്ലെന്ന് നൈത്യാരമ്മ അറിഞ്ഞത്. കൽപ്പന പ്രകാരം വട്ടം കൂട്ടി നടത്തുന്ന അടിയന്തരമാകിയാൽ എല്ലാം മുറയ്ക്ക് നടക്കണമെന്ന് വിചാരിച്ച് നൈത്യാരമ്മ ഇടയ്ക്കൊന്നും അന്വേഷിച്ചിരുന്നുമില്ല. എല്ലാവരും ഉണ്ണാനിരുന്ന് കഴിഞ്ഞിട്ടറിഞ്ഞതിനാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ലല്ലോ. എല്ലാവരും ചോറ് കൂടാതെ തന്നെ സദ്യയൂണും കഴിച്ചുപോയി. ഇത് നൈത്യാരമ്മയ്ക്ക് വലിയ അപമാനത്തിനും കുണ്ഠിതത്തിനും കാരണമായി. നൈത്യാരമ്മ തിരുമുമ്പാകെ ചെന്ന് ഇതിനെക്കുറിച്ചും വളരെ മനസ്താപത്തോടുകൂടി സങ്കടം അറിയിച്ചു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് ചുമ്മു വാരിയോലയിൽ അഴി എഴുതിയിട്ടില്ലായിരിക്കും, അതാണ് ചോറില്ലാതിരുന്നത്, അതിനി പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ എന്നരുളി ചെയ്തു. പണ്ട് കൊച്ചി രാജ്യത്ത് പണിക്കർ, കൈമൾ, കർത്താവ് ഇങ്ങനെ പല നാടുവാഴികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയ ധനവാന്മാരും ഗർവിഷ്ഠന്മാരുമായിരുന്നു. അവരിൽ ചിലർ മാത്രമേ രാജഭോഗം കൊടുത്തും രാജകൽപ്പന അനുസരിച്ച് നടന്നിരുന്നുള്ളൂ. മിക്കവരും രാജഭോഗം കൊടുക്കാതെയും രാജകൽപ്പന അനുസരിക്കാതെയും നടക്കുന്ന മുഷ്കരന്മാരായിരുന്നു. അപ്രകാരമുള്ള ധിക്കാരികളെയെല്ലാം ശക്തൻ തിരുമനസ്സുകൊണ്ട് പിടിച്ചമർത്തുകയും അവരുടെ സർവസ്വവും കൊള്ളു ചെയ്ത് കുത്തുവാരി അപഹരിക്കുകയും ചെയ്തു. എന്നാൽ രാജഭോഗം ശരിയായി കൊടുക്കുകയും കൽപ്പനയനുസരിച്ച് നടക്കുകയും ചെയ്തിരുന്നവരെ തിരുമനസ്സുകൊണ്ട് വേണ്ടതുപോലെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മേൽപ്പറഞ്ഞ നാടുവാഴികളുടെ കൂട്ടത്തിൽ മുരിയാടത്ത് നാമ്പ്യാർ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ജാതിയിൽ നായരായിരുന്നു. നാമ്പ്യാർ എന്നുള്ളത് കൽപ്പിച്ചു കൊടുത്ത ഒരു സ്ഥാനപ്പേരായിരുന്നു. അയാളുടെ ഭവനത്തിൽ സന്തതിയില്ലാഞ്ഞിട്ടും ഒടുക്കൾ ഒരു വൃദ്ധം മാത്രം ശേഷിക്കും. അതിനാൽ ആ സ്ത്രീ തൻ്റെ കുടുംബത്തിലേക്ക് ചിലരെ ദത്തെടുക്കണമെന്ന് നിശ്ചയിക്കുകയും ആ വിവരം ശക്തൻ തിരുമനസിനെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. ആ കുടുംബം ഏറ്റവും ധനപുഷ്ടിയുള്ളതിനായിരുന്നതിനാൽ അവരുടെ വസ്തുവകകളെല്ലാം കൈവശപ്പെടുത്തിയെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ശക്തൻ തിരുമനസ്സുകൊണ്ട് ആ സ്ത്രീയുടെ പേർക്ക് ദത്തിന് വേണ്ടുന്നതെല്ലാം വട്ടം കൂട്ടി ദിവസവും മുഹൂർത്തവും നിശ്ചയിച്ച് വിവരമറിയിച്ചാൽ ദത്തെടുക്കാനുള്ളവരെയും കൊണ്ട് ഞാൻ അവിടെ വന്നുകൊള്ളാം. ഞാൻ കൊണ്ടുവരുന്നവരെ അല്ലാതെ വേറെ ആരെയും ദത്തെടുത്ത് പോവുകയും അരുത് എന്ന് അൽപ്പനെ അറിയിച്ചു. ആ സ്ത്രീ അപ്രകാരം ദത്തിന് വേണ്ടുന്നവരെല്ലാം വട്ടം കൂട്ടി മുഹൂർത്തവും നിശ്ചയിച്ച് വിവരം തിരുമനസിനെ അറിയിച്ചു. മുഹൂർത്ത സമയമായപ്പോൾ പുരുഷന് സ്ത്രീയുമായിട്ടുള്ള 2 കുട്ടികളെയും കൊണ്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് ആ സ്ഥലത്ത് എഴുന്നള്ളി. ആ കുട്ടികൾ ഒരു തമ്പാന്റെ കോവിലകത്തേതായിരുന്നു. കുട്ടികൾ തമ്പാന്റെ ജാതിയിലുള്ളവരാണെന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് സീമാതീതമായ സന്തോഷമുണ്ടായി.
ഉടനെ ദത്തിൻ്റെ ക്രിയകളും ചടങ്ങുകളുമൊക്കെ മുറയ്ക്ക് നടത്തുകയും അവ കഴിഞ്ഞതിന് ശേഷം സന്ധ്യ ആരംഭിക്കുകയും ചെയ്തു. സദ്യ അധിക കേമമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ദത്തെടുക്കപ്പെട്ട കുട്ടികളുടെയും ഭക്ഷണത്തിനിരുത്തി. അവർക്ക് ആ വൃദ്ധയെ തന്നെ ചോറ് വിളമ്പിക്കൊടുത്തു. അവർ ഉണ്ണാതെ വിഷാദഭാവത്തോടു കൂടിയിരുന്ന് കണ്ടിട്ട് വൃദ്ധ തിരുമുമ്പാകെ ചെന്ന്, അടിയൻ്റെ അവകാശികളായി ദത്തെടുക്കപ്പെട്ടവർ അടിയൻ വിളമ്പിക്കൊടുത്ത അന്നം ഭക്ഷിക്കാതിരിക്കുന്നത് എന്താണ്? ഇത് അടിയന് വളരെ സങ്കടകരമാണ് എന്ന് ഉണർത്തിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് കുട്ടികളോട്, ആട്ടെ, ഊണ് കഴിക്കുന്നതിന് വിരോധമില്ല, പിന്നീടും വേണ്ടത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അരുളി ചെയ്യുകയും കുട്ടികൾ മനസ്സോടുകൂടി അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ദത്ത് സംബന്ധിച്ചിട്ടുള്ള സദ്യ മുതലായവയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടികളെ അവിടെ തന്നെ താമസിച്ച് വിട്ട് തിരുമനസ്സുകൊണ്ട് കോവിലകത്തേക്ക് എഴുന്നള്ളി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിക്കുകയും അവരുടെ ശേഷക്രിയാദികൾ ആ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അനന്തരം ശക്തൻ തിരുമനസ്സുകൊണ്ട് വൈദികന്മാർ മുതലായവരെ വരുത്തി നായരുടെ അന്നം ഭക്ഷിച്ച ഈ ക്ഷത്രിയ കുട്ടികളെ ഏത് സ്ഥിതിയിലാണ് ഇരുത്തേണ്ടതെന്ന് ആലോചിച്ചു. കുട്ടികൾ കൽപ്പനയെ നിരസിക്കുവാൻ നിവൃത്തിയില്ലാതെ വരികയാൽ, മനസ്സുകൂടാതെ ഭക്ഷിച്ചതാകിയാൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുവാൻ പാടില്ലെന്നും അവരെ ഒരു പ്രത്യേക ജാതിക്കാരായി ഇരുത്തേണ്ടതാണെന്നും അവരുടെ ആചാരങ്ങളെല്ലാം ക്ഷത്രിയരെ പോലെ ആയിരിക്കേണ്ടതാണെന്നും ക്രിയാദികൾ മന്ത്രം കൂടാതെ ബ്രാഹ്മണർ നടത്തിക്കൊണ്ടതാണെന്നും ഉപനയനം പൂണൂലിടാതെ നടത്തണമെന്നും അവരെ ദേവാലയം ബ്രാഹ്മണരല്ലാത്തവരുമായ ഒരു ദേശത്ത് ഒരു നദീതീരത്തും താമസിപ്പിക്കണമെന്നും മഹാബ്രാഹ്മണർ കൂടി ആലോചിച്ച് വിധിച്ചു. അതിനാൽ തിരുമനസ്സുകൊണ്ട് മലയാറ്റൂർ എന്ന ദേശത്ത് അവർക്കൊരു ഭവനം കണിപ്പിച്ചു കൊടുക്കുകയും അവരെ അവിടെ തന്നെ താമസിപ്പിക്കുകയും അവരുടെ ചെലവിന് പതിവായി സർക്കാരിൽ നിന്ന് കൊടുക്കുന്നതിന് കൽപ്പിച്ച് ഏർപ്പാടുകയും ചെയ്തു. ആ സ്ഥലത്ത് ആ കുട്ടികളുടെ വംശന്മാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരുടെ ചെലപ്പിന് ഇപ്പോഴും കൊച്ചി സർക്കാരിൽ നിന്നാണ് കൊടുത്തു വരുന്നത്. അവർ ആദ്യം തമ്പാക്കന്മാരായിരുന്നതിനാൽ അവരെ നായന്മാർ മുതലായവർ ഇപ്പോഴും വിളിച്ചു പോരുന്നത് തമ്പാക്കന്മാരെന്ന് തന്നെയാണ്. എന്നാൽ നമ്പ്യാരുടെ കുടുംബത്തിൽ ദത്ത് കയറിയവരായതുകൊണ്ട് ബ്രാഹ്മണരും മറ്റും അവരെ ഇപ്പോഴും നമ്പ്യാരന്മാരെന്നും വിളിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ ഒടുക്കം ശേഷിച്ചിരുന്ന സ്ത്രീ മരിച്ചതിന് ശേഷം അവരുടെ സർവസ്വവും കൊച്ചി സർക്കാരിലേക്ക് ചേർത്തു. പാത്രങ്ങളും പണ്ടകങ്ങളും എല്ലാം വരുത്തി തിരുമനസിനെ കൊണ്ട് ഈടുവയ്പിൽ വയ്പ്പിക്കുകയും ചെയ്തു. നമ്പ്യാരുടെ പാത്രങ്ങളിന്മേലും മറ്റും പേര് വെട്ടിയിരുന്നത് മുകുന്ദപുരം എന്നായിരുന്നു. അങ്ങനെ പേര് വെട്ടിയിട്ടുള്ള പണ്ടങ്ങളും പാത്രങ്ങളും തൃപ്പൂണിത്തറ ഈടുവയ്പിൽ ഇപ്പോഴും കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ മുറച്ചവത്തിൻ്റെ വട്ടങ്ങളും കേമത്തങ്ങളും മറ്റും ചില നമ്പൂരിമാർക്ക് പറഞ്ഞു കേട്ടിട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കണമെന്ന് നിശ്ചയിച്ച് ഒരു മുറജപ കാലത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. പരിവാരങ്ങളൊന്നും കൂടാതെ ഏറ്റവും ഗൂഢമായിട്ടായിരുന്നു ആ എഴുന്നള്ളത്ത്. ഒരു കട്യാവണ്ഠാരവും ഒരോലിടുക്കിയും ഒരു വടിയുമായി ഒരു നമ്പൂരിയുടെ മട്ടിലാണ് എഴുന്നള്ളിയത്. മുറജപ കാലത്ത് വഴിക്ക് ഓരോ സ്ഥലങ്ങളിലും നമ്പൂരിമാർക്ക് ഭക്ഷണത്തിന് വേണ്ടുന്ന സ്ഥലങ്ങൾ സർക്കാരിൽ നിന്ന് കേമോവായി വട്ടം കൂട്ടിയിരിക്കുമല്ലോ. തിരുമനസ്സുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നമ്പൂരിമാരുടെ കൂട്ടത്തിൽ അമൃതയത്ത് കഴിച്ചുകൊണ്ടാണ് എഴുന്നള്ളിയത്. എങ്കിലും ഈശ്വരാനുകൂല്യം കൊണ്ടും വഴിക്കറിയാവുന്നവരെല്ലാം കണ്ടില്ല. അങ്ങനെ ക്രമേണ തിരുവനന്തപുരത്തെത്തി പത്മതീർത്ഥത്തിൽ ഒരു ഒതുങ്ങിയ സ്ഥലത്തിറങ്ങി. കുടയും വടിയും ഭാണ്ഡവും കരയ്ക്ക് വെച്ചിട്ട് നീരാട്ടുകുളിയും നിത്യകർമാനുഷ്ഠാനാദികളും കഴിച്ച് ശീവേലിപ്പുരയിൽ നിന്നും അമൃതയത്വം കഴിച്ചു. അപ്പോഴേക്കും ആരും കണ്ടറിഞ്ഞില്ല. അമൃതയത്ത് കഴിഞ്ഞ് കൈ കഴുകുവാനായ നേരത്ത് നീരാട്ടുകുളി കഴിച്ച് കടവിൽ തന്നെ ചെന്നിറങ്ങി കൈ കഴുകി. ആ സമയം രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കരുവേല പെരുമാളുകളുടെ മുകളിൽ നിന്നുകൊണ്ട് കാണുകയും കണ്ട ഉടനെ ആളറിയുകയും ചെയ്തു. എങ്കിലും അവിടെ അപ്പോൾ അറിഞ്ഞതായി ഭാവിക്കുകയും ഒന്നും പ്രവർത്തിക്കുകയും ചെയ്തില്ല. രാത്രിയായപ്പോൾ പത്മതീർത്ഥക്കരയിലെല്ലാം കൽപ്പനകാരൻ തീവെട്ടി അത് കൊളുത്തിപ്പിടിക്കുകയും തിരുമനസ്സുകൊണ്ട് കരുവേല പെരുമാളുകളുടെ മുകളിൽ എഴുന്നള്ളി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്പൂരിമാർ അത്താഴം കഴിഞ്ഞ് കൈ കഴുകുവാനായി പത്മതീർത്ഥത്തിൽ വന്നിറങ്ങി തുടങ്ങി. ആ കൂട്ടത്തിൽ ശക്തൻ തിരുമനസ്സുകൊണ്ടും കൈ കഴുകുവാൻ ഇറങ്ങിയത് രാവിലെ നീരാട്ട് കുളി കഴിച്ച കടവിൽ തന്നെയായിരുന്നു. അപ്പോഴും അവിടുത്തെ തൃക്കയിൽ ഓലക്കുടിയും വടിയും കട്ടിയ ഭണ്ഡാരവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കടവിൽ വന്നിറങ്ങിയ ഉടനെ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് 2 പട്ടക്കാരെ വിളിച്ച് വടക്കേക്കരയിലുള്ള ആ ഇടുക്കുവടയിൽ ഇറങ്ങി കൈ കഴുകുന്ന ആ കട്ടിയ ഭാണ്ഡവും എടുത്ത് ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ ബലം പ്രയോഗിച്ച് കൊണ്ടുവരണമെന്നില്ല എന്ന് കൽപ്പിച്ചയച്ചു. പട്ടക്കാർ ഓടിച്ചെന്ന് കരുവേല പുരമാളികയിൽ ചെല്ലുവാൻ കൽപ്പനയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആളറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ മടിക്കുകയും മുടിക്കുകയും ചെയ്യുന്നത് യുക്തമല്ല എന്ന് വിചാരിച്ച് ശക്തൻ തിരുമനസ്സുകൊണ്ട് നേരെ കരുവേലക പുരമാളികയിലേക്ക് തന്നെ എഴുന്നള്ളി. എഴുന്നള്ളത്ത് കോവണി ചവിട്ടിയാലപ്പോൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് താഴെ എഴുന്നള്ളി തൃക്കൈക്ക് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ആസന സൽക്കാരം ചെയ്തിരുത്തിയിട്ട് അവിടുന്ന് ഒരു കസാരയിൽ ഇരിക്കണമെന്നും ഉടനെ സംഭാഷണം ആരംഭിക്കുകയും ചെയ്തു. രാമവർമ്മ ചോദിച്ചു, ഇതെന്തൊരു നേരം പോക്കാണ്? ഈ ഗൂഢസഞ്ചാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ശക്തൻ തമ്പുരാൻ പറഞ്ഞു,
ഇങ്ങനെയല്ലാതെ ഈ ഘോഷങ്ങളൊക്കെ വേണ്ടതുപോലെ കാണുവാനും മറ്റും സാധിക്കുകയില്ലല്ലോ. നമ്പൂരിമാരുടെ ബഹളവും മറ്റും കാണുകയും ആ കൂട്ടത്തിൽ ചെന്ന് സദ്യ ഉണ്ടാക്കുന്നവ നോക്കുകയും മറ്റും ചെയ്യുന്നതിന് ഇങ്ങനെയല്ലാതെ എന്തു മാർഗമാണുള്ളത്? രാമവർമ്മ ചോദിച്ചു. അതല്ല, ഞാനിത് ഊഹിക്കാതിരുന്നില്ല. ഞാൻ രാവിലെ തന്നെ അവിടത്തെ കണ്ടു. ആഗ്രഹം സാധിച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇതുവരെ ക്ഷമിച്ചത്. ഇതൊക്കെ അവിടേക്കല്ലാതെ ആർക്കും സാധിക്കില്ല. ശക്തൻ തമ്പുരാൻ പറഞ്ഞു. ഈ വക കളവുകൾ കണ്ടുപിടിക്കുവാൻ അവിടേക്കും സാധിക്കും. രാമവർമ്മ ചോദിച്ചു. കൂടെ വേറെ ആരുണ്ട്? ശക്തൻ പറഞ്ഞു. ഇതാ ഈ കുടയും വടിയും ഭാണ്ഡവും മാത്രം. രാമവർമ്മ ചോദിച്ചു. അതും അത്ഭുതം തന്നെ. ഭൃത്യന്മാരാരും കൂടാതെ വേണ്ടിവരുന്ന കാര്യങ്ങളൊക്കെ സ്വയമേ സ്വാധിക്കുന്ന അവിടുത്തെ ജനങ്ങൾ ശക്തനെന്ന് പറയുന്നത് യഥാർത്ഥം തന്നെ. ശക്തനെന്ന് പോരാ, സർവശക്തൻ എന്ന് തന്നെ പറയേണ്ടതാണ്. ആട്ടെ, ആ വടിക്കകത്ത് വാളായിരിക്കുമല്ലോ? ശക്തൻ ചോദിച്ചു. അതങ്ങനെ തന്നെ. അതുമില്ലാതെ തനിച്ച് സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ആപൽക്കരമായി വന്നേക്കുമല്ലോ. രാമവർമ്മ പറഞ്ഞു. എന്നെ അറിയിക്കാതെ മടങ്ങിപ്പോകണമെന്നായിരിക്കുമോ വിചാരിച്ചത്? ശക്തൻ തമ്പുരാൻ പറഞ്ഞു. സാധിച്ചുവെങ്കിൽ അങ്ങനെ വേണമെന്ന് തന്നെയായിരുന്നു വിചാരം. സാധിക്കുന്ന കാര്യം അസാധ്യമാണെന്നും വിചാരിക്കാതിരുന്നില്ല. രാമവർമ്മ പറഞ്ഞു. ആട്ടെ, കാണാൻ സാധിച്ചുവല്ലോ, സന്തോഷമായി. ഇനി മുറിജപം കഴിഞ്ഞിട്ട് പോയാൽ മതി. ശക്തൻ പറഞ്ഞു. അതിന് നിവൃത്തിയില്ല. ഇന്ന് തന്നെ തിരികെ മടങ്ങണമെന്നാണ് വിചാരിച്ചത്. അത് തെറ്റിയല്ലോ, നാളെയെങ്കിലും പോകണം. രാമവർമ്മ പറഞ്ഞു. ആട്ടെ, അത് നാളെ നിശ്ചയിക്കാം. ഇപ്പോൾ നമുക്ക് കിടക്കുവാൻ ശ്രമിക്കാം. നേരം രാത്രി അധികമായി. ഇങ്ങനെ സംഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം 2 തിരുമേനികളും പള്ളിക്കുറുപ്പിന് എഴുന്നള്ളി. കുലശേഖര പെരുമാൾ തിരുമനസിനെ നിർബന്ധം നിമിത്തം ശക്തൻ തിരുമനസ്സുകൊണ്ടും ആ പ്രാവശ്യവും 4 ദിവസം തിരുവനന്തപുരത്ത് എഴുന്നള്ളി താമസിച്ചു. രാമവർമ്മ മഹാരാജാവ് തിരുമനസിനെ കൊണ്ട് വേണ്ടുന്ന ഭൃത്യന്മാരെയും മറ്റും ഏർപ്പെടുത്തി കൊടുത്ത് രാജപദവിയോടുകൂടി തന്നെയാണ് ശക്തൻ തിരുമനസിനെ അവിടെ താമസിപ്പിച്ചിരുന്നത്. തിരിച്ചെഴുന്നള്ളിയ സമയം വഴിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം കൽപ്പനപ്രകാരം ചട്ടം കിട്ടിയിരുന്നത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ബോട്ടിൽ കയറ്റിയാണ് തൃപ്പൂണിത്തറ വരെ എത്തിച്ചത്. ശക്തൻ തിരുമനസ്സുകൊണ്ട് ആരും അറിയാതെ തിരുവനന്തപുരത്ത് വന്നു പോകണമെന്ന് വിചാരിച്ചുവല്ലോ. അതിന് പകരം ഒന്ന് പറ്റിക്കാമെന്ന് രാജവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നിശ്ചയിച്ചു. എന്നാൽ അത് ആരോടും കൽപ്പിച്ചില്ലാതാനും. ഒരിക്കൽ തിരുമനസ്സുകൊണ്ട് അഷ്ടമി ദർശനത്തിനായി വൈക്കത്ത് എഴുന്നള്ളുകയും അവിടെ ഏതാനും ദിവസം താമസിക്കുകയും ചെയ്തു. അനന്തരം തിരികെ എഴുന്നള്ളത്ത് നിശ്ചയിച്ച് ഒരു ദിവസം അത്താഴം അമൃതയത്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ എഴുന്നള്ളി. ബോട്ട് നീക്കാറായപ്പോൾ തൃപ്പൂണിത്തറയ്ക്ക് പിടക്കട്ടെ എന്നും നിശബ്ദമായിരിക്കണമെന്നും ബോട്ട് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള തോട്ടുകടവിൽ ഇടക്കണമെന്നും കൽപ്പിച്ചു. അപ്രകാരം ബോട്ട് അവിടെ അടുത്ത് തന്നെ ഉടുത്ത് തിരുമനസ്സുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ ഒരു മുണ്ടും ഒരു തോർത്തുമുണ്ടും മാത്രം ഉടുത്തും കൊണ്ട് കരക്കിറങ്ങി. നേരെ കിഴക്കോട്ട് കാൽനടയായി എഴുന്നള്ളി. അമ്പലക്കുളത്തിലെത്തി നീരാട്ടുകുളി കഴിച്ച് ആ ഈറൻ തന്നെ ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ എഴുന്നള്ളി. ഒരു ശരപ്പുളി മാലി പതക്കവും നടക്കി വെച്ച് സ്വാമി ദർശനം കഴിച്ച് പുറത്തിറങ്ങി. ക്ഷണത്തിൽ ബോട്ടിൽ എഴുന്നള്ളി തിരികെ എഴുന്നള്ളുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉത്സവമായിരുന്നു എന്ന് തന്നെയല്ല, അന്ന് തൃക്കോട്ട പുറപ്പാടുമായിരുന്നു. വിളിക്കെഴുന്നള്ളിച്ച പടിഞ്ഞാറേ നടയിൽ മേളം പൊടിപിടിച്ചിരുന്ന സമയത്താണ് തിരുമനസ്സുകൊണ്ട് സ്വാമി ദർശനം കഴിച്ച് എഴുന്നള്ളിയത്. അതിനാൽ ആരും കണ്ടറിയുന്നതിനിടയായില്ല. തിരുമനസ്സുകൊണ്ട് തിരികെ എഴുന്നള്ളി കുറച്ചു കഴിഞ്ഞപ്പോൾ അപരിചിതനായ ഒരാൾ അമ്പലത്തിൽ വന്ന് വളരെ വിലപിടിപ്പുള്ളതായ ഒരു ശരപ്പുളി മാലയും പതക്കവും നടക്കി വെച്ച് സ്വാമി ദർശനം കഴിച്ചു പോയതായി ശക്തൻ തിരുമനസ്സിലേക്ക് അറിവ് കിട്ടി. മാലയും പതക്കവും വരുത്തി പരിശോധിച്ചപ്പോൾ പതക്കത്തിൻ്റെ പുറകുവശത്ത് തിരുവിതാംകൂർ രാമവർമ്മ എന്ന പേര് വെട്ടിയിരിക്കുന്നതായി കണ്ടു. ഉടനെ ആളുകളെ അയച്ച് അന്വേഷിപ്പിക്കുവാൻ കുറച്ചു സമയം മുമ്പേ പടിഞ്ഞാറ് ബോട്ടിക്കൽ ഒരു ബോട്ട് എടുത്ത് കിടന്നിരുന്നുവെന്നും അത് വിട്ടുപോയിട്ട് ഏകദേശം 4 നാഴിക കഴിഞ്ഞിരുന്നുവെന്നും അറിവ് കിട്ടി. ഈ വന്നുപോയത് ഇന്നാരാണെന്നും ഇത് തന്നെ പറ്റിക്കുകയാണ് ചെയ്തതെന്നും ശക്തൻ തിരുമനസ്സുകൊണ്ട് മനസ്സിലായി എന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടല്ലോ. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അമ്പലപ്പുഴ എത്തുകയും ആ വഴി തിരുവനന്തപുരത്ത് എഴുന്നള്ളുകയും ചെയ്തു. രാമവർമ്മ മഹാരാജാവ് തിരുമനസിനെ പ്രത്യേകം പ്രീതിക്ക് പാത്രീഭവിച്ചിരുന്നതായി കേശവപിള്ള ദിവാഞ്ചിയെ കൂടാതെ കുഞ്ചിക്കുട്ടി, കുതിരപ്പക്ഷി, വൈക്കം പത്മനാഭപിള്ള ഇങ്ങനെ 3 പേരോടുകൂടി ഉണ്ടായിരുന്നു. അവർ 3 പേരും ഏറ്റവും വീരന്മാരും ശൂരന്മാരും യുദ്ധവിദഗ്ധന്മാരുമായിരുന്നു. എന്നു മാത്രമല്ല, പ്രസിദ്ധ മാന്ത്രികനായിരുന്ന തേവലശ്ശേരി നമ്പിയുടെ അടുക്കൽ ശിഷ്യപ്പെട്ട് ഉപദേശം വാങ്ങിയിട്ടുള്ള വലിയ മന്ത്രവാദികളുമായിരുന്നു. അവർക്ക് ശത്രുക്കളുടെ ആയുധമേറ്റ് മരണം സംഭവിക്കാതിരിക്കുന്നതിനാലാണ് തേവലശ്ശേരി നമ്പി അവരെ രക്ഷ ധരിപ്പിക്കുകയും ചെയ്തിരുന്നത്. സ്വർണ്ണത്തളികയിൽ രക്ഷ എഴുതി അവരുടെ തുടകിയൊരു തുടയ്ക്കുന്നതിനാണ് നമ്പി രക്ഷ സ്ഥാപിച്ചിരുന്നത്. അവരുടെ അത്ഭുത കർമ്മങ്ങളും മറ്റും വിവരിക്കുന്നതിന് ഓരോരുത്തരെക്കുറിച്ചും പ്രത്യേകം ഓരോ ഉപന്യാസങ്ങൾ വേണ്ടിയിരിക്കുന്നതിനാൽ അതിനായി ഇപ്പോൾ ഉദ്യമിക്കുന്നില്ല. ഇവിടെ പ്രകൃതം ശക്തൻ തമ്പുരാൻ തിരുമനസിൻ്റെ ചരിത്രമാണല്ലോ. അതിനാൽ ആ തിരുമേനിയുമായി കൂടിക്കാണുവാൻ സംഗതിയായിട്ട് കുഞ്ചിക്കുട്ടിയെക്കുറിച്ച് മാത്രം സ്വല്പം പറഞ്ഞുകൊള്ളും.
കുഞ്ചിക്കുട്ടി തിരുവനന്തപുരത്ത് വലിയ കൊട്ടാരം സർവ്വാധികാരിക്കാരനായതിനാൽ അദ്ദേഹത്തെ എല്ലാവരും സാധാരണയായി പറഞ്ഞു വന്നിരുന്നത് കുഞ്ചിക്കുട്ടി സർവാധികാരൻ എന്നായിരുന്നു. ഒരിക്കൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ചേർന്നതായ അതിർത്തി സ്ഥലത്ത് ഒരാന കുഴിയിൽ വീണു. അതറിഞ്ഞ ആ ആനയെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകുവാനായി കുഞ്ചിക്കുട്ടി സർവാധികക്കാർ പോയിരുന്നു. കുഞ്ചിക്കുട്ടി സ്ഥലത്തെത്തിയപ്പോഴേക്കും കൊച്ചി സർക്കാരിൽ നിന്നും താപ്പാനകളും മറ്റും കൊണ്ടുവന്ന് ആളുകൾ വന്ന് ആനയെ കുഴിയിൽ നിന്നും കയറ്റി അത് കണ്ട് കടത്തിക്കഴിഞ്ഞിരുന്നു. കുഞ്ചിക്കുട്ടി അടുത്ത് ചെന്ന് തൻ്റെ മന്ത്രശക്തി കൊണ്ട് ആനയെ പുറകോട്ട് തിടത്തി തിരിച്ചു കൊണ്ടുവന്ന് ആനക്കൂട്ടിലടച്ചു. ഇണക്കവും പരിചയം വരാത്ത കാട്ടാനയെ പിടിക്കാനോ തടുക്കുവാനോ അതിൻ്റെ അടുക്കൽ ചെല്ലുവാനോ ആർക്കും സാധിച്ചില്ല. അതിനാൽ കൊച്ചിയിൽ നിന്ന് വന്നവർ ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. ഈ വർത്തമാനം കേട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സിലെ പേർക്ക് അവിടെ സർവാധികാരിയായിരിക്കുന്ന കുഞ്ചിക്കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനാൽ സൗകര്യം പോലെ അവനെ ഇങ്ങേ ചയച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഒരു തിരുവെഴുത്ത് എഴുതിയും അയച്ചു. തിരുവെഴുത്ത് കണ്ട ഉടനെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് സർവാധികാരിയെ മുൻപിൽ വരുത്തി. കുഞ്ചിക്കുട്ടിയെ ഒന്ന് കാണുവാനായിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് അയച്ചാൽ കൊള്ളാമെന്ന് പെരുമ്പടപ്പിൽ മൂപ്പിന് എഴുത്തൽ വന്നിരിക്കുന്നു. എന്താ ഒന്ന് പോയി വരുവാൻ വയ്യേ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. കൽപ്പനയുണ്ടെങ്കിൽ വിട്ടുകൊള്ളാമെന്ന് സർവാധികക്കാർ ഉണർത്തിക്കുകയും ആട്ടെ ഒന്ന് പോയി വരൂ, സൂക്ഷിച്ചു വേണം, അദ്ദേഹം ഒരു ശുദ്ധാത്മാവാണ്, എങ്കിലും മുൻകോപം കലശാണ് എന്ന് പറഞ്ഞു. ദേഷ്യം വന്നാൽ എന്തും പ്രവർത്തിക്കും, അങ്ങനെയാണ് സ്വഭാവം, ആളറിഞ്ഞ് പെരുമാറിക്കോണം, അത് മതി. ഇത്രയും കൽപ്പിച്ചു. സർവാധികക്കാർ മഹാരാജാവ് തിരുമേനിയെ വന്നിച്ചുകൊണ്ട് അന്ന് തന്നെ പുറപ്പെട്ടു. 4-ാം ദിവസം തൃപ്പൂണിത്തറയിലെത്തി. സേവകന്മാർ മുഖാന്തരം അനുവാദം വാങ്ങിക്കൊണ്ട് തിരുമുൻപാകെ ചെന്നു. ആ സമയം ശക്തൻ തിരുമനസ്സുകൊണ്ട് കളിമാളികയുടെ വരാന്തയിൽ ഒരു കസാലയിൽ എഴുന്നള്ളിയിരിക്കുകയായിരുന്നു. തൃക്കൈയിൽ ഒരു വാളുമുണ്ടായിരുന്നു. സർവാധികക്കാർ അടുത്തു ചെന്ന് വന്നിച്ചു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് കുഞ്ചിക്കുട്ടിയെക്കുറിച്ച് ധാരാളമായി കേട്ടിട്ടുണ്ട്, കാണുവാൻ കഴിഞ്ഞിട്ടില്ല, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങിയിട്ട് വളരെ ദിവസമായി, ഇന്ന് കണ്ടുവല്ലോ, സന്തോഷമായി എന്ന് പറഞ്ഞു. കുഞ്ചിക്കുട്ടി പറഞ്ഞു, ഇവിടെ വിട കൊണ്ട് തൃപ്പാദം കണ്ട് വന്നിച്ചാൽ കൊള്ളാമെന്ന് അടിയനും വിചാരിക്കാറുണ്ട്, അതിനുള്ള വിധി ഇന്നേ അടിയന് ലഭിച്ചുള്ളൂ. ശക്തൻ ചോദിച്ചു. തൃക്കൈയിലിരിക്കുന്ന വാൾ കാണിച്ചുകൊണ്ട് കുഞ്ചിക്കുട്ടി ഇത് കണ്ടുപോകും. സർവാധി പറഞ്ഞു, ഏറാൻ ചെറുതായിട്ടൊന്ന് അടിയൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അരവാളെടുത്ത് കാണിച്ചു. ശക്തൻ പറഞ്ഞു, കാണട്ടെ, അതിങ്ങോട്ടൊന്ന് തരൂ. സർവാധി തൃക്കൈയിലിരിക്കുന്നത് ഇങ്ങോട്ട് കൽപ്പിച്ച് തന്നാൽ കൊള്ളാം. അതായത് ശക്തൻ തിരുമനസ്സുകൊണ്ട് തൃക്കൈയിലിരിക്കുന്ന വാൾ കൽപ്പിച്ച് കൊടുക്കുകയും സർവാധികക്കാർ താണു തൊഴുതിട്ട് 2 കൈയും നീട്ടി വാങ്ങുകയും ചെയ്തതിന് ശേഷം ശക്തൻ പറഞ്ഞു, ഇനി അതിങ്ങോട്ട് തരുതോ? സർവാധി പറഞ്ഞു, നിവൃത്തിയില്ല, ഇത് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അടിയന് കൽപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഇതടിയൻ്റെ ജീവനുള്ളപ്പോൾ താഴെ വയ്ക്കുകയോ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയോ ചെയ്യുകയില്ല. ശക്തൻ പറഞ്ഞു, എന്നാൽ ഞാൻ തന്നത് ഇങ്ങോട്ട് തന്നേക്കൂ. സർവാധി പറഞ്ഞു, അടിയൻ ഇവിടത്തെക്കുറിച്ചും ഭക്തി ഒട്ടും കുറവില്ല. അവിടെ നിന്ന് അടിയനെ കൽപ്പിച്ചിരുന്നത് അടിയൻ തിരിച്ചിരുന്നത് മതിയായ മര്യാദയല്ലല്ലോ. ഇത് അടിയൻ്റെ ജീവനുള്ളപ്പോൾ താഴെ വയ്ക്കുകയോ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയോ ചെയ്യുകയില്ല. അടിയന് കൽപ്പിച്ചു തന്ന് തിരിച്ചു വാങ്ങുന്നത് ഇവിടേക്ക് യുദ്ധവുമല്ലല്ലോ. ശക്തൻ പറഞ്ഞു, എടാ സമർത്ഥ, നീ കുഞ്ചിക്കുട്ടിയല്ല, ആനക്കുട്ടിയാണ്. സർവാധി പറഞ്ഞു, ഇവിടെ വിചാരിച്ചാൽ അടിയനെ ആനക്കുട്ടിയാക്കുവാനും പൂനക്കുട്ടിയാക്കുവാനും കഴിയും. ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ആട്ടെ, സന്തോഷമായി. കുലശേഖര പെരുമാളുകളുടെ ആളുകളെല്ലാം നമ്മുടെ സ്വന്തമാണ് എന്നറിളി ചെയ്യുകയും ഒരു കുത്തു പാവമുണ്ടും ഒരു വീരശൃംഖലയും സമ്മാനമായി കൽപ്പിച്ചു കൊടുത്ത് സർവാധികാരിക്കാരെ അയക്കുകയും ചെയ്തു. കുഴിയിൽ വീണ ആനയെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വല്ലതും കൽപ്പിച്ച് ചോദിക്കുമോ എന്നുള്ള വിചാരം സർവാധികാരികളുടെ മനസ്സിൽ സാമാന്യത്തിലധികം ഉണ്ടായിരുന്നു. ഈശ്വര പ്രഭു കൊണ്ട് അതിനെപ്പറ്റി യാതൊന്നും കൽപ്പിച്ച് ചോദിച്ചില്ല. തിരുമനസിൻ്റെ ആയുധമേറ്റ് മരിക്കുവാൻ ഇടയാകുകയില്ലെന്നുള്ള ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും തിരുവൻഭാഗം നിന്ന് പിരിഞ്ഞു പോന്നതിന് ശേഷമേ സർവാധികക്കാരുടെ മനസ്സിന് സമാധാനമുണ്ടായുള്ളൂ. സർവാധികാരക്കാർ തൃപ്പൂണിത്തറയിൽ നിന്ന് അന്ന് തന്നെ പുറപ്പെട്ട് യഥാകാലം തിരുവനന്തപുരത്തെത്തി തൃപ്പൂണിത്തറ ചെന്നിട്ടുണ്ടായ സംഗതികളെല്ലാം വിവരമായി തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ചൊവ്വര എന്ന ദേശത്ത് പുറത്തായി ഒരു കോവിലകം പണികഴിപ്പിക്കുകയും ആ കോവിലകത്തിൻ്റെ തെക്കുവശം പുഴയായിരുന്നതിനാൽ ശേഷം 3 വശങ്ങളിലും കിടങ്ങുണ്ടാക്കിയും അതിനുശേഷം ഏതാനും ദിവസം അവിടെ എഴുന്നള്ളി താമസിച്ചിരുന്നു. അക്കാലത്തൊരു ശിവരാത്രി നാൾ തിരുമനസ്സുകൊണ്ട് ആ കോവിലകത്തിൻ്റെ മുറ്റത്തിറങ്ങി ലാത്തികൊണ്ട് നിന്നപ്പോൾ ചില നമ്പൂരിമാർ ഒരു തോണിയിൽ കയറി പുഴയിൽ കൂടി പോകുന്നത് കണ്ടിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകണമെന്ന് അരുളി ചെയ്തു. ഉടനെ നമ്പൂരിമാർ തോണി അവിടെ അടുപ്പിച്ച് കരക്കിറങ്ങി തിരുമുമ്പാകെ ചെന്നു. ആ സമയത്ത് ഒരു മാപ്പിളയുടെ മൂക്ക് തുളച്ച് കയറുന്ന കോർത്തു പിടിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങളും കൂടി 2 ഭടന്മാർ അവനെ തിരുമുമ്പാകെ കൊണ്ടുചെന്നു. ഉടനെ തിരുമനസ്സുകൊണ്ട് എന്തോ ഒരു ഭാഷയിൽ ഒരു വാക്ക് ആ ഭടന്മാരോട് അരുളി ചെയ്യുകയും അവർ ആ മാപ്പിളയെയും കൊണ്ട് പോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ കാരണവും ഉദ്ദേശവും ഒന്നും മനസ്സിലായിയാൽ നമ്പൂരിമാർ വല്ലാതെ പരിഭ്രമിച്ച് വശായി. അത് കണ്ടപ്പോൾ തിരുമനസ്സുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കുകയും അന്താളിക്കുകയും വേണ്ട,
നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണ് ഈ പുറപ്പെട്ടിരിക്കുന്നത് അത് പറയുക. അപ്പോൾ നമ്പൂതിരിമാർ, ഇന്ന് ശിവരാത്രിയാണല്ലോ, ഞങ്ങൾ ഉറക്കമൊഴിക്കുവാൻ ആലുവ മണൽപ്പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ തിരുമനസ്സുകൊണ്ട്, എന്നാൽ നിങ്ങൾ ഇപ്പോൾ പോകാം, നാളെ രാവിലെ കുളിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും ഇവിടെ വരണം എന്നരുളി ചെയ്തു. അങ്ങനെ ആവാമെന്ന് സമ്മതിച്ച് നമ്പൂതിരിമാർ അപ്പോൾ തന്നെ തോണിയിൽ കയറി പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തിരുമനസിന്റെ നീരാട്ടുകുളിയും നിത്യകർമാനുഷ്ഠാനിതകളും കഴിഞ്ഞപ്പോഴേക്കും നമ്പൂതിരിമാരും ചൊവ്വരയിലെത്തി. കുളിയും മറ്റും കഴിച്ചുകൊണ്ട് തിരുവമ്പാകെ ചെന്ന് നിന്നു. ഉടനെ തിരുമനസ്സുകൊണ്ട് അവർക്ക് ഓരോ പവൻ ദാനം ചെയ്തു. പിന്നെ അവരുടെ ഭക്ഷണവും തിരുമനസിന്റെ അമൃതത്വം മറ്റും കഴിഞ്ഞതിന് ശേഷം നമ്പൂതിരിമാർ വീണ്ടും തിരുമുമ്പാകെ ചെന്നപ്പോൾ, ഇന്നലെ ഒരു മാപ്പിളയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളും കണ്ടുവല്ലോ. അവൻ ഇന്നലെ ഒരു പശുവിനെ അറുത്തായതായി കേട്ടു. ഇങ്ങനെയുള്ള ദുഷ്കൃത്യം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ ഞാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് എന്തു ഫലമാണുള്ളത്? അതിനാൽ അവനെ ഇന്നലെ തന്നെ വെടിവെച്ച് കൊല്ലിച്ചു. ഇന്നലെ ശിവരാത്രിയായിട്ട് ആ ദുഷ്കൃത്യം നടന്നതായി കേട്ടതിൻ്റെ ദോഷം തീരുവാനായിട്ടാണ് ഞാൻ ഇത് ദാനം ചെയ്തത്. ഇനി ബദ്ധപ്പാട് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതൊന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ താമസിപ്പിച്ചിട്ട് പോയാൽ മതി. ഇഷ്ടം പോലെ ആവാമെന്ന് അരുളി ചെയ്യുകയും നമ്പൂതിരിമാർ അപ്പോൾ തന്നെ യാത്ര അറിയിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നാട് നീങ്ങിയതായിട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് വളരെ വ്യസനിക്കുകയും എൻ്റെ വലതു കൈ പോയി എന്ന് സദ്ഗതം അരുളി ചെയ്യുകയും ചെയ്തു. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നാട് നീങ്ങിയത് കൊല്ലം 900-ൽ പരം ഒരു കുംഭമാസം നല്ലൊരു 6-ാം ദിനെ ചേർന്നയിൽ എന്ന ബുദ്ധവരത്തിൽ ആണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. അവസാന്തരം ശക്തൻ തിരുമനസിന്റെ പ്രധാന ആശ്രമം കണ്ടുകൃഷി വസ്തുക്കളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. തിരുമനസ്സുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ എഴുന്നള്ളി ഇന്നിടം മുതൽ ഇന്നിടം വരെ നമ്മുടെ തനത് വസ്തുക്കളാണ് എന്നരുളി ചെയ്യുകയും അവിടുന്ന് കൂടി എഴുന്നള്ളിൽ നിന്ന് കന്നി പൂട്ടിക്കുകയും അത് തുന്നി ചെയ്താൽ പിന്നെ ആ വസ്തുക്കൾ ആരുടെ വകയായിരുന്നാലും തിരുമനസിന്റെ വകയായി, അവയിൽ പിന്നെ ആർക്കും പ്രവേശിക്കുവാൻ പാടില്ല. ഇങ്ങനെയാണ് ശക്തൻ തിരുമനസ്സുകൊണ്ട് കണ്ടുകൃഷി വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയത്. ചില പാവപ്പെട്ട വസ്തു ഉടമസ്ഥന്മാർക്ക് കുറേശ്ശെ വില കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ തിരുമനസ്സുകൊണ്ട് 355 കണ്ടുകൃഷി സ്ഥലങ്ങളും അവിടേക്കുള്ള ഓരോ കുളങ്ങളും തോപ്പുകളും ഉണ്ടാക്കി വെച്ചു. ഒരിക്കൽ തിരുമനസിലെ സേവകനായ ഒരാൾ തിരുമനസിന്റെ അടുക്കൽ, ഇവിടെ സർക്കാരിലേക്ക് ധാരാളം മുതലെടുപ്പുണ്ടല്ലോ, പിന്നെ ഈ കണ്ടുകൃഷി കൂടി ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചതിന് മറുപടിയായി തിരുമനസ്, നമ്മുടെ അനന്തവരരൊക്കെ കേവലം ഭോഷന്മാരും കാര്യശേഷിയില്ലാത്തവരുമാവുകയാൽ അവരുടെ കാലത്ത് ഈ രാജ്യം അന്യാധീനപ്പെട്ട് പോയേക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ വന്നാലും നമ്മുടെ കുടുംബത്തിലുള്ളവർ പട്ടിണിയായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പതിവായി ഓരോ കണ്ടുകൃഷി സ്ഥലങ്ങളിൽ നിന്നും നെല്ലും തോപ്പുകളിൽ നിന്നും കറിഷ്ഠമാനങ്ങളിൽ നിന്നും നാളികേരം മുതലായവയും കിട്ടിക്കൊണ്ടിരുന്നാൽ അവർക്ക് പട്ടിണി കൂടാതെ കഴിച്ചു കൂട്ടാമല്ലോ. കണ്ടുകൃഷി ഉണ്ടാക്കുന്നതിന് തിരുമനസ്സുകൊണ്ട് ജന്മികളായ ചില നമ്പൂതിരിമാരുടെ വസ്തുക്കൾ കൂടി അപഹരിച്ചതിനാൽ അവർക്ക് തിരുമനസിലെ പേരിൽ വളരെ അതൃപ്തി ഉണ്ടായി. എങ്കിലും തിരുമനസ്സുകൊണ്ട് അവരുടെ വിരോധത്തെ ഒട്ടും വകവച്ചില്ല. ഒരിക്കൽ തിരുമനസ്സുകൊണ്ട് ഒരു ഢോലിയിൽ കയറി തൃശ്ശൂർ പേരൂരിൽ നിന്ന് പട്ടിക്കാട്ടിലേക്ക് പുറപ്പെട്ടു. മൂർഖടന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ദിക്കിൽ താമസിച്ചിരുന്ന ഇരിങ്ങാലക്കുടക്കാരനായ ചില നമ്പൂതിരിമാർ അടുത്തു ചെന്ന് അസഭ്യം പറഞ്ഞു. തിരുമേനി അധിക്ഷേപിക്കുകയും ഢോലിയിലേക്ക് ചെളികുത്തി ഇടിയെറിയുകയും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഏറ്റവും കുപിതനായി തിരുമനസിനെ കാണപ്പെട്ടു. വാളും എടുത്തുകൊണ്ട് ഢോലിയിൽ നിന്ന് ചാടിയിറങ്ങി നമ്പൂതിരിമാരുടെ നേരെ പാഞ്ഞു നിന്ന് അത് കണ്ട് എഴുന്നള്ളത്തോടു കൂടിയുണ്ടായവർ പട്ടപ്പുറത്ത് കുഞ്ഞൻ തിരുമുൾപ്പാട് തിരുമനസിന്റെ അരയ്ക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട്, പൊന്നുസ്വാമി, ബ്രഹ്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്പൂതിരിമാരെല്ലാം ഭയവിഹുലരായി ഓടി ഒളിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരുമനസ്സുകൊണ്ട്, ആട്ടെ, കുഞ്ഞാനായി പോയല്ലോ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് അരുളി ചെയ്തിട്ട് വീണ്ടും ഢോലിയിൽ കയറി എഴുന്നള്ളുകയും ചെയ്തു. അതിനുശേഷം ശക്തൻ തിരുമനസ്സുകൊണ്ട് കുറച്ചു കാലം തൃശ്ശൂർ പേരൂരിൽ എഴുന്നള്ളി താമസിച്ചു. ആ ഇടയ്ക്ക് അനുജൻ തമ്പുരാക്കന്മാർ വടക്ക് നിന്ന് ഒരു ജ്യോത്സ്യൻ വാര്യരെ ഗൂഢമായി തൃപ്പൂണിത്തറയ്ക്ക് വരുത്തി. ശക്തി തിരുമനസ്സുകൊണ്ട് ഇനി എത്ര ജീവിച്ചിരിക്കുമെന്ന് ഗണിച്ചു നോക്കിയാലും സൂക്ഷ്മം പറയണമെന്നറിയി ചെയ്തു. തിരുമനസിന്റെ ജനന സമയം മുതലായതും പറഞ്ഞു കൊടുത്തു. വാര്യർ ഗണിച്ചു നോക്കി തീർച്ചപ്പെടുത്തി. ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സമയം ചരമഗതിയെ പ്രാപിക്കുമെന്ന് എഴുതി കൊടുത്തു. തമ്പുരാക്കന്മാർ സന്തോഷിച്ച് വാര്യർക്ക് പല സമ്മാനങ്ങളും മറ്റും കൊടുത്ത് അയക്കുകയും ചെയ്തു. ഈ വർത്തമാനം ശക്തൻ തിരുമനസ്സുകൊണ്ട് ചാരന്മാർ മുഖേന അറിയുകയും ആ വാര്യർ തൃശ്ശൂർ പേരൂർ കൂടി വടക്കോട്ട് കടന്നു പോകുവാനായി ചെന്ന സമയം ഭടന്മാരെ കൊണ്ട് അയാളെ പിടിപ്പിച്ച് തിരുമുമ്പാകെ വരുത്തുകയും, നീ തൃപ്പൂണിത്തറയിൽ പോയി ഞാൻ മരിക്കുന്നത് ഇന്ന ദിവസമാണെന്ന് തീർച്ചപ്പെടുത്തി എഴുതി കൊടുത്തുവോ എന്ന് ചോദിച്ചു. വാര്യർ പേടിച്ച് വിറച്ചുകൊണ്ട് ഗണിച്ചത് കണ്ട പ്രകാരം അടിയൻ കുറിച്ചു കൊടുത്തു എന്ന് ഉണർത്തിച്ചു. അപ്പോൾ തിരുമനസ്സുകൊണ്ട്, നീ നിശ്ചയിച്ചത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, എന്നാൽ നീ ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് മരിക്കുമെന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു.
അതിന് വ്യത്യാസം വരികയുമില്ല എന്നരുളി ചെയ്തിട്ട് വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി വാരിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവന്റെ കഥ കെട്ടി അടക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഉടനെ 4 രാജഭടന്മാർ വന്ന് വാര്യരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി വളരെ അടിക്കുകയും അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കഥ കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം തിരുമനസ്സുകൊണ്ട് വടക്കാഞ്ചേരി കോവിലകത്തേക്ക് എഴുന്നള്ളി ഏതാനും ദിവസം അവിടെ താമസിച്ചു. അക്കാലത്ത് ഒരു ദിവസം അവണ്ണപ്പറമ്പ് നമ്പൂരി തിരുമുമ്പാകെ ചെന്ന് ഒരു ദിവസം തിരുമനസിലേക്ക് ഒരു വിരുന്നും ഹൃദയത്ത് നടത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ളതിനാൽ ഒരു ദിവസം ഇല്ലത്തേക്ക് എഴുന്നള്ളിയാൽ കൊള്ളാമെന്ന് തിരുമനസിനെ അറിയിച്ചു. തിരുമനസ് അത് കൽപ്പിച്ചനുവദിക്കുകയും ദിവസം നിശ്ചയിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. നമ്പൂരി പോയി വരുന്ന മൃതദേഹത്തിന് വേണ്ടുന്നവയെല്ലാം വട്ടം കൂട്ടി. അദ്ദേഹം വലിയ ധനവാനായിരുന്നതിനാൽ വട്ടക്കൂട്ടെല്ലാം ഏറ്റവും കേമമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നിശ്ചിത ദിവസം പട്ടാളക്കാർ മുതലായ പരിവാരങ്ങളോടും കൂടി നമ്പൂരിയെ ഇല്ലത്തിൽ എഴുന്നള്ളി. അപ്പോൾ നമ്പൂരി വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും വിളക്കും വെച്ച് എല്ലാം തയ്യാറാക്കിയിരുന്നു. തിരുമനസ്സുകൊണ്ട് അകത്തെഴുന്നള്ളി അവിടെ വിരിച്ച് തയ്യാറാക്കിയിരുന്ന കട്ടിലിൽ സ്വല്പസമയം എഴുന്നള്ളിയിരിക്കുന്ന വിശ്രമിക്കുകയും അവിടെയുള്ള നമ്പൂരിമാരോടും മറ്റും കുശലപ്രശ്നം ചെയ്യുകയും ചെയ്തതിന് ശേഷം നീരാട്ടുകൂളി, അമൃതേദത്ത് മുതലായവയും കഴിച്ചു. അമൃതേദത്ത് മുതൽ പട്ടാളക്കാർ മുതലായവരുടെ ഭക്ഷണം വരെയുള്ള സദ്യയുടെ വട്ടങ്ങളും മറ്റും കെങ്കേകമായിരുന്നു. കുതിരകൾക്കൊക്കെ തിന്നുന്നതിന് നെൽക്കുതിര കഴിച്ച് വരുത്തിയിട്ടാണ് കൊടുത്തത്. നിറവറ വെച്ചിരുന്നതിന് പറകളിൽ വീരരായൻ പണമിട്ട് നിറച്ചതായിരുന്നു. ഇവ ആകപ്പാടെ കണ്ടിട്ട് തിരുമനസിലേക്ക് ഒട്ടും രസിച്ചില്ല. ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നുവെന്നും നമ്പൂരിയുടെ ധനത്തിൻ്റെ തിളപ്പ് കുറച്ചധികമാണെന്നും തിരുമനസിന് തോന്നി. എങ്കിലും അതിനെക്കുറിച്ചൊന്നും അരളി ചെയ്തില്ല. അന്ന് അവിടെ എഴുന്നള്ളി താമസിക്കുകയും അവിടെ എല്ലാവർക്കും സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നള്ളത്ത് പുറപ്പെടുവാനായി അതിനെ ഭാവിച്ചപ്പോൾ നമ്പൂരി തിരുമുമ്പാകെ ചെന്ന് 4 ദിവസം കൂടി ഇവിടെ എഴുന്നള്ളി താമസിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് തിരുമനസിനെ അറിയിക്കുകയും അതിനിപ്പോൾ സൗകര്യമില്ല എന്ന് അരളി ചെയ്തിട്ട് അപ്പോൾ തന്നെ എഴുന്നള്ളുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ നമ്പൂരിയുടെ മിക്ക വസ്തുക്കളും കൽപ്പന പ്രകാരം കണ്ടുകെട്ടി സർക്കാരിൽ ചേരുകയും നമ്പൂരിയുടെ മൂർച്ചയ്ക്ക് അതോടുകൂടി ശമിക്കുകയും ചെയ്തു. പിന്നീട് തിരുമനസ്സുകൊണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് വടക്കൻ ദിക്കുകളിലുള്ള പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതിന് ശേഷം തൃശ്ശൂർ പേരൂർക്കും അവിടെ നിന്ന് എറണാകുളത്തേക്കും എഴുന്നള്ളി. എറണാകുളത്ത് എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ എഴുന്നള്ളിയ സമയം താടിയും തലയും വളർത്തിയ ഒരു മൂത്തതിനെ അവിടെ കണ്ടിട്ട് എന്താ മൂത്തതിനമ്മയുടെ ദീക്ഷയാണോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അപ്പോൾ മൂത്തത് അതല്ല, ഗർഭദീക്ഷയാണ് എന്ന് തിരിച്ച് തിരുമനസിനെ അറിയിച്ചു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് ബ്രാഹ്മണരെ പോലെ നിങ്ങൾക്കും ഗർഭദീക്ഷ പതിവുണ്ടോ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അതിന് മറുപടിയായി മൂത്തത് ബ്രാഹ്മണ ആചാരങ്ങളിൽ പകുതി ഞങ്ങൾക്കുമുണ്ട് എന്ന് തിരുമനസിനെ അറിയിച്ചു. തിരുമനസ്സുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കോവിലകത്തേക്ക് എഴുന്നള്ളിയ ഉടനെ മൂത്തതിനെ പിടിച്ചു കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും രാജഭടന്മാർ പോയി മൂത്തതിനെ പിടിച്ച് തിരുമുമ്പാകെ കൊണ്ടുചെല്ലുകയും ചെയ്തു. കൽപ്പന പ്രകാരം ഒരു ക്ഷൗരക്കാരനെയും അവിടെ വരുത്തി മൂത്തതിന് ബ്രാഹ്മണാചാരങ്ങളിൽ പകുതി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ താടിയും തലയും മുഴുവൻ വളർത്തിയിട്ട് ആവശ്യമില്ല, അതിനാൽ ആപാദസ്മസ്തകം ദേഹത്തിൽ പകുതി ഭാഗം ക്ഷൗരം ചെയ്യട്ടെ എന്നറിയി ചെയ്യുകയും അപ്രകാരം ചെയ്യിച്ച് മൂത്തതിനെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് എറണാകുളത്തും തൃപ്പൂണിത്തറയും മാറി മാറി എഴുന്നള്ളി താമസിച്ചിരുന്നു. അക്കാലത്ത് തിരുമനസ്സുകൊണ്ട് രാജ്യത്ത് അക്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് തന്നെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നുവെന്നും അറിയുന്നതിനായി രാത്രികാലങ്ങളിൽ ഗൂഢമായി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ തിരുമനസിനെ കൂടെ 2 or 3 ഭൃത്യന്മാരുണ്ടായിരിക്കും. മിക്കപ്പോഴും അവിടെ ഏകാഗിയായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക പതിവ്. എങ്ങനെയായാലും തൃക്കൈയിൽ ഒരു വാളില്ലാതിരിക്കില്ല. ഒരു ദിവസം രാത്രിയിൽ തിരുമനസ്സുകൊണ്ട് ഏകാഗിയായി ഇളംകുളം എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മാപ്പിള കൂടെ പിന്നാക്കം തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ഗൂഢമായിട്ട് പോകുന്നത് കണ്ടു. ഇവൻ വല്ല സ്ഥലത്തും കയറി മോഷണം നടത്താനോ മറ്റോ പോവുകയായിരിക്കണം, അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് തിരുമനസ്സുകൊണ്ട് ഗൂഢമായി തന്നെ അവൻ്റെ പിന്നാലെ കൂടി. ആ മാപ്പിള ചെന്ന് കയറിയത് ഒരു നമ്പൂരിയുടെ ഇല്ലത്തായിരുന്നു. അവൻ ഇല്ലത്തിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ അകത്തുനിന്ന് ഒരു വൃഷലി ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെന്ന് എല്ലാം ചട്ടം കെട്ടിയിട്ടുണ്ട്, അകത്തേക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവനെ 4 കെട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറുക്കകത്താക്കിയിട്ട് ആ കട്ടിലിൽ കയറി കിടന്നുകൊള്ളൂ, കുഞ്ചത്താലെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞു. മാപ്പിള അകത്തേക്ക് കിടന്നതോടും കൂടി ശക്തൻ തമ്പുരാൻ തിരുമനസ്സ് കൊണ്ടും 4 കെട്ടിനകത്ത് കിടന്ന് വാൾ ഉരുപ്പിടിച്ചുകൊണ്ട് ഒരു കോണിൽ ഒളിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ അന്തർജനം അത്താരം കഴിഞ്ഞ് ഒരു കോൾവിളക്കുമായി 4 കെട്ടിലേക്ക് വന്നു. അപ്പോൾ വൃഷലി നേരം പതിവിൽ വളരെ അധികമായല്ലോ, ഇന്ന് പള്ളിക്കുറപ്പിന് ഇത്രയും അമാന്തം എന്താണ് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അന്തർജനം നമ്പൂരി ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ ദാസി ആട്ടെ ഇനിയെങ്കിലും വേഗമാകട്ടെ, അടിയന് നിലം പൊത്തുവാൻ വൈകി എന്ന് പറഞ്ഞപ്പോൾ അന്തർജനം എനിക്കിനി കിടക്കുവാൻ താമസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്
ശയനഗ്രഹത്തിലേക്ക് അകത്തേക്ക് കടക്കുവാനായി ഭാവിച്ചപ്പോൾ കട്ടിലിൽ മാപ്പിള ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട്, അയ്യോ ഇതാരാണ് ഈശ്വര, ശക്തൻ രാജാവിൻ്റെ ശക്തി ഈ ദിക്കൽ ഫലിക്കില്ലായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാക്കം മാറിയപ്പോൾ മാപ്പിള കട്ടിലിൽ നിന്നെണീറ്റ് അന്തർജനത്തെ കടന്നു പിടിക്കുവാനായി അടുത്തു. അവർ അന്തർജനത്തിനെ തൊട്ടില്ല എന്നായപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് മാപ്പിളയെ പിടികൂടി. അവനെ തിരുമനസ്സുകൊണ്ട് പിടിച്ചു വലിച്ച് മുറ്റത്ത് കൊണ്ടുപോയി വാൾ കൊണ്ട് ചക്ക കുത്തുന്നത് പോലെ കുത്തി അരിഞ്ഞിട്ടു. പിന്നെ ദാസിയെ വിളിച്ച് നമ്പൂരി എവിടെയാണ് പോയിരിക്കുന്നതെന്ന് കൽപ്പിച്ച് ചോദിക്കുകയും തൃപ്പൂണിത്തറയ്ക്കാണ് എന്ന് അവൾ ഉണർത്തിക്കുകയും ചെയ്തു. ഉടനെ തിരുമനസ്സുകൊണ്ട്, നീ ചെയ്ത ദുഷ്കൃത്യം വിചാരിക്കുമ്പോൾ നിന്നെ കൊല്ലേണ്ടതാണ്, എങ്കിലും നീ ഒരു സ്ത്രീയായി പോയല്ലോ, അതിനാൽ ഞാൻ കൊല്ലുന്നില്ല, എങ്കിലും നിന്നെ വെറുതെ വിട്ടയക്കുന്നുമില്ല എന്നറിളി ചെയ്ത് അവളുടെ കൈകൾ രണ്ടും മുറിച്ചു കളഞ്ഞു. പിന്നെ തിരുമനസ്സുകൊണ്ട് സമീപസ്ഥന്മാരായ ചില നായന്മാരെയും അവരുടെ സ്ത്രീകളെയും അവിടെ വിളിച്ചു വരുത്തി, നമ്പൂരി ഇവിടെ വരുന്നതുവരെ നിങ്ങളെല്ലാവരും ഇവരെ കാത്തു സൂക്ഷിച്ച് നിന്നുകൊള്ളണം എന്നറിളി ചെയ്തിട്ട് അപ്പോൾ തന്നെ തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്പൂരിയെ തിരുമുമ്പാകെ വരുത്തി. ഇന്നലെ രാത്രിയിൽ നമ്പൂരിയുടെ ഇല്ലത്തെ ചില നേരം പോക്കുകളൊക്കെ ഉണ്ടായി, എങ്കിലും തരക്കേടൊന്നും പറ്റിയില്ല. ഏതായാലും നമ്പൂരി വേഗത്തിൽ ഇല്ലത്തേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ് എന്നറിളി ചെയ്ത് കുറച്ച് പണവും കൊടുത്ത് നമ്പൂരിയെ വേഗത്തിൽ അയച്ചു. പിന്നെ കുറച്ചു കാലം തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറ തന്നെ എഴുന്നള്ളി താമസിച്ചു. അനന്തരം തിരുമനസ്സുകൊണ്ട് ചൊവ്വാരയ്ക്ക് എഴുന്നള്ളി. തിരുമനസ്സിനെ നായാട്ടിൽ വളരെ ഭ്രമമുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചു ദിവസം അവിടേക്ക് തന്നെ എഴുന്നള്ളി താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് തിരുമനസ്സുകൊണ്ട് ഒരു ദിവസം ഒരു പീലിക്കുന്തവും ധരിച്ചുകൊണ്ട് നായാട്ടിന് എഴുന്നള്ളി. ഒരു മലയിൽ ചെന്നപ്പോൾ ഒരു പന്നിയെ കാണുകയാൽ അതിനെ കൊല്ലുന്നതിനായി തിരുമനസ്സുകൊണ്ട് കുന്തവുമായി പാഞ്ഞെടുത്തു. പന്നി ഭയപ്പെട്ട് ഓടിത്തുടങ്ങി. തിരുമനസ്സുകൊണ്ട് അതിനെ പിന്തുടർന്നു. അങ്ങനെ ചെന്നപ്പോൾ ഐനിക്കാട് എന്നില്ലപ്പേരായ ഒരു നമ്പൂരി ആ വഴി വരുന്നത് കണ്ടിട്ട് നമ്പൂരി പിടിച്ചോളൂ വിട്ടുകളയരുത് എന്ന് ഉറക്കെ വിളിച്ച് അരുളി ചെയ്തു. നമ്പൂരി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുടമലർത്തിയിട്ട് പന്നിയെ പുത്തിപ്പിടിക്കുകയും തിരുമനസ്സുകൊണ്ട് ഓടിയെത്തിയ പന്നിയെ കുത്തിക്കൊല്ലുകയും ചെയ്തു. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് നമ്പൂരിയോട്, നമ്പൂരി എവിടെ പോകുവാനായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. നമ്പൂതിരി, ഇല്ലത്ത് വളരെ ദാരിദ്ര്യമാണ്, ഇന്നത്തെ ഉപജീവനത്തിന് വേണ്ടിയുള്ളത് പോലും ഒന്നുമില്ല, അതിനാൽ വല്ലവരോടും യാചിച്ച് കുറച്ച് നെല്ല് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. തിരുമനസ്സുകൊണ്ട്, ആട്ടെ, നമ്മൂരി ഇപ്പോൾ ഇല്ലത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കുള്ളൂ, ഇന്നത്തെ ചെലവിന് വേണ്ടുന്ന നെല്ല് അവിടെ എത്തിച്ചു കൊള്ളാം. ഇത് കേട്ട് നമ്പൂരി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് മടങ്ങിപ്പോയി. തിരുമനസ്സുകൊണ്ട് ഉടനെ ചൊവ്വര കോവിലകത്ത് എഴുന്നള്ളുകയും കണ്ട് കൃഷിവകയിൽ നിന്ന് 40 പറ നെല്ലുടനെ നമ്പൂരിയുടെ ഇല്ലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് കൽപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അപ്രകാരം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് പിന്നെയും കുറച്ചു കാലം കൂടി ചൊവ്വരത്ത് തന്നെ എഴുന്നള്ളി താമസിച്ചു. അക്കാലത്ത് തൃശ്ശൂർപേരൂർ ബ്രഹ്മസമ്മടം അഗ്നിബാധയാൽ നശിച്ചു പോയിരിക്കുന്നെന്നും തന്നിമിത്തം വേദോദ്യാനം നടത്തുവാൻ സ്ഥലമില്ലാതെ വന്നിരിക്കുന്നുവെന്നും ബാധ്യൻ നമ്പൂതിരി ശക്തൻ തിരുമനസ്സിൻ്റെ അടുക്കൽ അറിയിച്ചു. അതിന് തിരുമനസ്സുകൊണ്ട്, ചൊവ്വര വെച്ച് ത്രിസന്ധി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതിലേക്ക് വ്യാധൻ നമ്പൂതിരിയും മറ്റുള്ള ബ്രാഹ്മണോത്തന്മാരുമെല്ലാം ഉടനെ ചൊവ്വര ചെന്ന് ചേരണേ എന്നുമാണ് മറുപടി അയച്ചത്. അപ്രകാരം വാദ്യൻ നമ്പൂതിരി മുതലായവരെല്ലാം ചൊവ്വര ചെന്ന് ചേരുകയും ഉടനെ ത്രിസന്ധ തുടങ്ങുകയും ചെയ്തു. ത്രിസന്ധ്യയ്ക്ക് ബ്രാഹ്മണന്മാർ പതിവിലധികവും ഉണ്ടായിരുന്നുവെങ്കിലും 2 നേരവുമുള്ള സദ്യവും കേമത്വവും പതിവിൽ വളരെ അധികമായിരുന്നു. ത്രിസന്ധ നടന്നു കണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം തിരുമനസ്സുകൊണ്ട് വലിയ തപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി, ഇവിടെ പതിവായി വേദോഘാഷവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഈ ക്ഷേത്രത്തിന് സമീപം ഒരു പള്ളിയിലിരിക്കുന്നത് ഭംഗിയില്ല, അതിനാൽ അതുടനെ പൊളിപ്പിച്ച് പുഴയിൽ തള്ളിക്കളയണം എന്ന് കൽപ്പിച്ചു. കൽപ്പന കേട്ട ക്ഷണത്തിൽ കപ്പിത്താൻ ധൈര്യസമേതം ചെന്ന് പള്ളി പൊളിക്കുവാൻ ആരംഭിച്ചു. ഉടനെ പള്ളിയുടെ ഉടമസ്ഥരും കൈസ്ഥാനക്കാരും മറ്റും കൂടി പെട്ടി നിറച്ച് ഉറുപ്പിക്കുകയും കൊണ്ട് തിരുമുമ്പാകെ ചെന്ന് പെട്ടി തിരുമുമ്പാകെ വെച്ച് വന്നുകൊണ്ട്, അടിയങ്ങളെ കൽപ്പിച്ച് രക്ഷിക്കണം, അടിയങ്ങളുടെ പള്ളി വളരെ പുരാതനമായിട്ടുള്ളതാണ്, അത് പൊളിച്ചു കളയുന്നതിന് അടിയങ്ങൾക്ക് വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ് എന്നറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി, ഇവരുടെ ആ പള്ളി വളരെ പുരാതനമായിട്ടുള്ളതാണെന്നും അത് പൊളിച്ചു കളയുന്നത് അവർക്ക് സങ്കടകരമാണെന്ന് പറയുന്നുവല്ലോ, അതിനാൽ ആ പള്ളി ഇപ്പോൾ പൊളിപ്പിക്കണമെന്നില്ല എന്ന് കൽപ്പിക്കുകയും കപ്പിത്താൻ സൈന്യങ്ങളെയും മറ്റും തിരികെ വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ത്രിസന്ധ കഴിയുമ്പോഴേക്കും സർക്കാർ ചെലവിന്മേൽ തൃശ്ശൂർപേരൂർ ബ്രഹ്മസമ്മടം പണിതീർന്നിരിക്കണം എന്ന് കൽപ്പന കൊടുത്തിരിക്കുകയാൽ അപ്രകാരം മഠത്തിൻ്റെ പണിതീർന്നിരുന്നു. ത്രിസന്ധ വളരെ ഭംഗിയായിട്ട് കഴിച്ചുകൂടിയതിന് തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് വാദ്യൻ നമ്പൂരിക്കും മറ്റും യഥായോഗ്യം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സന്തോഷമായി അവരെ എല്ലാവരെയും തൃശ്ശൂർപേരൂർക്ക് അയക്കുകയും പിന്നീട് അധികം താമസിയാതെ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തറ എഴുന്നള്ളി താമസിച്ചിരുന്ന ആ കാലത്ത് അന്ന് തിരുവിതാംകൂർ നാടുവാണിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വൈക്കത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നതായി അവിടേക്ക് അറിവ് കിട്ടു.
ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് മഹാശുദ്ധനും നിർമ്മല ഹൃദയനും പരമാർത്ഥിയും ആയിരുന്നതുകൊണ്ട് അവിടുത്തെ വൈക്കത്തെക്കുറിച്ച് ക്ഷണിച്ച് തൃപ്പൂണിത്തറ കൊണ്ടുവന്ന് സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് കരപ്പുറം പന്തിരികാതവും ആലങ്ങാട്ടും പറവൂരും ഉപായത്തിൽ വീണ്ടെടുക്കാമെന്ന് വിചാരിച്ച് ശക്തൻ തിരുമനസ്സുകൊണ്ട് മഹാരാജാവ് തിരുമനസ്സിനെ ക്ഷണിക്കുന്നതിനായി ഇളയ തമ്പുരാനെയും പാലിയത്ത് വലിയച്ഛനെയും കൂടി വൈക്കത്തേക്ക് അയച്ചു. ഇളയ തമ്പുരാനും പാലിയത്തച്ഛനും കൂടി വൈക്കത്തെത്തി മഹാരാജാവ് തിരുമനസിനെ കണ്ട് ക്ഷണിച്ചിട്ട് ഇപ്പോൾ അതിന് സൗകര്യമില്ലാത്തതിനാൽ ഇനിയൊരവസരത്തിലാവാമെന്ന് കൽപ്പിച്ച് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവരെ മടക്കി അയച്ചു. മഹാരാജാവ് തിരുമനസിന് എഴുന്നള്ളത്തോടും കൂടി വേലുത്തമ്പി ദളവയും ഉണ്ടായിരുന്നു. വേലുത്തമ്പിയും പാലിയത്തച്ഛനും തമ്മിൽ ഏറ്റവും സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനോട് ചോദിച്ച ശക്തൻ തിരുമനസിന്റെ അന്തർഗതം മനസ്സിലാക്കുകയും അത് മഹാരാജാവ് തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. തൽക്കാലം തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളരുതെന്ന് പറഞ്ഞ് വിരോധിക്കുകയും ചെയ്തതിനാലാണ് മഹാരാജാവ് തിരുമനസ്സിനെ കൊണ്ട് എഴുന്നള്ളാതെ ഇരിക്കുകയും എന്നുള്ള വിശ്വാസത്തോടുകൂടി ശക്തൻ തിരുമനസ്സുകൊണ്ട് വരുന്ന സൽക്കാരത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ സമയത്ത് ഇളയ തമ്പുരാൻ തിരുമനസ്സിലെ ബോട്ട് കടവിൽ വന്നെടുത്തപ്പോൾ ബോട്ടിൽ മഹാരാജാവ് തിരുമനസ്സിനെ കാണുകയാൽ ശക്തൻ തിരുമനസ്സുകൊണ്ട് വലിയൊരു ഇച്ഛാഭംഗമുണ്ടായി. എന്താ, കുലശേഖര പെരുമാൾ കബളിപ്പിച്ചു അല്ലേ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അപ്പോൾ ഇളയ തമ്പുരാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങോട്ട് വരുവാൻ സൗകര്യമില്ലെന്നും ഇനിയൊരിക്കലാകാമെന്നുമാണ് പറഞ്ഞത്. ഇത്രയും തിരുമനസിനെ അറിയിച്ചു. ഉടനെ ശക്തൻ തിരുമനസ്സുകൊണ്ട് ഇതെല്ലാം ആ വേലിത്തമ്പിയുടെ കൗശലമാണ്, ആട്ടെ അവൻ നോക്കിക്കോട്ടെ എന്ന് അരുളി ചെയ്തിട്ട് തൃപ്പൂണിത്തറയപ്പൻ്റെ നടക്കിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് എൻ്റെ പൂർണ്ണയത്ര ഈശ 40 ദിവസത്തിനകം ആ വേലിത്തമ്പി എൻ്റെ കാൽക്കൽ വന്ന് വീഴുവാൻ സംഗതിയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും അല്പം തന്നെ കളിക്കോട്ടയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. കളിക്കോട്ടയിലേക്ക് എഴുന്നള്ളിയിരുന്നതുകൊണ്ട് പാലിയത്തച്ഛനെ തിരുവമ്പാകെ വരുത്തി വൈക്കത്തും പോയിട്ടുണ്ടായ സംഗതികളെപ്പറ്റി കൽപ്പിച്ച് ചോദിക്കുകയും വലിയച്ഛനെല്ലാം വിവരമായി തിരുമനസിനെ അറിയിക്കുകയും ചെയ്യും. തൻ്റെ അന്തർഗതം ഇന്നതാണെന്ന വേലുത്തമ്പിക്ക് അറിവ് കൊടുത്തത് വലിയച്ഛനാണെന്ന് തിരുമനസിലേക്ക് ഊഹമുണ്ടായിരുന്നതുമുണ്ടോ പാലിയത്തച്ഛൻ തിരുവമ്പാകെ നിന്നിരുന്ന കൈ ഭിത്തിയിന്മേൽ ചാരി വടക്കോട്ട് നോക്കിയായിരുന്നതിനായാലും തിരുമനസ്സുകൊണ്ട് രണ്ടർത്ഥമായിട്ട് മേനോൻ ഇപ്പോഴത്തെ നില തെക്കോട്ട് ചാരിയണമെന്നാണെന്ന് തോന്നുന്നു എന്നറിളി ചെയ്തു. തിരുമനസ്സുകൊണ്ട് അരുളി ചെയ്തതിലുള്ള ഗൂഢാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വലിയച്ഛൻ നില തെക്കോട്ട് ചാരിയാണെങ്കിലും ദൃഷ്ടി വടക്കോട്ട് തന്നെയാണ് എന്ന് മറുപടി ഉണർത്തിച്ചു. ഈ മറുപടി തിരുമലയ്ക്ക് ഒട്ടും രസിച്ചില്ല. തിരുമനസ്സിൽ കോപാഗ്നിയെ ജ്വലിപ്പിക്കുകയും ചെയ്തു. അതിനാൽ തിരുമനസ്സുകൊണ്ട് എടാ സ്വാമദ്രോഹി പൊയ്ക്കോ, ഇനിമേൽ നിന്നെ എൻ്റെ മുൻപിൽ കാണരുത് എന്ന് അരുളി ചെയ്യുകയാൽ വലിയച്ഛൻ പേടിച്ചു വിറച്ച് ഉടനെ തിരുമുമ്പിൽ നിന്ന് പോയി. പിന്നെ വലിയച്ഛൻ്റെ താമസം മുള്ളൂർക്കരയായിരുന്നു. ശക്തൻ തിരുമനസിൻ്റെ കാലം കഴിയുന്നത് വരെ വലിയച്ഛൻ പിന്നെ അവിടേക്ക് വന്നിട്ടേയില്ല. വേലുത്തമ്പി എഴുന്നള്ളത്തോടും കൂടി തിരുവനന്തപുരത്തെത്തിൻ്റെ ശേഷം പട്ടാളക്കാരുടെയും ശമ്പളത്തിൽ സ്വല്പം കുറവ് ചെയ്യുകയും അവർക്ക് ഉപദ്രവങ്ങളകരായ ചില നിയമങ്ങൾ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുകയാൽ പട്ടാളക്കാർ ആകപ്പാടെ ക്ഷോഭിച്ച് അവശരാവുകയും വേലുത്തമ്പിയെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ വേലുത്തമ്പി ഭയപ്പെട്ട് തിരുവനന്തപുരത്ത് ഗൂഢമായി ഒളിച്ചോടി തൃപ്പൂണിത്തറ എത്തുകയും ശക്തൻ തിരുമനസിലെ കണ്ടാൽ കൊള്ളാമെന്ന് അവിടുത്തെ ഇഷ്ടന്മാർ മുഖാന്തരം തിരുമനസിനെ അറിയിച്ച് അനുവാദം വാങ്ങി വെച്ചുകൊണ്ട് തിരുവമ്പാകെ ചെന്ന് ഏതാനും വിൽക്കാഴ്ച തിരുമുൽക്കാഴ്ച വെച്ച് തൃപ്പാദങ്ങളിൽ വീണ് വന്നിച്ചിട്ട് അടിയൻ എന്തെങ്കിലും അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതെല്ലാം സദയം ക്ഷമിച്ച് അടിയനെ മാപ്പ് തന്ന് രക്ഷിക്കണം എന്നപേക്ഷിക്കുകയും അവിടുത്തെ ശരണം പ്രാപിക്കുവാനുണ്ടായ കാരണം തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ ശക്തൻ തിരുമനസ്സുകൊണ്ട് ആട്ടെ ഒട്ടും ഭയപ്പെടേണ്ട, കൊച്ചിയിൽ പോയി താമസിച്ചോളൂ എന്നരുളി ചെയ്യുകയും വേലുത്തമ്പിയെ കൊച്ചിയിലേക്ക് കത്ത് പറഞ്ഞയച്ച് താമസിപ്പിക്കുകയും ചെയ്തു. താൻ പൂർണ്ണ യത്രേശന്റെ അടുക്കൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ 40 ദിവസത്തിനകം വേലുത്തമ്പി തൻ്റെ കാൽക്കൽ വീണ് വീഴുവാൻ സംഗതിയായതിനാൽ ശക്തൻ തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുകയും വേലുത്തമ്പി തിരുമുൽക്കാഴ്ച വെച്ച വിൽക്കശ്ശേരിക്ക് ഒരു താലിയിൽ കെട്ടി പണിയിച്ച് പൂർണ്ണത്ര ഈശന് നടക്കി വെക്കുകയും ചെയ്തു. ശക്തൻ തിരുമനസ്സുകൊണ്ട് പിന്നെ കുറച്ചു ദിവസം തൃപ്പൂണിത്തറ താമസിച്ചതിന് ശേഷം തൃശ്ശൂർ പേരൂർക്ക് എഴുന്നള്ളി. അവിടെ താമസിച്ചിരുന്ന കാലത്ത് തിരുമനസിലേക്ക് ഒരു ശീലായ്മ ആരംഭിച്ചു. അതിന് പല ചികിത്സകൾ ചെയ്തുവെങ്കിലും അവയൊന്നും പിടിക്കാത്ത ശീലായ്മ ക്രമേണ വർദ്ധിച്ചു. ആ വിവരം അറിഞ്ഞ് ഇളയ തമ്പുരാൻ അവിടുത്തെ അനുജനോടും കൂടി തൃശ്ശൂർ പേരൂർക്ക് എഴുന്നള്ളി. അവർ തിരുവമ്പാകെ എഴുന്നള്ളി കണ്ട സമയം ശക്തൻ തിരുമനസ്സുകൊണ്ട് എനിക്ക് ധീരം ക്രമേണ വർദ്ധിച്ചു വരികയാണ്, ക്ഷീണവും സാമാന്യത്തിലധികവുമുണ്ട്. ഇനി ഇത് ഭേദമായി ഞാൻ സുഖമായിരിക്കട്ടെ എന്ന് തോന്നുന്നില്ല. അതിനാൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം, പൊയ്ക്കളയരുത്. എൻ്റെ കാലം കഴിഞ്ഞാൽ രാജ്യം മുറ പോലെ രക്ഷിച്ചു കൊള്ളാം. വടക്കുനാഥ ക്ഷേത്രത്തിൽ യോഗിയാരെ അവരോധിക്കുക, ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ചച്ചുട കൈമകളെ അവരോധിക്കുക, പാലെടുത്ത് മേനവും മന്ത്രിസ്ഥാനം കൊടുക്കുക, ഇംഗ്ലീഷുകാരോട് മത്സരിച്ച് വെടിവെക്കുക. ഇങ്ങനെ 4 കൂട്ടം കാര്യം ഒരിക്കലും ചെയ്യരുത്. ഇവ 4 ചെയ്താൽ നമ്മുടെ രാജ്യം പൊയ്പോകും എന്നരുളി ചെയ്യുകയും അവ അനുജതമ്പുരാക്കന്മാരെ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ശക്തൻ തിരുമനസ്സുകൊണ്ട് അമൃതയത്ത് കഴിച്ചുകൊണ്ടിരുന്ന സമയം ഇളയ തമ്പുരാക്കന്മാർ അവിടെ എഴുന്നള്ളുകയും അവർ രണ്ടുപേരും കൂടി ജ്യേഷ്ഠൻ്റെ അമൃതയത്ത് കണ്ടിട്ട് രുചിക്ഷയം സാമാന്യത്തിലധികമുണ്ടെന്ന് തോന്നുന്നുണ്ട്, വല്ലതിനും രുചി തോന്നുന്നുണ്ടായെങ്കിൽ അരളി ചെയ്താൽ അത്താഴ അമൃതയത്വത്തിന് തക്കവണ്ണം തയ്യാറാക്കാം എന്നുണർത്തിച്ചു. അത് കേട്ടിട്ട് ശക്തൻ തിരുമനസ്സുകൊണ്ട് ഇവർ നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ രാജ്യം ഭരിക്കേണ്ടവരാണല്ലോ, ഇവരുടെ കൽപ്പനാശക്തി എത്രമാത്രം ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കണമെന്ന് തിരുമനസ് വിചാരിച്ചിട്ട് എനിക്കൊന്നിലും നല്ല രുചി തോന്നുന്നില്ല, എങ്കിലും ചക്ക കൂട്ടാൽ വെച്ചാൽ കുറച്ച് കൂട്ടാമെന്ന് തോന്നുന്നുണ്ട് എന്നരളി ചെയ്തു. ഉടനെ ഇളയ തമ്പുരാക്കന്മാർ അത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് ഉണർത്തിച്ചിട്ട് തിരുമുമ്പാകെ നിന്ന് എഴുന്നള്ളി. ഉടനെ അവർ രണ്ടുപേരും എവിടുന്നെങ്കിലും എന്തു വില കൊടുത്തിട്ടും വൈകുന്നേരത്തേക്ക് ഒരു ചക്ക കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. പണവും കൊടുത്ത് കുറേ സ്ഥലത്തിലേക്കും ആളുകളെ അയച്ചു. നേരം വൈകിയപ്പോഴേക്കും ചക്കയെങ്ങും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആ ആളുകളെല്ലാം മടങ്ങി വന്നു. ശക്തൻ തിരുമനസ്സുകൊണ്ട് അത്താഴം അമൃതയത്തിന് എഴുന്നള്ളിയിരുന്നപ്പോൾ ഇളയ തമ്പുരാക്കന്മാർ തിരുമുമ്പാകെ എഴുന്നള്ളി വന്നിച്ചു നിന്നു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് എന്താ ചക്ക കിട്ടിയില്ലായിരിക്കും അല്ലേ എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഉടനെ തമ്പുരാക്കന്മാർ കന്നിമാസം കാലമാകിയാൽ ചക്ക കിട്ടാൻ വളരെ പ്രയാസമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പണവും കൊടുത്ത് പല സ്ഥലങ്ങളിൽ ആളുകളെ അയച്ച് അന്വേഷിപ്പിച്ചു, എങ്ങും കിട്ടിയില്ല. ഞങ്ങളുടെ അമാന്തം ഒട്ടുമില്ല. ഞങ്ങൾ കഴിയുന്നത്ര ശ്രമങ്ങളെല്ലാം ചെയ്തു നോക്കി, കാര്യം സാധിച്ചില്ല എന്നേ ഉള്ളൂ. എവിടെ നിന്നെങ്കിലും ഒരു ചക്കയെങ്കിലും വരുത്തുവാനായിട്ട് നാളെയും ശ്രമിച്ചു നോക്കാം എന്നുണർത്തിച്ചു. അപ്പോൾ ശക്തൻ തിരുമനസ്സുകൊണ്ട് കഷ്ടം വിഡ്ഢികളെ, ഒരു ചക്ക വരുത്തുവാൻ പോലും ശേഷിയില്ലാത്ത നിങ്ങളിനി മേലാൽ ഒരു രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണ് എന്നരളി ചെയ്തു. അത്താഴം അമൃതയത്ത് കഴിഞ്ഞതിന് ശേഷം ശക്തൻ തിരുമനസ്സുകൊണ്ട് വലിയ കപ്പിത്താനെ തിരുമുമ്പാകെ വരുത്തി നാളെ രാവിലെ ബ്രാഹ്മണർക്ക് പരക്കിയൊരു സദ്യയും ചില ദാനങ്ങളും മറ്റും വേണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ അതിന് വേണ്ടുന്നവയെല്ലാം നേരം വിളക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി കൊടുക്കണം. സദ്യയ്ക്ക് പ്രഥമൻ, എരിശ്ശേരി, ഉപ്പേരി, തോരൻ മുതലായവയെല്ലാം ചക്ക കൊണ്ട് തന്നെ വേണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നരളി ചെയ്തു. കൽപ്പന പോലെ എല്ലാം തയ്യാറാക്കിക്കൊള്ളാമെന്നുണർത്തിച്ചിട്ട് വലിയ കപ്പിത്താൻ അപ്പോൾ തന്നെ തിരുമുമ്പാകെ നിന്നുപോയി. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ കപ്പിത്താൻ സകല സാധനങ്ങളും അവിടെ തയ്യാറാക്കി എത്തിച്ചു കൊടുത്തു. നേരം വിളക്കുന്നതിന് മുമ്പ് പഴുത്തും പച്ചയുമായ 500-ലധികം ചക്ക അവിടെ വന്നു ചേർന്നു. സദ്യയുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും വളരെ ചക്ക ശേഷിച്ച് കിടന്നിരുന്നു. സദ്യ ഏറ്റവും ഗംഭീരമായ എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ശക്തൻ തിരുമനസ്സുകൊണ്ട് നമ്പൂരിമാർക്ക് പരക്കെ പല വിധത്തിലുള്ള ദാനങ്ങളും ചെയ്തു. പിന്നെ ഈ ശീലായ്മ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ ശക്തൻ തിരുമനസ്സുകൊണ്ട് പിന്നെയും പ്രതിദിനം പല വിധത്തിലുള്ള ദാനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. 981 ആണ്ട് കന്നിമാസം 12-ാം തീയതി ആ രാജകേസരി തൃശ്ശൂർ പേരൂർ വെച്ച് തന്നെ കാലാധർമ്മത്തെ പ്രാപിക്കുകയും ചെയ്തു. തിരുമനസിൻ്റെ പള്ളിശവം ദഹിപ്പിച്ചത് തൃശ്ശൂർ പേരൂർ കോവിലകത്തിൻ്റെ തെക്കുവശത്തിലുള്ള തോപ്പിലാണ്. ആ സ്ഥലത്തിന് ചുറ്റും ചെറിയതായി ഒരു മതിൽ കെട്ടിവെച്ചിട്ടുള്ളത് ഇപ്പോഴും കാണുവാനുണ്ട്. അവിടെ അക്കാലം മുതൽ പതിവായി വിളക്ക് വെച്ചിരിക്കുന്നത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ആകെപ്പാടെ വിചാരിച്ചാൽ ശക്തൻ തിരുമനസിൻ്റെ കാലത്ത് ഒരു അമാനുഷ പ്രഭാവനായിരുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 50 പൂർണ്ണമായിരിക്കുകയാണ്. ഇനി അധ്യായം 51 ആണ്. അമ്മന്നൂർ പരമേശ്വര സാക്യ.